Hi my dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ് അല്ലേ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് ഈ തെർമോഡൈനാമിക്സ് പഠിച്ചു. ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അതൊരു 3 ചാപ്റ്റർ കമ്പൈൻ ചെയ്ത് വരും. അതായത് നമ്മുടെ തെർമോഡൈനാമിക്സും ഉണ്ട്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ടല്ലോ മക്കളെ, അതുകൊണ്ട് അതുപോലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അങ്ങനെ ഈ 3 ചാപ്റ്ററോടെ ചേർന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അറൗണ്ട് 30 ക്വസ്റ്റ്യൻസോളം നമുക്ക് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തെർമോഡൈനാമിക്സിലെയും തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെയും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെയും എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിലൊരു ബ്രാഞ്ചാണ്. എന്തിനെയൊക്കെ പറ്റി പഠിക്കുന്ന, ഹീറ്റിനെയും ടെമ്പറേച്ചറിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലൊരു ബ്രാഞ്ചിനെ നമ്മൾ നിന്ന് വിളിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കും ആണല്ലോ. ഓക്കെ ആണേ. ഇനി നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതായത് വേറെ ഒന്നുമില്ല, നമുക്കറിയാം ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഇതിന് ചുറ്റുമുള്ളതിന് നമുക്ക് എന്ത് പറയാം, സറൗണ്ടിങ്സ് എന്നൊക്കെ പറയാം അല്ലെ. കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, സിസ്റ്റവും സറൗണ്ടിങ്സും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്, ഇത് സറൗണ്ടിങ്സ് ആണ്. ഒരു സിസ്റ്റം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ പറയുകയാണ്, ഇതൊരു സിസ്റ്റം പറയുമ്പോൾ നമ്മളത് തെർമോഡൈനാമിക് വേരിയബിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. എന്ത് വെച്ചിട്ടാണ് പറയുക? തെർമോഡൈനാമിക് വേരിയബിൾസ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചല്ലേ, ഏതൊക്കെയാണ് തെർമോഡൈനാമിക് വേരിയബിൾ? ഒന്ന് പറഞ്ഞേ. പ്രഷർ ഒരു തെർമോഡൈനാമിക് വേരിയബിൾ ആണ്, വോളിയം ഒരു തെർമോഡൈനാമിക് വേരിയബിൾ ആണ്, ടെമ്പറേച്ചർ ഒരു തെർമോഡൈനാമിക് വേരിയബിൾ ആണല്ലോ. പ്രഷറുണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ, ഇതെല്ലാം എന്താണ്, തെർമോഡൈനാമിക് വേരിയബിൾ ആണ്. എന്ന് പറഞ്ഞാൽ മീനിങ് ഈ ഒരു സിസ്റ്റം, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ റൂം, ഓക്കെ, നമ്മുടെ ഈ ക്ലാസ് നടക്കുന്ന ഒരു റൂം, ഇനി അതിൻ്റെ ഔട്ടർ സ്പേസ്. അപ്പോൾ ഈ റൂമിനകം നമ്മൾ പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ടാവത്തില്ലേ റൂമിൽ, ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ടാവത്തില്ലേ റൂമിൽ, അതുപോലെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവത്തില്ലേ, ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? സിസ്റ്റം പറയുന്നത്, ഈ റൂമിൽ നിന്ന് പറയുന്ന ഒരു സിസ്റ്റം പറയുന്നത്, ഇവിടെ ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ടാവും, എത്രയും നമുക്കറിയില്ല, അതിലൊരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലേ. അതായത് നമ്മൾ ഈ വേരിയബിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ, ഒരു സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ആണല്ലോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് സറൗണ്ടിങ്സ് വരുമ്പോൾ ചിലപ്പോൾ സറൗണ്ടിങ്സ് പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ, സറൗണ്ടിങ്സ് ചിലപ്പോൾ P2 ആയിരിക്കും പ്രഷർ, V2 ആയിരിക്കും വോളിയം, അതുപോലെ T2 ആയിരിക്കും ടെമ്പറേച്ചർ ഉണ്ടോ. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സ്, അപ്പോൾ പ്രഷർ വോളിയം ഒക്കെ മാറി വരുന്നുണ്ടോ. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പ്രഷറിലും ഒരു പർട്ടിക്കുലർ വോളിയത്തിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുമാണ്. ഓക്കെ അല്ലേ, ഇതാണ് തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് പറയേണ്ട ഒരു പ്രോസസ്സാണ് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ്. ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയണമെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ എത്ര പ്രഷർ ഉള്ളത്, പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്, ടെമ്പറേച്ചർ T1 ആണെങ്കിൽ ഇവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയണമെങ്കിൽ ഇപ്പം നോക്കുക, P1 V1 T1 ആണ് ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയണമെങ്കിൽ പ്രഷറിൻ്റെ ഒരു ചേഞ്ച് സംഭവിച്ചൊരു P2 ആവുകയോ, വോളിയത്തിനൊരു ചേഞ്ച് സംഭവിച്ച് V2 ആവുകയോ, അല്ലെങ്കിൽ അത് മാത്രം മതി, അല്ലെങ്കിൽ ടെമ്പറേച്ചറിനൊരു ചേഞ്ച് സംഭവിച്ച് T2 ആവുക. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ എന്താ നടന്നത്? തെർമോഡൈനാമിക്സ് വേരിയബിൾ ചേഞ്ച് ചെയ്തല്ലേ. അപ്പോൾ തെർമോഡൈനാമിക്സ് വേരിയബിളിന് എന്ത് സംഭവിച്ചോണ്ട് ചേഞ്ച് സംഭവിച്ചപ്പോൾ അവിടെ എന്ത് നടന്നു എന്ന് പറയാം, നമുക്കൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു എന്ന് പറയാം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസിന് ചേഞ്ച് വരുമ്പോഴാണ് എന്ത് നടക്കുന്നത്, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നത്. ക്ലിയർ ആവുന്നല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇനിഷ്യലി പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ തെർമോഡൈനാമിക് പ്രോസസ്സിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ലോ, അതായത് നമ്മൾ ന്യൂട്ടൻ്റെ 3 ലോസ് പഠിക്കുന്നുണ്ട് അല്ലേ, അതുപോലെ ഗ്രാവിറ്റേഷനിൽ കെപ്ലറുടെ 3 ലോസ് പഠിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ തെർമോഡൈനാമിക്സിൽ നമ്മൾ എത്ര ലോസ് പഠിക്കുന്നുണ്ട്? 3 ലോസ് പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലോയെ നമ്മൾ 0th ലോ എന്നും, ഫസ്റ്റ് ലോ എന്ന് പറയും, അല്ലെങ്കിൽ ആദ്യത്തെ ലോയെ നമ്മൾ എന്ത് വിളിക്കും? 0th ലോ, ദെൻ ഫസ്റ്റ് ലോ, ദെൻ എന്ത് വരും? സെക്കൻഡ് ലോ. ഓക്കെ, വളരെ എളുപ്പമുള്ള കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നല്ലോ. ഇനി നോക്കാം, ഒരു കാര്യം കൂടെ പറയട്ടെ, അതായത് ഇതൊരു സിസ്റ്റമാണ്. ഓക്കെ അല്ലേ, ഇതൊരു സിസ്റ്റമാണ്. അപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്നൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ അറിയേണ്ടത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അതായത്
എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ് ഇക്വിലിബ്രിയം? ആ പേര് തന്നെ ഉണ്ട് ഇക്വിലിബ്രിയം. കെമിസ്ട്രി പഠിക്കുന്ന ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇതൊരു സിസ്റ്റം, ഇത് സറൗണ്ടിങ്സ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ T1, അതുപോലെ സറൗണ്ടിങ്സ് ടെമ്പറേച്ചറും T1 ആണല്ലോ. എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്സിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയാം? തെർമൽ ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയാം. അപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടിയല്ലോ. എന്നാ മക്കളെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. അതായത് T1 എന്ന് പറയുന്ന ഒരു തെർമോഡൈനാമിക് വേരിയബിൾ അല്ലേ, ഇതിന് എന്തെങ്കിലും ചേഞ്ച് ഇവിടെ സംഭവിച്ചോ? ഇല്ല അല്ലേ. അപ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസിന് ടൈമിനനുസരിച്ച് ചേഞ്ച് പറ്റിയില്ല, ചേഞ്ച് ചെയ്തില്ല എങ്കിൽ നമുക്കതിന് എന്ത് പറയാം? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. തെർമോഡൈനാമിക് വേരിയബിൾസിന് ടൈമിനനുസരിച്ച് ചേഞ്ച് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഞാൻ എക്സാമ്പിൾ ആണെന്നേ പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ടെമ്പറേച്ചർ T1, ഇവിടെയും ടെമ്പറേച്ചർ T1 എന്ന് വെച്ചാൽ രണ്ടിടത്തെയും ടെമ്പറേച്ചേഴ്സ് ഈക്വൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സിസ്റ്റവും സറൗണ്ടിങ്സും എന്താണെന്ന് പറയാം? തെർമൽ ഇക്വിലിബ്രിയത്തിലെന്ന് പറയാം. ഓക്കെ അല്ലെ. തെർമൽ ഇക്വിലിബ്രിയം. രണ്ട് സ്ഥലത്തെയും ടെമ്പറേച്ചേഴ്സ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ തെർമൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ചിലപ്പോൾ പ്രഷറാണ് സെയിം എങ്കിലോ? രണ്ട് പ്രഷേഴ്സ്, ഓക്കെ, സിസ്റ്റത്തിലെയും സറൗണ്ടിങ്ങിലെയും പ്രഷറാണ് സെയിം എങ്കിലും നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിനെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പോൾ ജനറലി അതിന് പറയുന്ന പേരെന്താണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്ത് ചേഞ്ച് ചെയ്യരുത്? വേരിയബിൾസ് ചേഞ്ച് ചെയ്ത്. എന്താ തെർമോഡൈനാമിക് വേരിയബിൾസ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ. അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അത് എന്തിലാന്ന് പറയും? ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് കയറുന്നത്. വളരെ സിമ്പിളായൊരു ലോ ആണ് സീറോത്ത് ലോ എന്ന് പറയുന്നത്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 3 സിസ്റ്റം എടുക്കുകയാണ് ഞാനിവിടെ. ഓക്കെ മക്കളെ, ഞാൻ 3 സിസ്റ്റം എടുക്കുകയാണ്. ശ്രദ്ധിക്കുക. ആദ്യത്തെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിന് ഞാൻ TA എന്നെടുത്തു. രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിന് ഞാൻ TB എന്നെടുത്തു. മൂന്നാമത്തെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിന് ഞാൻ TC എന്നെടുത്തു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ടെമ്പറേച്ചേഴ്സ് എടുത്ത് 3 സിസ്റ്റംസ് ആണെങ്കിൽ മക്കളെ ഒരു കാര്യം നോക്കൂ. എയും സിയും തമ്മിൽ എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആരറിയാതെ? ബി അറിയാതെ. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആരറിയാതെ? ബി അറിയാതെ. അതുപോലെ തന്നെ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആരറിയാതെ? എ അറിയാതെ. ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആരറിയാതെ? എ അറിയാതെ. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സീറോത്ത് ലോ എന്ന് പറഞ്ഞാൽ 3ഉം തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ്? ടെമ്പറേച്ചർ ഈക്വൽ ആവും അല്ലെ. അപ്പോൾ 3 സ്ഥലത്തും ടെമ്പറേച്ചർ. സോ വി ക്യാൻ റൈറ്റ് TA is equal to TB is equal to TC. മക്കളെ സെറ്റല്ലേ കാര്യങ്ങൾ? ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? എയിലെയും സിയും അല്ലെങ്കിൽ എയും സിയും എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആരറിയാതെ? സെപ്പറേറ്റ്ലി ആണ്. എയും സിയും സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയമാണ്. ആരറിയാതെ? ബി അറിയാതെ. അതുപോലെ ബിയും സിയും സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയമാണ്. ആരറിയാതെ? എ അറിയാതെ. സോ വി ക്യാൻ സേ A, B, C are in thermal equilibrium with each other. So this law is called zeroth law of thermodynamics. Okay, so ഇതെന്തിൻ്റെ ബേസിസിലാണ് വരുന്നത്? ഇക്വിലിബ്രിയത്തിൻ്റെ ബേസിസിലാണ് വരുന്നത് അല്ലേ. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ് വരുന്നത്? ഇക്വിലിബ്രിയത്തിൻ്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണെന്നല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലോട്ട് കയറാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു തെർമോഡൈനാമിക് വേരിയബിളോട് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളെ. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞൊരു തെർമോഡൈനാമിക് വേരിയബിൾ. ഏതാണ്? ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു തെർമോഡൈനാമിക് വേരിയബിൾ. ഓക്കെ, ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ സോ വി ക്യാൻ റൈറ്റ് as ഡെൽറ്റ യു. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇന്റേണൽ എനർജി? സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റേണൽ എനർജി. ആൻഡ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്ത് വേരിയബിൾ ആണ്? ഒരു തെർമോഡൈനാമിക് വേരിയബിൾ. അപ്പോൾ എന്തോ തെർമോഡൈനാമിക് വേരിയബിൾ? നമ്മൾ ഈ ഇന്റേണൽ എനർജിയും തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യത്തില്ലേ. ഇപ്പോൾ എത്ര തെർമോഡൈനാമിക് വേരിയബിൾ നമ്മൾ പഠിച്ചു? 4 എണ്ണം. ഒന്ന് പറഞ്ഞ മക്കളെ, ഒന്നെന്താണ്? പ്രഷർ, വോളിയം,
ടെമ്പറേച്ചർ ആൻഡ് എന്താണ് ഇന്റേണൽ എനർജി. സിമ്പിൾ നോക്കാം. ഇന്റേണൽ എനർജി ഈസ് എ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ സോ ഇനി നമുക്ക് ഏത് ലോയിലോട്ട് കയറാം? ഫസ്റ്റ് ലോയിലോട്ട് കയറാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. ഓക്കെ മക്കളെ, ഇതൊരു സിസ്റ്റം ആണെന്ന് എടുക്കും. ഓക്കെ അല്ലേ, ഇതൊരു സിസ്റ്റം ആണെന്ന് എടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാറുണ്ട് അല്ലേ? നമ്മളെന്തിനാണ് ഫുഡ് കഴിക്കുന്നത്? നമ്മൾ ഫുഡ് കഴിക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. എന്തിനൊക്കെയാണ്? നമ്മൾ ഫുഡ് കഴിക്കുന്ന നല്ല എനർജി കിട്ടാനാണ് ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാനാ? നല്ല എനർജി കിട്ടണം. അതുകൂടാതെ നമ്മൾ എന്തും ചെയ്യാറുണ്ട്, വർക്ക് ചെയ്യാറില്ലേടെ? നമ്മളിപ്പോൾ ഓടാറുണ്ട്, ചാടാറുണ്ട് അല്ലേ, ഇരിക്കാറുണ്ട്, എല്ലാ വർക്കുകളും ചെയ്യാം. ഇരിക്കുന്ന ഒരു വർക്കാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, നമ്മൾ ഇൻടേക്ക് ഫുഡ് കഴിക്കുന്നത് എന്തിനൊക്കെയാണ്? എന്ത് ചെയ്യാനാണ്? വർക്ക് ചെയ്യാനും എന്തിനുമായിട്ടാണ്? എനർജി കൂട്ടാനും അല്ലേ ആണല്ലോ. അല്ലാതെ ഫുഡ് കഴിക്കും, നമ്മൾ കഴിക്കുന്ന ഫുഡ് മൊത്തം നമ്മൾ വർക്ക് ചെയ്ത് തീർക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് മൊത്തവും നമ്മൾ ജോലി ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കത്തില്ലേ? നമ്മൾ ചത്തുപോകില്ലേ മക്കളെ? ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ബേസിക്കലി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെയാണ്? എനർജി കൂട്ടാനും എന്തിനുമാണ്? വർക്ക് ചെയ്യാനും. ഇത് തന്നെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മക്കളെ സാർ പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കൂ മക്കളെ, ഇതൊരു സിസ്റ്റം. ഈ സിസ്റ്റത്തിലോട്ട് ഞാനൊരു ഹീറ്റ് കൊടുക്കുകയാണ്. അതിന് ഞാൻ ഡെൽറ്റ ക്യൂ എന്ന് എടുത്തു. ഓക്കെ അല്ലേ? ആ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് എഴുതുകയാണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫുഡ് കഴിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്താണ്? അതിന് പകരം എന്താ സങ്കല്പിക്കുക? ഹീറ്റ്. കണ്ടോ? അത് അങ്ങനെ തന്നെ സങ്കല്പിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് ഹീറ്റ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെയാണ്? ഒന്ന് ഇന്റേണൽ എനർജി കൂട്ടാനും, രണ്ട് എന്ത് ചെയ്യാനോ? വർക്ക് ചെയ്യാനോ ആണല്ലോ. ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ അവിടെ എന്തിനാണ്? ഡെൽറ്റ യു അല്ലേ ഇന്റേണൽ എനർജി. ഇനി നോക്ക്, വർക്കിന് നമുക്ക് എന്തെടുക്കാം? ഡെൽറ്റ ഡബ്ല്യു എന്ന് എടുക്കത്തില്ലേ? സോ ഇതല്ലേ. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? പറ, ഇന്റേണൽ എനർജി അല്ലേ? ഇന്റേണൽ എനർജി അല്ലേ മക്കളെ? അതുപോലെ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ അല്ലേ മക്കളെ? വർക്ക് ഡൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ലോ? നമ്മുടെ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ. ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇന്റേണൽ എനർജി പ്ലസ് ആൻഡ് ഡൂയിങ് എന്താണ്? എക്സ്റ്റേണൽ വർക്ക്. കണ്ടോ അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ എനർജി കൂട്ടാനും നമ്മൾ വർക്ക് ചെയ്യാനും വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്. സിമിലർലി ഇവിടെ നോക്കൂ, ഹീറ്റ് സപ്ലൈ ടു സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് എനർജി, മീൻസ് ഇന്റേണൽ എനർജി ആൻഡ് ഡൂയിങ് വർക്ക്. ഓക്കെ, ദിസ് ലോ ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ മക്കളെ, ക്ലിയർ ആണല്ലോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഓക്കെ മക്കളെ, അപ്പോൾ എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി രണ്ട് കേസസ് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ട് കേസ്, അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മൊത്തത്തിൽ നമ്മൾ വർക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്താന്ന് പറയാം? നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയാം അല്ലേ? നമ്മൾ എടുക്കുന്ന ഹീറ്റ് മൊത്തം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയാം ആണല്ലോ. അന്നല്ല, അപ്പോൾ എന്ത് സീറോ ആയിപ്പോൾ ഇവിടെ ഡെൽറ്റ യു സീറോ ആവത്തില്ലേ? അതായത് കേസ് എന്ത് വരും? നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന മൊത്തം നമ്മൾ വർക്ക് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എനർജി ഉണ്ടോ? നമ്മുടെ കയ്യിൽ എനർജി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ഡബ്ല്യു. ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഹീറ്റ്, അതായത് അവിടെ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ് വർക്ക് എഗൻസ്റ്റ് പ്രഷർ. അതായത് വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ. വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് നോട്ട് ചെയ്തിട്ടോ മക്കളെ? നോട്ട് ചെയ്തിട്ടോ? ഇത് റിപ്പീറ്റ് അടിച്ച് കേൾക്കണം. വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു സി ഈക്വൽ ടു എന്താണ്? പി ഡെൽറ്റ വി ആണ്. ഓക്കെ അല്ലേ? ഡെൽറ്റ ഡബ്ല്യു സി ഈക്വൽ ടു എന്താണ്? പി ഡെൽറ്റ. വാട്ട് ഈസ് ഡെൽറ്റ വി? ചേഞ്ച് ഇൻ വോളിയം ആണ്. ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താ മക്കളെ? ചേഞ്ച് ഇൻ വോളിയം ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഡെൽറ്റ ഡബ്ല്യു സി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? പി ഡെൽറ്റ വി എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എന്തെന്ന് വരും? പി ഡെൽറ്റ വി എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പം ഒന്ന് മോഡിഫൈ ആയി. എന്ത് മോഡിഫൈ ആയി? നമ്മുടെ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ എന്താണ്? ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, വർക്ക് ഡൺ അഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ലോയിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, മേയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞൊരു റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് കെമിസ്ട്രിയിൽ അല്ലേ? എന്താ മേയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എന്താണ്? ആറാണ്. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ.
എന്താണ് സി പി, എന്താണ് സി വി? അത് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി പി എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ആർ എന്താണ്? കെമിസ്ട്രിയിൽ പഠിക്കുന്നതല്ലേ. എന്താണ് ആർ എന്ന് പറഞ്ഞാൽ? ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ. ദാറ്റ് ഈസ് സി പി മൈനസ് സി വി സി ഈക്വൾ ടു എന്തായിരിക്കും? ആർ ആയിരിക്കും. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മേയേഴ്സ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്നല്ലോ. ഇനി നമ്മൾ 2 ടൈപ്പ് വേരിയബിൾസ് അവിടെ പഠിക്കുന്നുണ്ടല്ലേ. ഇൻറ്റൻസീവ് വേരിയബിളും 2 ടൈപ്പ് വേരിയബിൾസ് പഠിക്കുന്നുണ്ട്. ഇൻറ്റൻസീവ് വേരിയബിൾ നിങ്ങളിതെല്ലാം കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്, ഞാനൊന്ന് ഓടിച്ചു പറയുകയാണ്. ഓക്കെ, ഇൻറ്റൻസീവ് വേരിയബിളും ഉണ്ട്, എക്സ്റ്റൻസീവ് വേരിയബിളും ഉണ്ട്. ഇൻറ്റൻസീവ് വേരിയബിളും ഉണ്ട്, എക്സ്റ്റൻസീവ് വേരിയബിൾ. എന്താണ് മക്കളെ ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് സിസ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡഡ് അല്ലെങ്കിൽ, ഒരു സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയും? ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് പറയാം. ഒരു സിസ്റ്റം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? എക്സ്റ്റൻസീവ് വേരിയബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ വോളിയം ഒരു എക്സ്റ്റൻസീവ് വേരിയബിൾ ആണ് അല്ലേ. കാരണം എന്താ? വോളിയം മാസ് ഡിപ്പെൻഡഡ് അല്ലേ. നമുക്ക് വോളിയം എന്ന് പറയുന്ന മാസ് ഡിപ്പെൻഡഡ് അല്ലേ. ഓക്കെ, അതൊരു എക്സ്റ്റൻസീവ് വേരിയബിൾ ആണ്. മനസ്സിലായോ? ഈ ഇൻറ്റൻസീവിന് എക്സാമ്പിൾ പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഒക്കെ എന്ത് വേരിയബിളാണ്? ഇൻറ്റൻസീവ് ആണ്. പറഞ്ഞ് മനസ്സിലായോ? അതായത് ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് സിസ്റ്റം, അതായത് മാസ് ഓഫ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിളാണ് എന്ത്? ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, മാസ് ഓഫ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളെ നമുക്ക് എന്ത് പറയും? എക്സ്റ്റൻസീവ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രഷർ ഒരു ഇൻറ്റൻസീവ് ആണ്, ടെമ്പറേച്ചർ അതുപോലെ ഡെൻസിറ്റി ഒക്കെ എന്ത് വേരിയബിൾ ആണ്? ഇൻറ്റൻസീവ് വേരിയബിൾസ് ആണ്. എക്സ്റ്റൻസീവ് വേരിയബിൾസ് എന്തൊക്കെയാണ്? വോളിയം ഒക്കെ എക്സ്റ്റൻസീവ് വേരിയബിൾ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്നല്ലോ. ഇതാണ് ഇൻറ്റൻസീവ് വേരിയബിൾസും എക്സ്റ്റൻസീവ് വേരിയബിൾസും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നൊരു പ്രോസസ്സാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഞാൻ പ്രഷർ P1 എന്നും വോളിയം V1 എന്നും ടെമ്പറേച്ചർ ഞാൻ T1 എന്നും എടുത്തു. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്, ടെമ്പറേച്ചർ T1 എന്ന് എടുത്തു. ഓക്കെ, ഇതൊന്ന് ചേഞ്ച് ചെയ്ത് P2 V2 T2 ആയെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്. ഇത് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെർമോഡൈനാമിക് വേരിയബിൾസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ്. നമ്മളൊരു പ്രോസസ്സ് നടന്നു എന്ന് പറയുന്നത് എന്താണ്? ഈ വേരിയബിൾസിന് ചേഞ്ച് ഉണ്ടാവണം. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരാം, സാറേ ഈ 3 വേരിയബിളും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇല്ല മക്കളെ, ഒന്നുകിൽ പ്രഷർ മാത്രം ചേഞ്ച് ചെയ്യുക, അപ്പോഴും ഒരു പ്രോസസ്സ് നടന്നു. അല്ലെങ്കിൽ വോളിയം മാത്രം ചേഞ്ച് ചെയ്യാൽ അപ്പോഴും ഒരു പ്രോസസ്സ് നടന്നു. അല്ലെങ്കിലോ ടെമ്പറേച്ചർ മാത്രം ചേഞ്ച് ചെയ്യുക, അപ്പോഴും എന്ത് നടന്നു? പ്രോസസ്സ് നടന്നു. ഇനി 3ഉം ചേഞ്ച് ചെയ്താലും അവിടെ എന്ത് നടന്നു എന്ന് പറയാം? നമുക്കൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു എന്ന് പറയാം. മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. വളരെ സ്മോൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു പ്രഷർ P1 മാറി എന്തായി? P2 ആയി. അപ്പോൾ ഈ ചേഞ്ച് നടന്നത് P1-ൽ നിന്നും P2-ലോട്ട് ആ പ്രഷർ മാറിയത് പ്രഷർ മാറിയത് വളരെ ചെറിയ സമയം, അല്ലെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുത്തു. കാരണം ഈ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ 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 പതുക്കെയാണ്. മനസ്സിലായോ? ഓക്കെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ V1 V2 ആയിട്ട് മാറുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ആ പ്രോസസ്സ് നടക്കുന്നത് എന്താണ്? വളരെ 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 പതുക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ വോളിയത്തിൻ്റെ ഈ ചേഞ്ച് ആയാലും പ്രഷറിൻ്റെ ചേഞ്ച് ആയാലും ഒക്കെ അതെന്താണ്? വളരെ സ്മൂത്തായിട്ട് വളരെ പതുക്കെ നടക്കുന്ന പ്രോസസ്സുകളാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള ഈ പ്രോസസ്സുകളെ നമ്മൾ പറയുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തെർമോഡൈനാമിക് വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നത് വളരെ പതുക്കെയാണ്. മനസ്സിലായോ? ഒരുപാട് സമയമെടുത്താണ് ഈ വേരിയബിൾസ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വാസി സ്റ്റാറ്റിക്. ക്വാസി മീൻസ് എന്താണ്? നിയർലി സ്റ്റാറ്റിക് ആണ്. ക്വാസി മീൻസ് നിയർലി സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് മീൻസ് പതുക്കെ.
മനസ്സിലായി? വളരെ വളരെ പതുക്കെയാണ് എന്ത് നടക്കുന്നത്, ഈ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സ് നടക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇനി there are 4 types of പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത് ക്വാസിസ്റ്റാറ്റിക്കിൽ. ഓക്കെ, ആദ്യത്തെ നമുക്ക് പറയാം ഐസോതെർമൽ പ്രോസസ്സ്. ഫസ്റ്റ് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ഐസോതെർമൽ. ഇനി രണ്ടാമത്തെ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്സ്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്സ്. ഓക്കെ, നാലാമത്തെ പ്രോസസ്സാണ് അഡയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, ഈ 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ് ആൻഡ് അഡയാബാറ്റിക് പ്രോസസ്. ഓക്കെ, നമുക്കറിയാം എന്താ മക്കളെ ഐസോതെർമൽ പ്രോസസ്. അതെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകൾ നമുക്ക് എന്ത് വിളിക്കാം? ഐസോതെർമൽ. നമ്മൾ കേട്ടിട്ടില്ലേ? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐസോതെർമൽ പ്രോസസ്. ഇനി ഐസോബാറിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐസോബാറിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും അഡയാബാറ്റിക് പ്രോസസ്സ്? അഡയാബാറ്റിക് പ്രോസസ്സിൽ നെറ്റ് ഹീറ്റ് ഫ്ലോ എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ടീഷൻ നല്ലപോലെ പഠിക്കുക. ഇങ്ങനെ 4 പ്രോസസ്സുകളാണുള്ളത്. ഓക്കെ, ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡയാബാറ്റിക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ 4 നമുക്ക് മെയിനായിട്ട് വേണ്ടത്, ഞാൻ അത് മാത്രം ഒന്ന് പറയുകയാണ്, ഐസോതെർമലും വേണം അഡയാബാറ്റിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇക്വേഷൻസ് വേണം. ഓക്കെ അല്ലേ? ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് പി വി ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ടി ആണ്. മനസ്സിലായോ? ടി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. പി വി ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ടി ആണ്. നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ടെമ്പറേച്ചർ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ പി വി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഒരു കോൺസ്റ്റന്റ് എന്ന് പറയാം. നിങ്ങൾ നോക്കിയ മക്കളെ, ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഏതിൻ്റെ കേസിൽ? ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ അല്ലേ? അപ്പോൾ പി വി സി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വിളിക്കുക? ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൂടെ? അപ്പോൾ എന്താണ് പി വി സി ഈക്വൽ ടു? കോൺസ്റ്റന്റ് ആണ്. ആരുടെ ഇക്വേഷൻ? ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കുക, അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പി വി റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, പി എന്താണ് മക്കളെ? പി പ്രഷറാണ്. വി എന്താണ് മക്കളെ? വോളിയം. അപ്പോൾ പി വി റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? പറ. പി വി റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? ഇനി ഒരു ഇക്വേഷനോട് നോട്ട് ചെയ്യുക. ടി വി റൈസ് ടു ഗാമ -1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്ത ഇക്വേഷൻ എന്താണ്? ടി വി റൈസ് ടു ഗാമ -1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത് രണ്ടും എന്തിൻ്റെ ഇക്വേഷൻസ് ആണ്? അഡയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻസ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നോക്കി വയ്ക്കുക, ഈ 4 പ്രോസസ്സസ്. ഓക്കെ, ഇനി 4 പ്രോസസ്സിലുള്ളത് ഇതിനകത്ത് മെയിനായിട്ട് ഈ 2 പ്രോസസ്സ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 2 പ്രോസസ്സിലെയും എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ വർക്കിൻ്റെ ഒരു പ്രൂഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, ഞാൻ 2 പ്രൂഫുകളുണ്ട്. വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ പ്രോസസ്സും വർക്ക് ഡൺ ബൈ ആൻ അഡയാബാറ്റിക് പ്രോസസ്സും. അപ്പോൾ ആ 2 പ്രൂഫിനും ഞാൻ ജസ്റ്റ് അങ്ങ് ചെയ്യുകയാണ്. ജസ്റ്റ് നോക്കിയിരിക്കുക, നമുക്ക് ആ ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, നമുക്കറിയാം ഫോർ ഐസോതെർമൽ പ്രോസസ് എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും മക്കളെ? പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ? ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? പി വി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ആർ ടി അല്ലേ? ആണല്ലോ. അവിടെ നമുക്ക് വി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ? പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ആർ ടി ബൈ വി എന്ന് എഴുതിക്കൂടെ? ആണല്ലോ. അല്ലെങ്കിൽ എന്തെഴുതാം? പി വി ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് അല്ലേ? ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. നമുക്ക് എന്തെന്ന് എടുക്കാം? കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവിടെ നമുക്ക് വി പി ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം? കെ ബൈ വി എന്ന് എഴുതിക്കൂടെ? ഒരു കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? ഇനി നമുക്കറിയാം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഒരു പ്രോസസ്സ് നടക്കുന്ന, ദാറ്റ് ഈസ് ഒരു പ്രഷർ P1 V1 ആയിരുന്ന കണ്ടീഷനിൽ നിന്നും അത് ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറി? P2 V2 ആയിട്ട് മാറി. ഓക്കെ, അതായത് P1 V1 ഇരുന്നൊരു കണ്ടീഷൻ ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറി? P2 V2 ആയിട്ട് മാറി. ഓക്കെ, അവിടെ നടന്ന പ്രോസസ്സ് ഉണ്ടോ? അപ്പോൾ ഇവിടെ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നില്ലേ? കാരണം നമുക്ക് പ്രഷറും ചേഞ്ച് ചെയ്തു, വോളിയവും ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഉണ്ടോ? ഞാൻ വേറെ എവിടെ നിന്നും എടുക്കുന്നില്ല. വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ, വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്നെടുക്കാം. നമുക്ക് പി ഡെൽറ്റ വി എന്നെടുക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ്? ഡെൽറ്റ ഡബ്ല്യു സി ഈക്വൽ ടു പി ഡെൽറ്റ വി എന്ന് എഴുതിയൂടെ? അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുത്തണം. ദാറ്റ് ഈസ് പി വി സി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ എന്താ പഠിച്ചത്? പി വി സി ഈക്വൽ ടു മ്യൂ ആർ ടി എന്നല്ലേ പഠിച്ചത്? എൻ ആർ ടി എന്നാണ് പഠിച്ചത് അല്ലേ? പി പ്രഷറാണ്, വി എന്ന് പറയുന്നത് എന്താ മക്കളെ? വോളിയമാണ്,
മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്പർ ഓഫ് മോൾസ്. നമ്മൾ പഠിച്ചില്ലേ കെമിസ്ട്രിയിൽ? അത് നമ്മൾ അവിടെ n യൂസ് ചെയ്തു, ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നതേ മ്യൂ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ n യൂസ് ചെയ്തു, ഇവിടെ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ മ്യൂ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? അവിടെ PV is equal to mu RT അല്ലേ? അവിടെ നമുക്ക് P is equal to എന്ന് എഴുതാം മക്കളെ, mu RT by എന്തെന്ന് എഴുതാം? V എന്ന് എഴുതാം. കണ്ടോ? അവിടെ നമുക്ക് P is equal to എന്ന് എഴുതാം? mu RT by V എന്ന് എഴുതാം. ഓക്കെ അല്ലേ? തിയറി ഉൾപ്പെടെ പഠിച്ചു പോവുക. അപ്പോൾ വർക്ക് ഡൺ എഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടി? ഡെൽറ്റ ഡബ്ല്യു സി ഈക്വൽ ടു പി ഡി ബി. ഞാൻ ഇതിനെ ഡിയിലോട്ട് മാറ്റുകയാണ്. ദാറ്റ് ഈസ് DW സി ഈക്വൽ ടു പി ഡി ബി എന്ന് എഴുതിക്കൂടെ? ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്മോൾ വർക്ക് ഡൺ നമുക്ക് കിട്ടിയില്ലേ? ആണല്ലോ. നിങ്ങൾ ആ ടെക്സ്റ്റ് തുറന്ന് വളരെ രീതിയിൽ ഈ ഒരു പ്രൂഫിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? DW സി ഈക്വൽ ടു എന്ത് വരും? PdV എന്ന് വരത്തില്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടോട്ടൽ വർക്ക് അല്ലേ? ടോട്ടൽ വർക്കിന് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്നോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഒന്ന് പറഞ്ഞേ മക്കളെ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ DW is equal to എന്ത് വരും? ഇൻ്റഗ്രൽ PdV എന്ന് വരും. കേട്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇതേ ഇക്വേഷൻ, നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തില്ല? DW is equal to PdV. ഇതേ ഇക്വേഷൻ വെച്ച് തന്നെയാണ് നമ്മൾ അടുത്ത അഡയാബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? വർക്ക് കണ്ടുപിടിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഇതേ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ നമ്മൾ അടുത്ത അഡയാബാറ്റിക് പ്രോസസ്സിൽ എന്ത് കണ്ടുപിടിക്കുന്നത്? വർക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ DW is equal to നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ PdV. ഓക്കെ. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് W is equal to ഇൻ്റഗ്രൽ, നോക്കൂ മക്കളെ, PdV അല്ലേ? പിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് mu RT by V ഇൻറ്റു എന്ത് കൊടുക്കാം? നമുക്ക് DV കൊടുക്കാം. ആണേ, ഇൻ്റഗ്രൽസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്ന കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? വിത്ത് റെസ്പെക്ട് ടു വിയിലല്ലേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആരുടെ ലിമിറ്റ് കൊടുക്കണം? വിയുടെ ലിമിറ്റ് കൊടുക്കണ്ടേ? നിങ്ങൾ നോക്കി, വി എന്ന് പറഞ്ഞാൽ വോളിയം അല്ലേ മക്കളെ? നമുക്ക് വോളിയം എവിടെ നിന്ന് എങ്ങോട്ടാണ് ചേഞ്ച് ആവുന്നത്? V1 നിന്നും V2 ഓക്കെ. അപ്പോൾ വോളിയം ചേഞ്ചസ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാണ്? V1 to V2. കേട്ടോ? കാരണം എന്തുകൊണ്ടാണ് V1 to V2 നമ്മൾ എഴുതാൻ റീസൺ? അതായത് വിത്ത് റെസ്പെക്ട് ടു വിയിലാണ് നമ്മൾ. ഇപ്പോൾ എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ലിമിറ്റ് ആരുടേതാണ് ചേഞ്ച് കൊടുക്കേണ്ടത്? എക്സിൻ്റെ അല്ലേ? അപ്പോൾ നമുക്ക് ലോവർ ലിമിറ്റ് V1 വന്നു, അപ്പർ ലിമിറ്റ് V2 വന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വിത്ത് യുവർ പെർമിഷൻ, ഇതിൽ നമുക്ക് എന്താണ്? ഇൻ്റഗ്രൽ പ്രോസസ്സ് അല്ലേ? ഇൻ്റഗ്രേഷൻ നമ്മൾ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പുറത്തേക്ക് തള്ളുക. ഓക്കെ, ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? മ്യൂ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? R കോൺസ്റ്റൻ്റ് ആണ്, T കോൺസ്റ്റൻ്റ് ആണ്. വൈ T കോൺസ്റ്റൻറ്റ്? എന്തുകൊണ്ടാണ് T കോൺസ്റ്റൻ്റ് ആയത്? ഇതെന്ത് പ്രോസസ്സാണ് മക്കളെ? ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ എന്ത് വരും? mu RT ഇൻറ്റു എന്തെന്ന് വരും? ഇൻ്റഗ്രൽ V1 to V2 എന്ത് വരും? 1/V എന്തെന്ന് വരും? DV എന്ന് വരും. കേട്ടോ? mu RT ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2 1/V DV എന്ന് വരും. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് mu RT ഉണ്ട് എന്താണ്? 1/V DV. പറ മക്കളെ, ലോഗ് V ആണ്. ലോഗ് V ടു ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? V1 to V2. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നല്ലോ? നോക്ക്, ലോഗ് V 1/x dx എന്താണ്? ഇൻ്റഗ്രൽ 1/x dx. എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടേക്കാം. ഇൻ്റഗ്രൽ 1/x dx എന്താണ്? ലോഗ് x ആണ് അല്ലേ? 1/x dx. അതുപോലെ 1/V dV ലോഗ് V. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ലിമിറ്റ് കിട്ടി, ഇൻ്റഗ്രേഷൻ ചെയ്തു. ഇനി എന്താണ്? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യത്തില്ലേ? എങ്ങനെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് mu RT ഇൻറ്റു അപ്പർ ലിമിറ്റ് അല്ലേ ആദ്യം കൊടുക്കുക? ആദ്യം വിക്ക് എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് എന്ത് കൊടുക്കുക? ലോവർ ലിമിറ്റ് കൊടുക്കുക അല്ലേ? വളരെ സിമ്പിൾ സ്റ്റെപ്പ്. അപ്പോൾ എന്ത് വരും മക്കളെ? ഒന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ലോഗ് V2 മൈനസ് എന്ത് വരും? ലോഗ് V1 എന്ന് വരും അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലെ? ലിമിറ്റ് അപ്ലൈ ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇനി നോക്കും മക്കളെ, ഇത് എന്ത് ഫോമിൽ കിടക്കുക? നമുക്കറിയാം ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് x/y ആണ്. കേട്ടോ? ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ലോഗ് x/y ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് mu RT ഇൻറ്റു ലോഗ് എന്തെന്ന് വരും? V2/V1. അതാണ് വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ പ്രോസസ്. നമുക്ക് ഈ ഇക്വേഷൻ മാത്രം മതി. ഈ പ്രൂഫ് കൂടെ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനാണ് ഒരു 5 മിനിറ്റ് എടുത്ത് ഞാനിത് പറഞ്ഞത്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് എന്ത് വരും? mu RT ഇൻറ്റു ലോഗ് V2/V1. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇതേപോലെ നമ്മൾ അഡയാബാറ്റിക്കും കൂടെ ഒന്ന് പറയും. ഓക്കെ, വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ പ്രോസസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ അടുത്ത വരുന്നതാണ് വർക്ക് ഡൺ ബൈ അഡയാബാറ്റിക് പ്രോസസ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? നമുക്ക് DW is equal to സ്മോൾ വർക്ക് ഡൺ is equal to നമുക്ക് എന്ത് കിട്ടി? PdV. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ? വർക്ക് ഡൺ അഗൻസ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, നമുക്കറിയാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ വർക്ക് ഡൺ ബൈ ഒരു അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? പറ. ദാറ്റ് ഈസ് PV റൈസ് ടു ഗാമ is equal to a constant. ഇതല്ലേ നമ്മുടെ വർക്ക് ഡൺ ബൈ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്? അഡയാബാറ്റിക് പ്രോസസ്. ഞാൻ പറഞ്ഞില്ലേ, ഗാമ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. P പ്രഷറാണ്, V വോളിയമാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കും മക്കളെ, PV റൈസ് ടു ഗാമ is equal to ആ കോൺസ്റ്റന്റിന് പകരം ഞാൻ K എന്നെടുത്തു.
ഓക്കെ അല്ല? ഓക്കെ, ഇവിടെ നമുക്ക് പി ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. നമുക്ക് കെ ബൈ വി റൈസ് ടു ഗാമ എന്ന് എഴുതിക്കൂടെ? ഇക്വേഷൻ നമ്പർ 1 അതവിടെ കിടക്കട്ടെ. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഡി ഡബ്ല്യു സി ഈക്വൽ ടു പി ഡി വി എന്നല്ലേ? അപ്പം നമുക്കറിയാം ദാറ്റ് ഈസ് ഡി ഡബ്ല്യു സി ഈക്വൽ ടു പി ഡി വി ആണ് എന്നല്ലോ. ഇനി നമുക്ക് എന്താ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ? നമുക്കിതിന് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പം നോക്ക് മക്കളെ, ഓൺ ഇൻ്റഗ്രേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇവിടെ എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്നല്ലേ? നേരത്തെ ഐസോതെർമൽ പ്രോസസ്സിൽ എങ്ങനെയായിരുന്നു ചേഞ്ച്? P1 V1ൽ നിന്നും P2 V2ലോട്ടല്ലേ? അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് P1 V1 T1ൽ നിന്നും ചേഞ്ച് ചെയ്ത് P2 V2 T2ലോട്ട് മാറും അല്ലേ? അപ്പോൾ ആ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് P1 V1 T1ൽ നിന്നും എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? P2 V2 T2ലേക്കാണ് ചേഞ്ച് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സാണ് അല്ലേ? സോറി, എന്ത് പ്രോസസ്സാണ്? അഡയാബാറ്റിക് പ്രോസസ്സാണ്. നെറ്റ് ഹീറ്റ് ഫ്ലോ 0 ആണ്. ഓക്കെ അല്ലേ മക്കൾ? അപ്പോൾ പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? കെ ബൈ വി റൈസ് ടു ഗാമ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത്രയും സ്റ്റെപ്സും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? പറ, ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു സി ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ പി ഡി വി എന്ന് വരും. ഓക്കെ, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ദാറ്റ് ഈസ് ഡബ്ല്യു സി ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? കെ ബൈ വി റൈസ് ടു ഗാമ ഡി വി എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? പിക്ക് പകരം നമ്മൾ എന്തെടുത്തു? കെ ബൈ വി റൈസ് ടു ഗാമ ഡി വി. ഓക്കെ അല്ലേ? ഇനി നോക്കാം, കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാമല്ലോ നമുക്ക്. ദാറ്റ് ഈസ് ഡബ്ല്യു സി ഈക്വൽ ടു കെ ഇൻറ്റു എന്ന് വരും ഈ 1 ബൈ വി റൈസ് ടു ഗാമ അല്ലേ? ഈ വി റൈസ് ടു ഗാമ എങ്ങനെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും മക്കളെ? ഇൻ്റഗ്രൽ വി റൈസ് ടു മൈനസ് ഗാമ ഡി വി എന്നായി അല്ലേ? ആണല്ലോ. അതായത് ഡിനോമിനേറ്ററിലെ വി റൈസ് ടു ഗാമ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോയപ്പോൾ എന്തായി? വി റൈസ് ടു മൈനസ് ഗാമ ഡി വി ആയി. മക്കളെ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്ക് ലിമിറ്റ് ഇവിടെ എങ്ങനെ കൊടുക്കും നമ്മൾ? നോക്ക് ഇവിടെ ചേഞ്ച് എന്തിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സോറി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? വിത്ത് റെസ്പെക്ട് ടു വി അല്ലേ? അപ്പോൾ എന്ത് വരും? ചേഞ്ച് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? V1ൽ നിന്നും V2ലോട്ട്. ഓക്കെ അല്ലേ? സോ ഇൻ്റഗ്രേഷൻ ഫ്രം V1 ടു V2 നേരത്തെ പോലെ തന്നെ കണ്ടോ? നേരത്തെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നമ്മൾ ഇത് എടുത്തു അല്ലേ? പിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, അങ്ങ് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. ഇനി എന്താണ് ഒരു അഡയാബാറ്റിക് പ്രോസസ്സിലെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്? പി വി റൈസ് ടു ഗാമ. ഓക്കെ അല്ലേ മക്കളെ? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കെ ഇൻറ്റു നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പറ, എക്സ് റൈസ് ടു n+1 ബൈ n+1. ഇതല്ലേ മക്കളെ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n+1 ബൈ n+1 ആണ്. ഓക്കെ, ഇക്വേഷനിലോട് നോക്കുക. ദാറ്റ് ഈസ് കെ ഇൻറ്റു ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാൽ മക്കളെ വി റൈസ് ടു മൈനസ് ഗാമ. ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വി റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? മൈനസ് ഗാമ പ്ലസ് 1 ടു ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരാം? V1 തൊട്ടാ V2 വരെ. സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ദാറ്റ് ഈസ് കെ ബൈ ഈ മൈനസ് ഗാമ പ്ലസ് 1നെ ഞാൻ 1 മൈനസ് ഗാമ എന്ന് എഴുതി. മൈനസ് ഗാമ പ്ലസ് 1 ഞാൻ എന്ത് എഴുതി? 1 മൈനസ് ഗാമ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ദാറ്റ് ഈസ് വി റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ടു ദ ലിമിറ്റ് V1 ടു V2 അല്ലേ? അപ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു സംശയം വരാം, എന്തുകൊണ്ട് ഈ ഗാമ താഴത്തെ 1 മൈനസ് ഗാമ ഞാൻ പുറത്തോട്ട് എടുത്തു? കാരണം ഗാമ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? 1ഉം ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പം മക്കളെ നോക്കൂ, കെ വൈ 1 മൈനസ് ഗാമ എന്ന് പറയുന്നത് വി റൈസ് ടു മൈനസ് ഗാമ വി റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ടു ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? V1 തൊട്ട് V2 വരെ. ഓക്കെ അല്ലേ? ഇനി നോക്ക് മക്കളെ, ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് കെ ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു ആദ്യം നമ്മൾ വിക്ക് പകരം എന്ത് അപ്ലൈ ചെയ്യുകയാണ്? അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. രണ്ടാമത് വിക്ക് പകരം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാണ്? ലോവർ ലിമിറ്റ്. ഓക്കെ, എപ്പോഴും ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് V2 റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് എന്ത് വരും? V1 റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ഓക്കെ അല്ലേ? V2 റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് എന്ത് വരും? V1 റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് കെ ഇൻറ്റു ഓക്കെ ഇതിനെ അങ്ങ് ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയി ഇത് മൊത്തത്തിൽ അങ്ങ് ഡിനോമിനേറ്ററിലോട്ട് പോകും. അപ്പോൾ എന്ത് വരും പറഞ്ഞോ? ദാറ്റ് ഈസ് 1 ബൈ നോക്കാം ഈ വി റൈസ് ടു ഗാമ പ്ലസ് 1നെ ഞാൻ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും പറ? ദാറ്റ് ഈസ് വി റൈസ് ടു ഗാമ മൈനസ് 1 തരും, അല്ലെങ്കിൽ V2 റൈസ് ടു ഗാമ മൈനസ് 1 തരും. ഓക്കെ അല്ലേ? നോക്കുക, അതായത് ന്യൂമറേറ്ററിലുള്ളൊരു സാധനത്തിന് നമ്മൾ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ പവർ ഓപ്പോസിറ്റ് ആവത്തില്ലേ? അപ്പോൾ എന്ത് വരും? വി റൈസ് ടു ഗാമ മൈനസ് 1.
ഓക്കെ അല്ലേ? ഇനി മൈനസ് ഇവിടെ എന്താ കിടക്കുന്നത്? ഒരു V1 റൈസ് ടു മൈനസ് ഗാമ പ്ലസ് 1 അല്ലേ? ഇതിന് ഡിനോമിനേറ്ററിലോട്ട് പോകുമ്പോൾ എന്താ 1/V1 റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് K ഇൻറ്റു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം പി വി റൈസ് ടു ഗാമ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, പി വി റൈസ് ടു ഗാമ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് P1 V1 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാമല്ലോ. നമുക്ക് എഴുതിക്കൂടെ? പി വി റൈസ് ടു ഗാമ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് P1 V1 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു, നിങ്ങൾ ആ ടെക്സ്റ്റ് എടുത്ത് നല്ല രീതിയിലൊന്ന് നോക്കുക. ഓക്കെ, P1 V1 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുക, ഇവിടെ ക്വസ്റ്റിലോട്ട് K അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം അകത്തോട്ട്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് K ബൈ എന്ത് വരും? V2 റൈസ് ടു ഗാമ മൈനസ് 1 മൈനസ് എന്ത് വരും? K ബൈ V1 റൈസ് ടു ഗാമ മൈനസ് 1. ഓക്കെ, പുറത്ത് എന്ത് കിടപ്പുണ്ട്? ഒരു 1/1 മൈനസ് ഗാമ കിടപ്പുണ്ട്, ഒരു 1/1 മൈനസ് ഗാമ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ഇങ്ങനെ വരത്തില്ലേ? ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് 1/1 മൈനസ് ഗാമ ഇൻറ്റു കേക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? P2 V2 റൈസ് ടു ഗാമ കൊടുത്തു. കുഴപ്പമുണ്ടോ? നമുക്ക് എന്തും കൊടുക്കാം. P2 V2 റൈസ് ടു ഗാമ കൊടുക്കാം, അല്ലെങ്കിൽ P1 V1 റൈസ് ടു ഗാമ കൊടുക്കാം. ഞാൻ എന്ത് കൊടുത്തു? P2 V2 റൈസ് ടു ഗാമ കൊടുത്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുണ്ട് ഇവിടെ? V2 റൈസ് ടു ഗാമ മൈനസ് 1 ഉണ്ട്. നമുക്ക് ഈ V2 റൈസ് ടു ഗാമ മൈനസ് 1നെ നമുക്ക് V2 റൈസ് ടു ഗാമ ഇൻറ്റു V2 റൈസ് ടു മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? ഓക്കെ ആണ്. V2 റൈസ് ടു ഗാമ മൈനസ് 1നെ A റൈസ് ടു എം ഇൻറ്റു A റൈസ് ടു N ആണ്, A റൈസ് ടു എം പ്ലസ് N അല്ലേ? അപ്പോൾ V2 റൈസ് ടു ഗാമ ഇൻറ്റു V2 റൈസ് ടു മൈനസ് 1 നമുക്ക് എന്ത് എഴുതാം? V2 റൈസ് ടു ഗാമ മൈനസ് 1 മൈനസ് എന്ത് വരും? ദാറ്റ് ഈസ് P1 V1 റൈസ് ടു ഗാമ ഇതിനെ നമുക്ക് V1 റൈസ് ടു ഗാമ മൈനസ് 1നെ നമുക്ക് V1 റൈസ് ടു ഗാമ ഇൻറ്റു എന്ത് വരും? V1 റൈസ് ടു മൈനസ് 1 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ V2 റൈസ് ടു മൈനസ് 1 അങ്ങ് മേളിൽ പോയി. ദാറ്റ് ഈസ് എന്ത് വരും? 1/1 മൈനസ് ഗാമ ഇൻറ്റു എന്ത് വരും? P2 V2 മൈനസ് എന്ത് വരും? ഇവിടെ V1 ഗാമ പോയി. ദാറ്റ് ഈസ് എന്ത് വരും? P1 V1 എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്നല്ലോ? അപ്പോൾ നോക്കുക, V1 റൈസ് ടു മൈനസ് 1 അങ്ങ് മേളിൽ പോയി. അപ്പോൾ എന്തായി? V1 ആയി. ഓക്കെ, ഇനി നമ്മൾ ഒരു മൈനസ് കോമൺ എടുക്കുകയാണ്. ഓക്കെ, താഴെ നിന്നൊരു മൈനസ് കോമൺ എടുത്ത് ഈ 1 മൈനസ് ഗാമയിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഗാമ മൈനസ് 1 കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കുക. സ്റ്റെപ്പിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് റിപ്പീറ്റ് അടിച്ചാൽ മതി. ഓക്കെ, അതായത് ഈ 1 മൈനസ് ഗാമയിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്തു. അപ്പോൾ ബാലൻസ് ഇനി ഞാൻ ഈ P2 V2 മൈനസ് നിന്ന് ഒരു മൈനസ് പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും? തിരിഞ്ഞ് P1 V1 മൈനസ് P2 V2 എന്നാവത്തില്ലേ? ഓക്കെ ആണേ, ഈ രണ്ട് മൈനസും ക്യാൻസലായി. അപ്പോൾ എന്ത് വരും? 1/ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു? P1 V1 മൈനസ് P2 V2 എന്നായി. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ആ P1 V1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി വി ഇസ് ഈക്വൽ ടു എന്തെന്ന് പഠിച്ചു? നമ്മൾ മ്യൂ ആർ ടി എന്ന് പഠിച്ചു. നമ്മൾ പഠിച്ചെന്താണ്? പി വി ഇസ് ഈക്വൽ ടു എന്തെന്ന് പഠിച്ചായിരുന്നു? മ്യൂ ആർ ടി എന്ന് പഠിച്ചു. അവിടെ നമുക്ക് P1 V1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? മ്യൂ ആർ T1 എന്ന് എഴുതിക്കൂടെ? ആണ്. കാരണം നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് ആ P1 V1 T1ൽ നിന്നും നമ്മൾ എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? P2 V2 T2യിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. ആണല്ലോ മക്കളെ? അപ്പോൾ P1 V1 ഇസ് ഈക്വൽ ടു മ്യൂ ആർ T2 T1 എന്ന് എഴുതാം. അതുപോലെ P2 V2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മ്യൂ ആർ ഇൻറ്റു T2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സോ ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വർക്ക് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നോക്കാം? 1/ഗാമ മൈനസ് 1 ഇൻറ്റു മ്യൂ ആർ T1 മൈനസ് എന്ത് വരും? മ്യൂ ആർ T2 എന്ന് വരും. ഓക്കെ അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? രണ്ടിൽ നിന്ന് മ്യൂ ആർ പുറത്തെടുത്താൽ ആ മ്യൂ ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? T1 മൈനസ് T2. ഓക്കെ അല്ലേ? സോ ഇതാണ് വർക്ക്. ഓക്കെ, നിങ്ങൾ ആ ഫോമുല പഠിച്ചാൽ ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞത് കുറച്ചൊരു 5 മിനിറ്റ് എടുത്ത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഓർമ്മയിലിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ വർക്ക് ഡൺ ബൈ ആൻ അഡയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് എത്രയാണ്? മ്യൂ ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. മക്കളെ നോക്കൂ, ഇതാണ് ഹീറ്റ് എഞ്ചിൻ. എന്താണിത്? ഹീറ്റ് എഞ്ചിൻ. നിങ്ങൾക്ക് ഇത് ഓർമ്മ കാണും, കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സാമിനൊക്കെ റൗണ്ട് ചെയ്ത് പഠിച്ചൊരു സാധനമാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയുകയാണ്. ഒരു ഹീറ്റ് എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, നോട്ട് ചെയ്തോ മക്കളെ, ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാനാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് നോക്കിയ മക്കളെ, അതായത് ഇവിടെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ ഒരു ഹോട്ട് റിസർവോയർ, സോ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സോഴ്സ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഒരു കോൾഡ് റിസർവോയർ, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സിങ്ക് എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു സിങ്ക് ഉണ്ടാവും, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് വർക്കിംഗ് എന്ന് പറയുന്നത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്, ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താ ചെയ്യുന്നത്? ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് എവിടെ തള്ളിക്കൊടുക്കും? കോൾഡ് റിസർവോയർ തള്ളിക്കൊടുക്കും. ബാലൻസ് എന്ത് ചെയ്യണേ? വർക്ക് ചെയ്യും. നമ്മൾ പഠിച്ചതല്ലേ? അതായത് എവിടുന്ന് ഹീറ്റ് എടുത്തിട്ടാണ്? ഇവിടുന്ന് ഹീറ്റ് എടുത്തിട്ട്, അതായത് നോക്കടാ, ദാറ്റ് ഈസ് Q1. ഇതാണ് ഇൻപുട്ട് ഹീറ്റ്. ഇത് നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് ഹീറ്റ്. ആ ഹീറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? കുറച്ച് എവിടെ തള്ളും? നമ്മൾ Q2-ൽ കൊടുക്കും. ബാക്കി എന്ത് ചെയ്യാൻ ഉപയോഗിക്കും? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കും. ആണല്ലോ. ഇത് നോക്കിയുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പോലെ അല്ലേ? നോക്കിയേ, അതായത് ഹീറ്റ് ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് കുറച്ച് എവിടെ കൊടുക്കും? കോൾഡ് റിസർവോയറിൽ കൊടുക്കും. ബാക്കി എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? Q1 - Q2 എന്ന് എഴുതിക്കൂടെ? എന്താണ് Q1 എന്ന് പറയുന്നത്? ഈ ഹോട്ട് റിസർവോയറിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ്. എന്താണ് കോൾഡ് റിസർവോയറിൽ നിന്ന് എടുക്കുന്ന എത്രയാണ്? Q2. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? അപ്പോൾ ഇതാണ് എന്ത് പ്രോസസ്സ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, ഇവിടുന്ന് നമ്മൾ എടുക്കുന്ന ഹീറ്റ് എനർജി അല്ലേ? ആണല്ലോ. എന്നിട്ട് നമ്മൾ അത് എന്തിന് ഉപയോഗിക്കുന്നുണ്ട്? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ? കൺവേർട്ട് ചെയ്യാൻ. അതിനകത്ത് കുറച്ച് ലോസ് ഉണ്ടാവുന്നതാണ്. ഈ Q2 കോൾഡ് റിസർവോയറിൽ തള്ളുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ? ഇപ്പം നമ്മളൊരു എഞ്ചിൻ ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ ആ എഞ്ചിൻ ഒരിക്കലും 100% എഫിഷ്യൻസിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ലോസ് അവിടെ ഉണ്ടാവും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടുന്ന് ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എടുത്തു. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കുറേയൊക്കെ എങ്ങോട്ട് പോകും? കോൾഡ് റിസർവോയറിലോട്ട് പോകും. അതെത്രയാണ്? നമ്മൾ Q2 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഴുതാം Q1 - Q2. ഇതാണ് നോക്കപ്പോൾ ഹീറ്റ് എനർജിയെ എന്തായിട്ട് മാറുന്നത്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മെക്കാനിക്കൽ വർക്ക് അല്ലേ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മെക്കാനിക്കൽ വർക്ക് അല്ലേ? അപ്പോൾ നോക്കുക, ഹീറ്റ് എനർജിയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കും മക്കളെ, ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഈറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യും. എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? ഈറ്റ. ഓക്കെ, അപ്പോൾ ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ടു ഇൻപുട്ട് ഹീറ്റിന്റെ റേഷ്യോ ആണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഈറ്റ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ടു ഇൻപുട്ട് ഹീറ്റ്. വർക്ക് ഡൺ എത്രയാണ് മക്കളെ? W ആണ് വർക്ക് ബൈ ഇൻപുട്ട് ഹീറ്റ് എത്ര? Q1 അല്ലേ? എന്താ ഇൻപുട്ട് ഹീറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഹീറ്റ് എടുക്കുന്ന എവിടുന്ന? ഹോട്ട് റിസർവോയറിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന്. ആ എടുക്കുന്ന ഹീറ്റ് നമ്മൾ Q1 എന്ന് എടുത്താൽ എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? വർക്ക് ഡൺ ബൈ ഇൻപുട്ട് ഹീറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയും. ഇനി നോക്കുക മക്കളെ, വർക്കിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയിലേക്കാണ് നമ്മൾ വരുന്നത്. വർക്കിന് പകരം Q1 - Q2 കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് Q1 - Q2 ബൈ എന്ത് വരും? Q1 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ടേബിളിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണ്ടേ? സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞേ. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് Q1 ബൈ Q1 മൈനസ് എന്ത് വരും? Q2 ബൈ Q1. ആ രണ്ട് ടേബിളിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. വാട്ട് ഈസ് Q1 ബൈ Q1? ദാറ്റ് ഈസ് 1 മൈനസ് എന്നത് വരും മക്കളെ Q2 ബൈ Q1 എന്ന് വരും. ദാറ്റ് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു എന്തോന്നു? ദാറ്റ് ഈസ് 1 മൈനസ് എന്നത് വരും Q2 ബൈ Q1 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഇതാണ് എഫിഷ്യൻസിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ആണ് 1 മൈനസ് Q2 ബൈ Q1. ഇനി നമ്മൾ വേറൊരു കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു എഞ്ചിൻ പഠിക്കും. ഓക്കെ, അവിടെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? വേറൊരു ഇക്വേഷനും എഫിഷ്യൻസിക്ക് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എനർജിയെ എന്തായിട്ട് മാറ്റുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ ആണേ? അപ്പോൾ മക്കളെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളിത് കുറിച്ചെടുത്തു എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ എന്തിലോട്ട് കയറ്റുവാണ്? ഞാൻ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ ഞാൻ റെഫ്രിജറേറ്റർ പഠിപ്പിക്കാം. എന്ത് പഠിക്കാൻ പോവാ? റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ്. അതായത് ഈ ഒരു ഡയഗ്രത്തിന് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. എന്താവും? ഹീറ്റ് പമ്പ്. അതായത് നോക്കുക, വേറെ ഒന്നുമല്ല, ഈ ആരോ ഒന്ന് തിരിച്ചു കൊടുക്കുക. കണ്ടോ? ഈ ആരോ ഒന്ന് തിരിച്ചു കൊടുക്കുക. കണ്ടോ? അതായത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയെ എന്താക്കി മാറ്റാണ്? മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹീറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നത് അല്ലേ? അതുപോലെ ഹീറ്റ് എഞ്ചിൻ്റെ ഇക്വേഷൻ, എഫിഷ്യൻസി ഇക്വേഷൻ നമ്മൾ പഠിച്ചെന്താണ്? ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. അപ്പോൾ ഇനി അടുത്ത് എന്താണ്? നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കത്തില്ല. എന്തിനാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്? ഒരു പർട്ടിക്കുലർ സ്പേസ് അല്ലേ? ചെറിയൊരു ബോക്സ് പോലെ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനെ നമ്മൾ എന്താ ചെയ്യാറ്? കൂടുതൽ കൂൾ ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ആണല്ലോ. അപ്പോൾ എവിടെ പ്രോസസ്സ് എന്താ നടക്കുന്നത്? ആ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? ഹീറ്റ് എടുത്ത് ആ ഒരു സ്പേസിനെ കൂൾ ചെയ്യിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഇവിടെ അതിനെ നമുക്ക് കോൾഡ് റിസർവോയറായിട്ട് എടുത്തൂടെ? അപ്പോൾ എവിടുന്ന നമ്മൾ ഹീറ്റ് എടുക്കുന്നത്? കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റൊക്കെ എടുക്കുമ്പോൾ ആ കോൾഡ് റിസർവോയർ എന്താവും? കൂടുതൽ കൂളാവത്തില്ലേ? അപ്പോൾ നോക്കിയേ, ഹീറ്റ് എഞ്ചിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് അല്ലേ എന്തെന്ന് പറയുന്നത്? റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഹീറ്റ് എഞ്ചിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഫ്രിജറേറ്റർ. ഓക്കെ അല്ലേ? നിങ്ങൾ പഠിക്കുന്നതല്ലേ? അപ്പോൾ എന്താണ്? കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അല്ലേ? കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഇനി അവിടെ അങ്ങനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു
രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. ഒരു ടെമ്പറേച്ചർ കൂടിയ സ്ഥലവും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലവും. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകവും പുറവും കൂടെ നോക്കാം. ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്താണ് ടെമ്പറേച്ചർ കുറവും, ഫ്രിഡ്ജിൻ്റെ പുറത്ത് ടെമ്പറേച്ചർ കൂടുതലുമാണ് ആണല്ലോ. അപ്പം നോർമലി ടെമ്പറേച്ചർ കൂടിയൊരു സ്ഥലവും ടെമ്പറേച്ചർ കുറഞ്ഞൊരു സ്ഥലവും കൂടി ഇരിക്കുമ്പോൾ നോർമലി എനർജി ഫ്ലോ എങ്ങോട്ടായിരിക്കും? ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തുനിന്നും കുറഞ്ഞ സ്ഥലത്തോട്ടായിരിക്കത്തില്ലേ? അതിനെയല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹീറ്റ് എന്ന് വിളിക്കുക ആണല്ലോ. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ 2 കൈകൾ ഓക്കെ, ഒരു ടെമ്പറേച്ചർ കൂടുതലും ഒന്നിടത്ത് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ എപ്പോഴും എനർജി ഫ്ലോ എവിടെ നിന്ന് നടക്കുന്നത്? ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും എനർജി ഫ്ലോ നടക്കുന്നത് ആണല്ലോ. പക്ഷേ ഇവിടെ നടക്കുന്നത് എങ്ങനെ? നേരെ ഓപ്പോസിറ്റ് അല്ലേ. എന്താണ്? ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടിയ സ്ഥലത്തോട്ട് നടക്കണം അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് നടക്കാൻ ഒരു പ്രശ്നവുമില്ല അല്ലേ, നോർമലി നടന്നോളൂ അല്ലേ ആണല്ലോ. പക്ഷേ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടിയ സ്ഥലത്തേക്ക് നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നോർമലി നടക്കുമോ? ഇല്ല. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ W എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ വർക്കാണ്. നേരത്തെ കണ്ടായിരുന്നോ? നേരത്തെ ആരോ മേളിലോട്ടല്ലായിരുന്നോ? ഇപ്പോൾ ആരോ താഴോട്ടുണ്ടോ? അപ്പോൾ ഈ കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. എന്നിട്ട് അത് എങ്ങോട്ട് ചെയ്യണം? ഹോട്ട് റിസർവോയറിലോട്ട് കൊടുക്കുക. അങ്ങനെ ഈ കോൾഡ് റിസർവോയർ നമ്മൾ കൂടുതൽ തണുപ്പിക്കുക. ഓക്കെ അല്ലേ. ഇവിടെ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫ്രിയോൺ ഗ്യാസ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഫ്രിഡ്ജിൽ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രിയോൺ ഗ്യാസ് ആണ്. ഫ്രിഡ്ജിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ. അതായത് ഒരു പോർഷൻ ഓഫ് സ്പേസിൻ്റെ ഫ്രിഡ്ജും ഹീറ്റ് പമ്പും ഓക്കെ അല്ലേ. ഫ്രിഡ്ജിൻ്റെയും ഹീറ്റ് പമ്പിൻ്റെയും ഒരേ യൂസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പോർഷൻ ഓഫ് സ്പേസ്, ഒരു സ്പേസിനെ, ഇപ്പോൾ ചെറിയൊരു സ്പേസിനെ കൂടുതൽ കുളിപ്പിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ കുളിപ്പിക്കുക. അപ്പം ഇതിന് നമുക്ക് റെഫ്രിജറേറ്ററിന് നമുക്ക് റിവേഴ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞുകൂടെ? റെഫ്രിജറേറ്ററിന് നമുക്ക് എന്തെന്ന് പറയാം മക്കളെ? റിവേഴ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഹീറ്റ് എഞ്ചിൻ എന്തായിരുന്നു? ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് ആ കോൾഡ് റിസർവോയറിൽ കുറച്ച് തള്ളും, ബാക്കി എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ എന്തായിരുന്നു റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ? എവിടെ നിന്ന് എടുക്കും? കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും അല്ലേ. എന്നിട്ട് എങ്ങോട്ട് കൊടുക്കും? ഹോട്ട് റിസർവോയറിൽ കൊടുക്കും. നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ഉപയോഗിച്ച് അത് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഫ്രിഡ്ജിൻ്റെ എഫിഷ്യൻസി നമുക്ക്, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിക്കണം. റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസി നമ്മൾ പറയുന്ന പേരാണ് കോ എഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയും. എന്താ പറയുന്നത്? കോ എഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. ഫ്രിഡ്ജിൻ്റെ എഫിഷ്യൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് കോ എഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. കോ എഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ആൽഫ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. ദാറ്റ് ഈസ് ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? Q2/W. എഫിഷ്യൻസി ഓഫ് ഫ്രിഡ്ജിന് നമ്മൾ പറയുന്നത് COP എന്ന് പറയും. എന്താണ്? കോ എഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്താണ്? ഫോർമുല എന്താണ്? Q2/W. നമ്മുടെ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്തായിരുന്നു പറ? ഇറ്റ് ഈസ് ഈക്വൽ ടു W/Q1 ആയിരുന്നു അല്ലേ. എന്തായിരുന്നു? വർക്ക് ഡൺ ടു ഇൻപുട്ട് ഹീറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് കോ എഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്താ മക്കളെ? Q2/W. Q2 എന്താ? Q2 എന്താ? നിങ്ങൾ തന്നെ നോക്കി പറയാം. എന്താ? നമ്മൾ കോൾഡ് റിസർവോയറിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾഡ് റിസർവോയർ. അങ്ങനെ പറഞ്ഞൂടെ? അതായത് Q2 എന്ന് പറഞ്ഞാൽ കോൾഡ് റിസർവോയറിൽ നമ്മൾ എടുക്കുന്ന ഹീറ്റാണ്. അപ്പോൾ എന്ത് പറയാം? നമുക്ക് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾഡ് റിസർവോയർ എന്ന് പറയാം. പറഞ്ഞുകൂടെ? ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾഡ് റിസർവോയർ എന്ന് പറയാം. ഓക്കെ. ഇനി W എന്താണ് മക്കളെ? എക്സ്റ്റേണൽ വർക്ക് അല്ലേ. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാം? കോ എഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എന്താണ്? ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ റിസർവോയർ ടു എക്സ്റ്റേണൽ വർക്ക്. അങ്ങനെ പറഞ്ഞുകൂടെ? ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ റിസർവോയർ ടു ദ എക്സ്റ്റേണൽ വർക്ക്. ഓക്കെ. അപ്പോൾ ഹീറ്റ് എഞ്ചിനും ഉണ്ട്, എന്തുകൊണ്ട്? റെഫ്രിജറേറ്ററും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു എക്സാമ്പിളാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി മക്കളെ, നമ്മൾ 0th ലോ പഠിച്ചായിരുന്നു, ഫസ്റ്റ് ലോ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. നമ്മൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും ഒന്നിനെ, കെൽവിൻ പ്ലാങ്ക്. രണ്ടാമത് നമ്മൾ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും വളരെ ഈസിയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ലോയിൽ പറയുന്നുണ്ടല്ലേ, നമുക്കറിയാം, നോർമലി നമുക്കറിയാവുന്നൊരു കാര്യം. അതായത് ഒരു സബ്സ്റ്റൻസിലും, അതായത് ഒരു സബ്സ്റ്റൻസിൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തു അല്ലേ. നമ്മൾ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ഹീറ്റ് കൊടുത്തു. ഈ ഒരു സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഞാനൊരു ഹീറ്റ് കൊടുത്തു, ΔQ എന്ന് പറഞ്ഞ ഹീറ്റ് കൊടുത്താൽ
ആ ഹീറ്റ് മൊത്തവും നമ്മൾ വർക്കായിട്ട് ഉപയോഗിക്കുകയേ ഇല്ല. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ പറയാം. അതായത് ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ആൻഡ് ടു ഡു വർക്ക് എന്നാണ് പറയുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ പറയുന്നു ഹീറ്റ് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഹീറ്റ് മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുകയോ ഇല്ല. ആ ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മീനിങ്? ഒരിക്കലും. അപ്പോൾ എങ്ങനെ പറയും നമ്മൾ ഒരിക്കലും? എന്താണ് ഒരിക്കലും? എന്താ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു ഉപയോഗിക്കത്തില്ല? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല. മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ല. വർക്ക് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല എന്നല്ല, മൊത്തത്തിൽ. അതായത് ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് നെവർ എന്താ കൺവേർട്ട് ടു എന്താണ് വർക്ക്. അതായത് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഹീറ്റ് മൊത്തത്തിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കാരണം അവിടെ എനർജി കൂട്ടണ്ടേ. ഓക്കെ അല്ലേ? അതാണ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നതാണ് കെൽവിൻ പ്ലാങ്ക്. എളുപ്പമല്ലേ? മനസ്സിലായോ? ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ല എന്ന് പറയുന്നതാണ് എന്ത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏതാണ് മക്കളെ? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒരു ടെമ്പറേച്ചർ കൂടിയ സ്ഥലവും ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലവും അല്ലേ. അങ്ങനെ ഒരു ടെമ്പറേച്ചർ കൂടിയ സ്ഥലവും കുറഞ്ഞ സ്ഥലവും കൊണ്ട് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് എന്തുണ്ടാവും? ഒരു എനർജി ഫ്ലോ ഉണ്ടാവും. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹീറ്റ് എന്ന് വിളിക്കാം. അതായത് ടെമ്പറേച്ചർ കൂടിയൊരു സ്ഥലവും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലവും നമ്മൾ അടുത്തടുത്ത് വെക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ടായിരിക്കും ഒരു എനർജി ഫ്ലോ ഉണ്ടാവും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹീറ്റ് എന്ന് വിളിക്കുന്നു. അല്ലാതെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തോട്ട് എനർജി ഫ്ലോ ഉണ്ടാവുകൂടെ? ഇല്ല. അതില്ല എന്ന് പറയുന്നതാണ് ഏതിലോ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലോട്ടോ എന്ന് നടക്കത്തോളം എനർജി ട്രാൻസ്ഫർ നടക്കും അല്ലേ. ഹോട്ട് ഒബ്ജക്റ്റീവ് ഇരിക്കുന്നു, ഒരു കോൾഡർ ഒബ്ജക്റ്റീവ് ഇരിക്കുന്നു അല്ലേ. അപ്പോൾ ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്നും കോൾഡർ ഒബ്ജക്റ്റിലോട്ടായിരിക്കും എന്ത് ഫ്ലോ നടക്കുന്നത്? എനർജി ഫ്ലോ നടക്കുന്നത്. അല്ലാതെ തിരിച്ച് കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലോട്ട് എനർജി ഫ്ലോ നടക്കുമോ? ഇല്ല. അങ്ങനെ ഇല്ല എന്ന് പറയുന്നതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ കെൽവിൻ പ്ലാങ്കും സ്റ്റേറ്റ്മെൻറ്റ് നോക്കി വയ്ക്കുക, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഹീറ്റ് മൊത്തത്തിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യില്ല. ഇനി എന്താ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? പറഞ്ഞേ. ഒരു കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹോട്ടർ ഒബ്ജക്റ്റിലോട്ട് എന്ന് നടക്കത്തില്ല ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ എനർജി ഫ്ലോ നടക്കത്തില്ല. മനസ്സിലാവും? നടക്കത്തില്ല എന്ന് പറയുന്നതാണ് കെൽവിൻ പ്ലാങ്ക് ആൻഡ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയാണ് നമ്മൾ കാർനോട്ട് എഞ്ചിൻ പഠിക്കുന്നത്. എന്ത് പഠിക്കുന്നത്? കാർനോട്ട് എഞ്ചിൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കുന്നത് രണ്ട് ടൈപ്പ് പ്രോസസ്സ് അല്ലേ. റിവേഴ്സിബിൾ പ്രോസസ്സും ഉണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഉണ്ട്. ഒരു പ്രോസസ്സ് നമ്മൾ എന്തുകൊണ്ടാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്? അതായത് ഇനിഷ്യൽ ഒരു സ്റ്റേറ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ കഴിഞ്ഞ് വന്നാലും തിരിച്ച് എന്ത് വേണം? ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം അല്ലേ. റിവേഴ്സിബിൾ നമ്മൾ പഠിക്കുന്നതല്ലേ, പഠിക്കുന്നതല്ലേ. അപ്പോൾ എന്താ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി അല്ലേ, ഒരു സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് ഏതൊക്കെ സ്റ്റേറ്റ് കഴിഞ്ഞ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ല. ഒരു സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു പ്രഷർ, ഒരു വോളിയം, ടെമ്പറേച്ചർ, അങ്ങനെയല്ലേ. തെർമോഡൈനാമിക് വേരിയബിൾസ് യൂസ് ചെയ്തല്ലേ നമ്മൾ എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റം എന്ത് ചെയ്തു? ഒരു സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പല സ്റ്റേറ്റുകൾ കഴിഞ്ഞാലും തിരിച്ചതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് വന്നാൽ എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് പ്രോസസ്സാണ്? ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. എന്താണ്? ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള മിക്ക പ്രോസസ്സും, എല്ലാ പ്രോസസ്സുകളും എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. കാരണം അത് ഇനിഷ്യലി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? തിരിച്ച് മറ്റേലോട്ട് വരുമോ? ഇല്ല. നമ്മളിങ്ങനെ സൈക്കിൾ പോലെ കറങ്ങി തിരിച്ചു വരുമോ? ഇല്ല. ആ പ്രോസസ്സ് എന്താണ്? ഐഡിയലാണ് അല്ലേ. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സൊക്കെ കൂടുതൽ നമ്മൾ എന്താ പറയുന്നത്? ഐഡിയലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഹീറ്റ് എഞ്ചിനില്ലേ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും നമ്മളോട് എടുത്തു കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിനെ നമ്മൾ എന്താ പറയാറ്? റിവേഴ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്നാണ് പറയുന്നത് അല്ലേ. ഹീറ്റ് എഞ്ചിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സ്, ഓപ്പോസിറ്റ് പ്രോസസ്സ് അല്ലേ. അപ്പോൾ ആ ഹീറ്റ് എഞ്ചിനെ നമ്മൾ റെഫ്രിജറേറ്റർ നമ്മൾ എന്താ പറയുക? റിവേഴ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയും. ഇനി ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർനോട്ട് എഞ്ചിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കാർനോട്ട് എഞ്ചിൻ.
അപ്പോൾ എന്താണ് കാർനോട്ട് എഞ്ചിൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് ഞാൻ പോകുന്നത്. ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാർനോട്ട് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കാർനോട്ട് എഞ്ചിൻ എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞ മീനിങ് എന്താ? നമുക്കറിയാം ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, ഒരു പ്രഷറിലും ഒരു പർട്ടിക്കുലർ വോളിയത്തിലും T1 ആണ് ഇരിക്കുന്നത് വെച്ചോ. ഇത് ചേഞ്ച് ചെയ്ത് വേറെ സ്റ്റേറ്റിലോട്ടൊക്കെ പോയിട്ട് തിരിച്ചെന്ത് ചെയ്യും? സൈക്ലിക്കായിട്ട് എങ്ങോട്ട് തന്നെ തിരിച്ചു വരും? ആ പഴയ സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇതെന്ത് എഞ്ചിനാണ്? ഒരു ഐഡിയൽ എഞ്ചിൻ അല്ലേ? നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സൊക്കെ പോസിബിളാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മനസ്സിലായോ? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലോസ് ഉണ്ടാവരുത്. നമ്മൾ എന്ത് പ്രോസസ്സ് നടത്തിയാലും, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബൈക്ക് വാങ്ങിച്ചു അല്ലേ? ബൈക്ക് വാങ്ങിച്ചാലും അവർ കമ്പനി ഒരു 100 മൈലേജ് ഒക്കെ പറയാമെന്ന് വെച്ചാൽ, മൈലേജ് എന്ന് വെച്ചാൽ എന്താ? ഒരു ലിറ്റർ പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടുന്നു അതിനല്ലേ നമ്മൾ മൈലേജ് എന്ന് പറയാം. അപ്പോൾ ഒരു കിലോ നമ്മൾ പറയുക 1 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടുമെന്ന് പറയാം. ഓക്കെ, 100 കിലോമീറ്റർ ഓടുന്നൊക്കെ വണ്ടി കൊണ്ടോ? അപ്പോൾ 100 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ് എപ്പോഴും 1 ലിറ്റർ അടിച്ചാൽ ഈ 100 കിലോമീറ്റർ കിട്ടണമെന്നില്ല. ഇല്ല. കാരണം നമ്മുടെ യൂസ് കൊണ്ട് അവിടെ എന്തുണ്ടാവും? അവിടുത്തെ എഞ്ചിൻ ലോസ്, എനർജി ലോസ് ഒക്കെ ഉണ്ടാവത്തില്ല, ഹീറ്റ് ലോസ് ഉണ്ടാവും അല്ലേ? നമ്മുടെ എഞ്ചിൻ ഓയിലൊക്കെ കറക്റ്റ് മാറിയില്ലെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ വണ്ടിയിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഒരു 90 കിട്ടുമായിരിക്കും, ചിലപ്പോൾ 80 കിട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ ഒരിക്കലും ഒരു എഞ്ചിനും, നമ്മുടെ ഭൂമിയിലുള്ള ഒരു എഞ്ചിനും എന്ത് പറയാൻ പറ്റില്ല? 100% എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്തൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ്. രണ്ടും ശ്രദ്ധിക്കുക. റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് റിവേഴ്സ് ഓഫ് ഹീറ്റ് എഞ്ചിനും എന്താണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനുമാണ് അല്ലേ? എന്ന് വെച്ചാൽ എന്ത് പ്രോസസ്സാണ്? റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്താണെന്നറിയാം നമുക്ക്? എന്താ? ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, ഇനി നോക്കുക, 2 കാര്യങ്ങളുണ്ട് ഇവിടെ. ഇനി ഒരു കാർനോട്ട് സൈക്കിളുണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്, അതുപോലെ ഇവിടെയും പഠിക്കുന്നുണ്ട്. കാർനോട്ട് എഞ്ചിൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനൊരു സാധനം പഠിക്കുന്നതല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ നോക്ക്, ഫസ്റ്റ് സ്റ്റേറ്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ദെൻ ഫോർത്ത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ചേഞ്ചും പറയാൻ ഞാൻ ഇക്വേഷനും വർക്കിൻ്റെ ഇക്വേഷനും ഉൾപ്പെടെ പറഞ്ഞങ്ങ് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഓരോ സ്റ്റേറ്റും ചേഞ്ചും പറയും, ഞാൻ വർക്കിൻ്റെ ഇക്വേഷൻസ് ഉൾപ്പെടെ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലി ഒരു P1 പ്രഷർ, V1 വോളിയം ആൻഡ് T1 ടെമ്പറേച്ചർ. പ്രഷർ എത്രയാ? P1 ആണ് പ്രഷർ, V1 വോളിയമാണ്, T1 ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന 2 ടെമ്പറേച്ചേഴ്സിന് ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് T1 എന്നും T2 എന്നും എടുക്കാം. ഓക്കെ, 4 പ്രോസസ്സ് ഉണ്ടാവും. ഒരു കാർനോട്ട് എഞ്ചിനകത്ത് 4 പ്രോസസ്സസ് ഉണ്ടാവും. ഞാനത് ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഒരു കാർനോട്ട് എഞ്ചിൽ ഫസ്റ്റ് ഐസോതെർമൽ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ. ഞാനങ്ങനെ എഴുതുക, എക്സ്പാൻഷൻ. 4 പ്രോസസ്സ് എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? ഐസോതെർമൽ എക്സ്പാൻഷൻ. രണ്ടാമത്തെ പ്രോസസ്സിനെ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയും. മൂന്നാമത്തെ പ്രോസസ്സിനെ ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയും. നാലാമത്തെ പ്രോസസ്സിനെ അഡയബാറ്റിക് കംപ്രഷൻ എന്ന് പറയും. ഓക്കെ, 4 പ്രോസസ്സസ് ആണുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, അതുപോലെ ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സസ് ആണ് ഇവിടെയുള്ള കാർനോട്ട് എഞ്ചിനിൽ. നിങ്ങൾ പഠിക്കുന്നതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, അതുപോലെ ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ ഈ ചേഞ്ചസ് ഉൾപ്പെടെ ഞാൻ പറയാണ്, ഇക്വേഷനിൽ വർക്ക് ഉൾപ്പെടെ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണേ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ അല്ലേ? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പ്രോസസ്സ് ഒരു ഐസോതെർമൽ ആണെങ്കിൽ അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ആ പ്രോസസ്സ് നടന്നില്ല. ഇവിടെയാണ് ഐസോതെർമൽ നടക്കുന്നത്, ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നത്. നല്ലപോലെ നോട്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ്. അപ്പോൾ എന്തായി? P1 മാറി P2 ആയി, V1 മാറി V2 ആയി, T1 റിമൈൻസ് ആയി. കണ്ടോ? അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സ് നടന്നപ്പോൾ പ്രഷറിന് ചേഞ്ച് വന്നു, P2 ആയി, വോളിയത്തിന് ചേഞ്ച് വന്നു, V2 ആയി, ബട്ട് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ അവിടുത്തെ സ്റ്റേറ്റ് ചേഞ്ച് എങ്ങനെയൊക്കെ വരുന്നത് പറ. ഒരു സ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നത്?
പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത്? ദാറ്റ് ഈസ് P1 V1 T1ൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി പഠിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ് P2 V2 T2ലേക്ക് മാറുക. എന്ത് പ്രോസസ്സിലാണ്? ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിൽ P1 V1 T1ൽ നിന്ന് P2 V2 T1ലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ വർക്ക് ഒന്ന് കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഞാൻ പോവുകയാണ്. വർക്ക് W1 is equal to നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ചു മുമ്പ് നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് വെച്ച് എന്തായിരുന്നു? ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ എന്തായിരുന്നു മക്കളെ? ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു വർക്ക് ഡൺ? μRT ഉണ്ട് ലോഗ് V2/V1 അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, ദാറ്റ് ഈസ് μR T1 ഇൻറ്റു എന്ത് വരും? ലോഗ് V2/V1. ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്തെടുക്കാം? ഇൻപുട്ട് ഹീറ്റ് Q1 എന്ന് എടുക്കാം. ഉണ്ടോ? അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ നമ്മൾ എന്തെടുത്തു? μR T1 ഇൻറ്റു ടെമ്പറേച്ചർ T1 ആണ്. കണ്ടോ? ഐസോതെർമൽ എക്സ്പാൻഷനിലെ ടെമ്പറേച്ചർ T1 ആണ്. ഇനി ഇൻറ്റു എന്ത് കൊടുത്തു? ലോഗ് V2/V1. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് Q1. അത് നമുക്ക് എന്തെടുത്തു? Q1 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? Q1 എന്താ മക്കളെ? Q1 എന്താ? ഇൻപുട്ട് ഹീറ്റ് അല്ലേ? അപ്പോൾ ഇതുവരെ അവിടെ കണക്ട് ചെയ്യുക ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഹീറ്റ് എഞ്ചിനിൽ Q1 എന്തായിരുന്നു? ഹോട്ട് റിസർവോയറിൽ നമ്മൾ എടുക്കുന്ന ഹീറ്റ് അല്ലേ? അപ്പോൾ ഇൻപുട്ട് ഹീറ്റ് അല്ലേ? ഓക്കെ ആണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ദിസ് ഇക്വേഷൻ ഈസ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ എന്തായിരിക്കും? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് ചോദിച്ചാൽ നോക്കെ എങ്ങനെ ചേഞ്ച് വരുന്നത്? അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ എന്താണ് കണ്ടീഷൻ? ഡെൽറ്റ നെറ്റ് ഹീറ്റ് ഫ്ലോ അല്ലേ 0. അപ്പോൾ നോക്കുന്ന ഗ്രാഫിൽ ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ കഴിഞ്ഞപ്പോൾ, നിങ്ങളിത് പഠിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. എക്സ്പാൻഷൻ കഴിഞ്ഞപ്പോൾ P2 മാറി എത്രയായി? P3 ആയി. V2 മാറി എത്രയായി? V3 ആയി. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് T2 ആയി. കാരണം എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തത്? എന്ത് പ്രോസസ്സ്? അഡിയാബാറ്റിക് പ്രോസസ്സ് അല്ലേ? ഐസോതെർമൽ ആയിരുന്നെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആയതുകൊണ്ട് എന്താണ്? P3 V3 T2 ആയി. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് നമുക്ക് എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞേ. ദാറ്റ് ഈസ് P2 V2 T1ൽ നിന്നും ചേഞ്ച് ചെയ്ത് എങ്ങോട്ടാണ് മാറിയത്? P3 V3 T2ലോട്ട് മാറി. ഇതല്ലേ അഡിയാബാറ്റിക് ചേഞ്ച്? ഓക്കെ അല്ലേ? ഇനി നമ്മൾ കുറച്ചും പഠിച്ചു വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞോ? μR ബൈ എന്ത് വരും? γ-1 ഇൻറ്റു -1 എന്ത് വരും? T1 - T2 എന്ന് വരും. എന്ത് വരും? μR ബൈ γ-1 ഇൻറ്റു ഗാമ എന്താണ്? കോൺസ്റ്റന്റ്. മ്യൂ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, സോ ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? അപ്പോൾ 2 വർക്കായില്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ നമ്മളെന്ത് 2 എക്സ്പാൻഷൻ പ്രോസസ്സാണ്. നിങ്ങൾ നോക്കി, 2 എക്സ്പാൻഷൻ പ്രോസസ്സസും 2 കംപ്രഷനുമാണ് അല്ലേ? അപ്പോൾ ഒരു സാധനത്തെ നമ്മൾ 2 വട്ടം എക്സ്പാൻഡ് ചെയ്തിട്ട് 2 വട്ടം കംപ്രസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? തിരിച്ച് പഴയ ഫോമിലോട്ട് വരത്തില്ലേ? അതുകൊണ്ട് ഇതൊരു എന്താണ്? ഒരു സൈക്ലിക് പ്രോസസ്സാണ്. നമ്മൾ എന്താ വിളിക്കുക? കാർനോട്ട് സൈക്കിൾ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം അടുത്ത തേർഡ് ഇക്വേഷൻ. തേർഡ് എന്താ പ്രോസസ്സ്? എന്താണ് നോക്കുക? ഐസോതെർമൽ കംപ്രഷനാണ്. ഇനി കംപ്രഷൻ ആണെങ്കിലും എക്സ്പാൻഷൻ ആണെങ്കിലും ഇവിടെ എന്ത് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി ഗ്രാഫിൽ എങ്ങനെ വരുന്നത്? ഇവിടുന്ന് ഇവിടെ വരെ. ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. നോക്കുക, കംപ്രഷൻ ഞാൻ ഷോർട്ടാക്കി എഴുതാണ്. അപ്പോൾ എന്ത് വരും? P3ക്ക് ചേഞ്ച് ഉണ്ട്, P4 ആവും. V3 ചേഞ്ച് ചെയ്ത് V4 ആവും. ടെമ്പറേച്ചർ T2 തന്നെ. കണ്ടോ? അപ്പോൾ ഇവിടെ നോക്കി T2 തന്നെ എടുത്തിട്ടോ. കാരണം എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ അല്ലേ? അപ്പോൾ നോക്കുക, ഐസോതെർമൽ കംപ്രഷനാണ്. ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ അല്ലേ? ഐസോതെർമൽ കംപ്രഷനിൽ എന്ത് കോൺസ്റ്റന്റ് ആണ്? ദാറ്റ് ഈസ് W3C. നമുക്ക് ചേഞ്ച് ചെയ്താൽ ദാറ്റ് ഈസ് P3 V3 T2വിൽ നിന്നും എന്തിലോട്ട് മാറുവാണ് മക്കളെ? P4 V4 T2ലേക്ക് മാറും. ഓക്കെ അല്ലേ? എന്ത് ചേഞ്ച് ആണ്? ഐസോതെർമൽ കംപ്രഷൻ അല്ലേ? സോ ഇക്വേഷൻ നോക്കുക, ദാറ്റ് ഈസ് W3C ഈക്വൽ ടു എന്ത് വരും? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? μR T1 ഇൻറ്റു ലോഗ് V2/V1 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക ഇക്വേഷൻ എങ്ങനെ വരും നോക്കുക? ദാറ്റ് ഈസ് μR T2, ഇവിടുത്തെ ടെമ്പറേച്ചർ T2 അല്ലേ, ഇൻ്റെ ലോഗ് V3/V4 ആണ് വരുന്നത്. എന്താ വരുന്നത്? V3/V4 വരും. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് Q2. കണ്ടോ? Q2 കിട്ടിയുണ്ടോ? Q2 എന്തായിരുന്നു? നമ്മൾ ഹീറ്റ് എഞ്ചിനിൽ Q2 എന്തായിരുന്നു? കോൾഡ് റിസർവോയറിൽ കൊടുക്കുന്ന ഹീറ്റ് അല്ലേ? അപ്പോൾ എന്ത് W3C ഈക്വൽ ടു μR T2 ഇൻറ്റു ലോഗ് V3/V4. ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ ആണേ? ഇനി ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. ഏതാണ്? ഫോർത്ത് പ്രോസസ്സ്. ഓക്കെ അല്ലേ? ഫോർത്ത് പ്രോസസ്സ് എന്താണ്? അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം എന്തായിരിക്കും അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നത്? തിരിച്ചത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മടങ്ങിപ്പോകും. അഡിയാബാറ്റിക് കംപ്രഷൻ എന്താ പറ? തിരിച്ചെന്ത് ചെയ്യും? ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് പോകല്ലേ? കണ്ടോ?
നോക്കുക, ആദ്യം ഐസോതെർമൽ കഴിഞ്ഞു, ദെൻ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ കഴിഞ്ഞു, കംപ്രഷൻ കഴിഞ്ഞു, അഡിയാബാറ്റിക് കംപ്രഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. കണ്ടോ ഏതൊക്കെ സ്റ്റേറ്റിലൂടെ സഞ്ചരിച്ചു നോക്കടേ. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് സ്റ്റേറ്റിൽ കൂടെ കഴിഞ്ഞ് 3 സ്റ്റേറ്റിൽ കൂടെ കടന്നു പോയിട്ട് തിരിച്ചു എന്ത് ചെയ്യുന്നു, ഇനിഷ്യൽ സ്റ്റേറ്റിലൂടെ വരുന്നില്ലേ. സോ അതുകൊണ്ട് ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അഡിയാബാറ്റിക് കംപ്രഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം, ചേഞ്ച് P4 V4 T2 നിന്നും എങ്ങനെ മാറുവാണ്, P1 V1 T1 ആക്കി മാറ്റുകയാണ് ആണല്ലേ. അതിൻ്റെ വർക്കിൻ്റെ ഫോമുല ഞാൻ മുകളിൽ എഴുതാം. ഓക്കെ, വർക്കിൻ്റെ ഫോമുല എന്ത് വരും, ദാറ്റ് ഈസ് W4 = ശ്രദ്ധിക്കുക μr/γ-1 ഇൻറ്റു എന്നത് വരും T1 - T2 എന്ന് വരും. കാരണം എന്താ, തിരിച്ച് നേരത്തെ T1 - T2 അല്ലേ എടുത്തേ. ഇവിടെ എന്തുകൊണ്ടാണ് T1 - T2 എന്ന് പറയുന്നത്, ഇതെന്ത് പ്രോസസ്സാണ്, അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ 4 വർക്ക് നമുക്ക് കിട്ടി. സോ നമുക്ക് ടോട്ടൽ വർക്ക് കാണാൻ എന്താ ചെയ്യേണ്ടത് നോക്ക് മക്കളെ. ടോട്ടൽ വർക്ക് കാണാൻ ഇത് 2 കംപ്രഷൻ പ്രോസസ്സാണ്, ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും എക്സ്പാൻഷൻ പ്രോസസ്സും, ഇത് രണ്ടും എന്താണ്, കംപ്രഷനും അല്ലേ. സോ ടോട്ടൽ വർക്ക് കാണാൻ ദാറ്റ് ഈസ് W1 + W2 -W3 - W4 തരും. കാരണം എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ആഡ് ചെയ്യാൻ എന്തുകൊണ്ടാ ടോട്ടൽ വർക്ക് കാണാൻ, ഇത് രണ്ടും എക്സ്പാൻഷൻ പ്രോസസ്സാണ്, ഇത് രണ്ടും കംപ്രഷൻ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്തത്, സബ്ട്രാക്ട് ചെയ്തത്. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് വരാം, W1 പകരം നോക്കുക, W1 വരെ നമുക്ക് μr T1 ഇൻറ്റു log V2/V1. ഓക്കെ, പ്ലസ് അടുത്ത് എന്താണ് μr T2 ഇൻറ്റു log V3. സോറി. ഓക്കെ, W2 എന്തായിരുന്നു മക്കളെ, W2 μr/γ-1 ഇൻറ്റു T1 - T2 ദാറ്റ് ഈസ് μr/γ-1 ഇൻറ്റു T1 - T2. ഓക്കെ, ഇനി W3 ആവുന്നുണ്ടല്ലോ, W3 മൈനസ് കൊടുത്തു. ഓക്കെ, W3 എത്രയാണ്, W3 നോക്കുക μr T2 ഇൻറ്റു log V3/V4 അല്ലേ. നോക്കുക μr T2 ഇൻറ്റു log V3/V4 മൈനസ് എന്താണ് W4 മുകളിലുണ്ട്, ദാറ്റ് ഈസ് μr/γ-1 ഇൻറ്റു എന്ത് വരും, T1 - T2 എന്ന് വരും. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയില്ലേ. സോ നമുക്ക് ടോട്ടൽ വർക്ക് = എന്ത് കിട്ടി, μr T1 ഇൻറ്റു log V2/V1 മൈനസ് എന്ത് കിട്ടി, μr T2 ഇൻറ്റു log V3/V4 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്, μr T1 ഇൻറ്റു log V2/V1 മൈനസ് μr T2 ഇൻറ്റു log V3/V4. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു എഫിഷ്യൻസിയും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഫോമുല കംപ്ലീറ്റ് ആവും. ക്ലിയർ ആവുന്നുള്ള ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ എക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ അല്ലേ. ഓക്കെ മക്കളെ, ഇതുവരെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പം 4 വർക്കുകൾ ഞാൻ പറഞ്ഞു. ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, ഐസോതെർമൽ കംപ്രഷൻ ഉണ്ടായിരുന്നു, അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പം 4 പ്രോസസ്സസ് ഉണ്ട്. ഓക്കെ, ഞാൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ നമ്മൾ പഠിച്ചതാണ്, കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചെന്തായിരുന്നു, ഈറ്റ ഈസ് ഈക്വൽ ടു 1 - Q2/Q1 അല്ലേ, ഇങ്ങനെ പഠിച്ചില്ലായിരുന്നോ. അപ്പോൾ ഇതിൽ നമ്മൾ വേറൊരു പ്രൂഫിലോട്ട് പോവുകയാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, Q2 ഈറ്റ ഈസ് ഈക്വൽ ടു 1 - Q2. Q1 എത്രയായിരുന്നു, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ വർക്ക് പറഞ്ഞത് അവിടുന്ന് Q1 എന്ന് പറയുന്ന ആയത് എടുക്കുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലേ. കഴിഞ്ഞ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി കിട്ടുന്ന കാര്യമാണ്. കഴിഞ്ഞ പോർഷൻ Q1 ഈസ് ഈക്വൽ ടു എന്ത് വരും, μr T1 ഇൻറ്റു log എന്തായിരിക്കും, V2/V1. ഓക്കെ അല്ലേ. അതുപോലെ Q2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പറ μr T2 ഇൻറ്റു log V3/V4 ആയിരിക്കും. കണ്ടോ, μr T2 ഇൻറ്റു log V3/V4 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇക്വേഷനിലൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് 1 - Q2 പകരം നമ്മൾ എന്ത് കൊടുത്തു, μr T2 ഇൻറ്റു log V3/V4 ഡിവൈഡഡ് ബൈ അതുപോലെ എന്താ μr T1 ഇൻറ്റു log V2/V1. ഓക്കെ അല്ലേ. ഇപ്പോൾ ഞാൻ പഴയ പടങ്ങളൊന്നും വരയ്ക്കില്ല, മുമ്പത്തെ ആ ഫിഗറൊക്കെ നിങ്ങൾ എടുത്ത് കൂടെ വെച്ചുകൊണ്ട് വേണം ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുമ്പോൾ μr കട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 - എന്ത് വരും, T2 ഇൻറ്റു log V3/V4 ഡിവൈഡഡ് ബൈ എന്ത് വരും, T1 ഇൻറ്റു log V2/V1 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പം എഫിഷ്യൻസി കിട്ടി. ഇനി നമ്മൾ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 4 പ്രോസസ്സിൽ 4 വർക്കിൻ്റെ ഇക്വേഷൻസ് പഠിച്ചാൽ 4 പ്രോസസ്സ് ഏതൊക്കെയാണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ അല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ ഫസ്റ്റ് പ്രോസസ്സ് ഒന്ന് എടുക്കാൻ പോവാം. ഏതാണ്, ഇത് 2 അഡിയാബാറ്റിക് പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. അത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ നോക്കാം. ആദ്യത്തെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, നിങ്ങൾക്ക് ആ ഡയഗ്രാം സൈക്കിൾ കയ്യിലുണ്ടല്ലോ, സൈക്കിൾ കണ്ടിട്ടുണ്ടല്ലോ, അവിടുത്തെ ചേഞ്ച് ഒന്ന് ഓർത്ത് വെച്ച് പറഞ്ഞ് എന്തായിരുന്നു, P2 V2 T1 നിന്നും എന്തിലോട്ടായിരുന്നു മാറുന്നത്, P3
V3 T2 നമ്മൾ മാറിയിരുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ? P2 V2 T1 അഡയബാറ്റിക് എക്സ്പാൻഷൻ. അതായത് നമ്മൾ ഈ എഫിഷ്യൻസി ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് അഡയബാറ്റിക് പ്രോസസ്സ് കൺസിഡർ ചെയ്യും. ഏതൊക്കെയാണ് നമ്മുടെ രണ്ട് അഡയബാറ്റിക് പ്രോസസ്സ്? ഒന്ന് അഡയബാറ്റിക് എക്സ്പാൻഷനും ഒന്ന് അഡയബാറ്റിക് കംപ്രഷനും. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് നിങ്ങൾ ആ ഫിഗറിൽ നിന്ന് നല്ല രീതിയിലൊന്ന് നോക്കിയിട്ട് വേണം ഈ ഇക്വേഷൻ എഴുതാൻ. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കോസിസ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ അഡയബാറ്റിക് എക്സ്പാൻഷൻ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ? ദറ്റ് ഈസ് TV raised to gamma minus 1 is equal to എന്തായിരുന്നു എന്നൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? എന്താണ് TV raised to gamma minus 1 അല്ലേ? നമ്മൾ PV raised to gamma. അപ്പോൾ രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഒരു അഡയബാറ്റിക് പ്രോസസ്സിൽ PV raised to gamma ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ TV raised to gamma minus 1 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏതൊക്കെയാ? PV raised to gamma ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ TV raised to gamma minus 1 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പ്രോസസ്സുകളുള്ള. അപ്പോൾ നോക്കട്ടെ, TV raised to gamma minus 1 ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിരിക്കൂടെ? നമുക്ക് ആ ഫസ്റ്റ് സ്റ്റേറ്റ് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് Tക്ക് പകരം T1. കണ്ടോ, Tക്ക് പകരം T1, Vക്ക് പകരം എന്ത് കൊടുക്കാം? V2 raised to gamma minus 1 is equal to. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് അവിടെ എന്ത് കൊടുക്കും? ദാറ്റ് ഈസ് Tക്ക് പകരം T2. ഓക്കെ, T2 V3 raised to gamma minus 1. വല്ല പാടും ഉണ്ടോ നോക്കുക. ഈ ഫസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടോ? ഫസ്റ്റ് സ്റ്റേറ്റ് വെച്ച് ഇത് എഴുതുക T1 V2 raised to gamma minus 1. നോക്കുക, ഈ സെക്കൻഡ് സ്റ്റേറ്റ് വെച്ച് ഇത് എഴുതുക T2 V3 raised to gamma minus 1. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് T1 ആ T2 ഇപ്പുറത്ത് കൊണ്ടുവരിക. ദാറ്റ് ഈസ് T1 by T2 is equal to അപ്പുറത്ത് ഓൾറെഡി എന്തുണ്ട്? ഒരു V3 raised to gamma minus 1 ഉണ്ട്. ഇതങ്ങ് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ എന്താവും? ഡിനോമിനേറ്ററിലോട്ട് പോകുമ്പോൾ എന്താവും? V2 raised to gamma minus 1 ആവും. ഓക്കെ അല്ലേ? വേർ ഗാമ എന്താണ്? വേർ ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഗാമ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് T1 by T2 is equal to നമുക്ക് ഈ V3 raised to gamma minus 1 ഡിവൈഡഡ് ബൈ V2 raised to gamma minus 1 നമുക്ക് V3 by V2 the whole raised to gamma minus 1 എന്ന് എഴുതാം അല്ലേ? V3 raised to gamma minus 1 ഡിവൈഡഡ് ബൈ V2 raised to gamma minus 1 V3 by V2 raised to gamma minus 1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അവിടെ നിന്ന് V3 by V2 എന്ന് കണ്ടുപിടിച്ചൂടെ മക്കളെ? ഒന്ന് നോക്കി, നമുക്കറിയാം x² is equal to 2 ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് x is equal to എന്ന് എഴുതാം 2 raised to 1 by 2 എന്ന് എഴുതാം അല്ലേ? x² is equal to 2 ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് x is equal to എന്ന് എഴുതാം 2 raised to 1 by 2. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, x raised to gamma minus 1 is equal to 2 ആണെങ്കിൽ ഒരു എക്സാമ്പിൾ ആണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് x is equal to എന്ന് എഴുതാം 2 raised to 1 by gamma minus 1 എന്ന് എഴുതിക്കുക. നോക്കുക, x² is equal to 2 ആണെങ്കിൽ x is equal to 1 by പവർ ആയോ? 2 raised to 1 by 2 ആയോ? അതുപോലെ x raised to gamma minus 1 is equal to 2 ആണെങ്കിൽ x is equal to എന്ന് എഴുതാം 2 raised to 1 by gamma minus 1 എന്ന് എഴുതാമല്ലോ. ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇതൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ നോക്കി, V3 by V2 raised to gamma minus 1 അല്ലേ? ഇവിടെ നമുക്ക് V3 by V2 is equal to എന്ന് എഴുതാം. ഈ ഗാമ മൈനസ് 1 എങ്കിൽ ഇപ്പുറത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും പറ? T1 by T2 the whole raised to എന്ന് വരും 1 by gamma minus 1. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കും. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയല്ലോ. ഇനി നമ്മളിപ്പോൾ എന്ത് പ്രോസസ്സാണ് എടുത്ത്? ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ എടുത്തു. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത കൺസിഡർ ചെയ്യാൻ പോകുന്നതാണ് ഒരു അഡയബാറ്റിക് കംപ്രഷൻ. ഇനി നോക്കിയേ, നിങ്ങൾ ആ സൈക്കിളിൽ നമ്മുടെ കാർനോട്ട് സൈക്കിളിലൊന്ന് നോക്കിയിട്ട് അഡയബാറ്റിക് കംപ്രഷനിലെ ആ സ്റ്റേറ്റ് ചേഞ്ച് ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കറിയാവുന്ന കാര്യം P4 V4 T2വിൽ നിന്നും എങ്ങോട്ടാണ് ചേഞ്ച് ആവുന്നത്? P1 V1 T1ലേക്ക് ചേഞ്ച് ആവുന്നത് അല്ലേ? P4 V4 T2വിൽ നിന്നും എങ്ങോട്ടാണ് ചേഞ്ച് ആവുന്നത്? P1 V1 T1ലോട്ടാണ് ചേഞ്ച് ആവും. ഇനി മക്കളെ ഒന്ന് പറഞ്ഞ ഇക്വേഷൻ ഇവിടെയും എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? അഡയബാറ്റിക് പ്രോസസ്സ് അല്ലേ? TV raised to gamma minus 1 കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ലേ? ഇനി നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ് അപ്ലൈ ചെയ്ത് പറ. ഫസ്റ്റ് സ്റ്റേറ്റിൽ T മാറി T2, V മാറി V4 raised to gamma minus 1. കണ്ടോ? വേറെ ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ് ഇസ് ഈക്വൾ ടു സെക്കൻഡ് സ്റ്റേറ്റ്, ആ രീതിയിൽ എഴുതുക. ദാറ്റ് ഈസ് രണ്ടാമത്തെ സ്റ്റേറ്റ് നോക്കുക, T മാറി T1, V മാറി എന്ത് വരും? V1 raised to gamma minus 1. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ T2 അങ്ങ് അപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും മക്കൾ? T1 by T2 is equal to ഇപ്പുറത്ത് നോക്കിയേ, ഇപ്പുറത്തോട്ട് V4 raised to gamma minus 1 താഴെ ഒരു V1 raised to gamma minus 1. എങ്ങനെയാണ് വരുന്നത് നോക്കടാ? T1 അവിടെ ഇട്ടു, T2 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി, എന്നിട്ട് V4 raised to gamma minus 1 താത്തി ഇറക്കി, എന്നിട്ട് V1 raised to gamma minus ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. ഓക്കെ അല്ലേ? നേരത്തെ പോലെ വരത്തില്ലേ? ഓക്കെ ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് V4
ബൈ V1 റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാമല്ലോ. സീക്വൽ ടു എന്ത് വരും? T1 മൈനസ് T2 എന്ന് വരത്തില്ലേ? ഓക്കെ. V4 നോക്കാം. V4 റൈസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ V1 റൈസ് ടു ഗാമ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? V4 ബൈ V1 റൈസ് ടു ഗാമ മൈനസ് 1 എഴുതാം അല്ലേ? A സ്ക്വയർ ബൈ B സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം മക്കളെ? A ബൈ B ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താ ഇതങ്ങ് അപ്പുറത്ത് കൊടുക്കാമല്ലോ. ഇതങ്ങ് അപ്പുറത്ത് കൊടുക്കാമല്ലോ. പവർ അപ്പുറത്ത് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ്. പവർ അപ്പുറത്ത് കൊടുക്കുമ്പോൾ V4 ബൈ V1 സീക്വൽ ടു എന്ത് വരും? T1 ബൈ T2 ദ ഹോൾ റൈസ് ടു 1 ബൈ ഗാമ മൈനസ് 1 വരും. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഞാൻ ഇതിപ്പുറത്തോട്ട് എഴുതാം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ അതുപോലെ. അപ്പോൾ എന്ത് എഴുതും? പറ T1 ബൈ T2 ദ ഹോൾ റൈസ് ടു 1 ബൈ ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു V4 ബൈ V1 എന്ന് വരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആണേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ നമുക്ക് എന്തെടുക്കാം? 2 എടുക്കാം. ഞാൻ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ രണ്ടിലും? അപ്പോൾ എന്തും സെയിം ആയിരിക്കും മക്കളെ. റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് വരും? പറ ദറ്റ് ഈസ് V3 ബൈ V2 സീക്വൽ ടു എന്ത് വരും? V4 ബൈ V1 എന്ന് വരും. V3 ബൈ V2 സീക്വൽ ടു എന്ത് വരും? V4 ബൈ V1 എന്ന് വരത്തില്ലേ? ഓക്കെ അല്ലേ? നമ്മളെല്ലാം ബേസ് ചെയ്ത് എന്ത് ഇക്വേഷൻ? ഇതെന്താണ്? ഒരു അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് PV റൈസ് ടു ഗാമ ഒരു കോൺസ്റ്റൻറ്റ്, ഒന്ന് TV റൈസ് ടു. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താ? ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. ആദ്യത്തെ സ്റ്റേറ്റിൽ Tയും Vയും എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റിലും എന്തുവാ? Tയും Vയും എന്താണോ എഴുതിയിരിക്കുന്നത് കൊടുക്കുക. ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ അല്ലേ? അതിൽ വരുന്നൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് x സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ x ഇസ് ഈക്വൽ ടു 2 റൈസ് ടു 1/2. മക്കളെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സാർ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. ഓക്കെ നോക്കാം. നമ്മൾ ഇതിനൊന്ന് ക്രോസ് ചെയ്താൽ ദറ്റ് ഈസ് V3. ഞാൻ V2നെ അങ്ങോട്ട് കൊടുക്കുക, V4 ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? പറ V3 ബൈ V4 ഇസ് ഈക്വൽ ടു V2 ബൈ V1 എന്ന് വരത്തില്ലേ? നമുക്കൊന്ന് ക്രോസ് ചെയ്യാമല്ലോ. ക്രോസ് ചെയ്തുകൂടെ? ഈ V2 അങ്ങോട്ട് കൊടുത്തു, V4 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? V3 ബൈ V4 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? V2 ബൈ V1. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ മെയിൻ ഇക്വേഷനിലൊക്കെ ഒന്ന് തന്നെ ഇതല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? നിങ്ങൾ നോക്കിയേ, ഇതല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? ഇവിടെ നോക്കിയേ, V3 ബൈ V4ഉം V2 ബൈ V1 ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ലോഗ് എടുക്കുമ്പോഴും ഈക്വൽ ആയിരിക്കത്തില്ലേ? അത് കട്ട് ചെയ്ത് പോകത്തില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്, ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. ഓക്കെ. അങ്ങനെ V3 ബൈ V4 ഈക്വൽ ടു V2 ബൈ V1 ആണെങ്കിൽ സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേടെ? അങ്ങനെ ലോഗ് എടുത്താലും ഈക്വൽ ആയിരിക്കത്തില്ലേ? അപ്പോൾ എന്ത് വരും ഇക്വേഷൻ? ഈറ്റ ഇസ് ഈക്വൽ ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ 1 മൈനസ് T2 ബൈ 2. ഓക്കെ. എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷനാണ് ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ 2. ഓക്കെ. ഞാൻ ചാപ്റ്റർ നല്ല ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്, ടോപ്പിക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലപോലെ ടോപ്പിക്സ് വായിച്ച് നോക്കിയതിന് ശേഷമേ ക്വസ്റ്റ്യൻ ചെയ്യാവൂ. ഞാൻ ഒരു ടോപ്പിക്ക് പോലും ഒഴിവാക്കിയിട്ടില്ല. എല്ലാം A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. ഓക്കെ. ഇനി നമുക്ക് ഏത് ചാപ്റ്ററിലോട്ട് കയറാം? ഇനി നമുക്ക് ആ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലേ? അതായത് എന്താണ്? ഫസ്റ്റ് നമ്മൾ അതിനകത്തൊരു ബോയിൽസ് ലോ പഠിക്കുന്നുണ്ടല്ലേ? ബോയിൽസ് ലോ അത് നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കുന്ന സാധനം. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത് അല്ലേ? എന്താ ബോയിൽസ് ലോ എന്ന് പറയുന്നത്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? വോളിയം അല്ലേ? നമ്മളെന്താ ബോയിൽസ് ലോ പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണല്ലേ? അതുപോലെ പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ലോയാണ് ചാൾസ് ലോ പഠിക്കുന്നുണ്ടല്ലേ? ചാൾസ് ലോ പറയുന്നത് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ. സോറി, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോറി, V പ്രൊപ്പോർഷണൽ ടു T ആണ്. V ബൈ T ആണ് ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഇപ്പോൾ ചാൾസ് ലോ, ബോയിൽസ് ലോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്ത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിക്കുന്നുണ്ടല്ലേ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിക്കുന്നുണ്ട്. എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പറയുന്നത്? ഇത് കുറേ പോസ്റ്റുലേറ്റ്സ് നമുക്കറിയാം. ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും എന്ത് മോഷനിലായിരിക്കും? റാൻഡം മോഷനിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്. തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും കൊളൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആ കൊളീഷൻസ് എല്ലാം എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ് അല്ലേ? ഇലാസ്റ്റിക് കൊളീഷൻ എന്താണെന്ന് ഞാൻ വർക്ക് എനർജി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെ കൺസേർവ്ഡ് ആണ്? മൊമെൻറ്റോ കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി പ്രഷർ ഓഫ് എ ഗ്യാസിൻ്റെ ഒരു ഫോമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇക്വേഷൻ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 1/3 NM V bar സ്ക്വയർ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ റോ V bar സ്ക്വയർ എന്ന് എഴുതിയാലും മതി. 1/3 റോ V bar സ്ക്വയർ എന്ന് എഴുതിയാലും മതി. പ്രഷർ ഓഫ് എ ഗ്യാസ് 1/3 NM V bar സ്ക്വയർ. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത്
ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ് അല്ലേ. പാർഷ്യൽ പ്രഷർ എന്താ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 10 ഗ്യാസ് നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഒരു 10 ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസ് ആ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ എന്ത് പറയുന്നത് പാർഷ്യൽ പ്രഷർ എന്ന് പറയും അല്ലേ. അതായത് പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ്. ഒരു ഇൻഡിവിജ്വൽ ഗ്യാസ് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നല്ലോ. ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ പഠിക്കുന്നത് അല്ലേ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് തന്നെ നമ്മൾ 4 കേസസ് ഉണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് എന്തൊക്കെ ഉണ്ടാവും, പല രീതിയിൽ അത് മൂവ് ചെയ്യുക അല്ലെ. ഒരു മോളിക്യൂൾ എടുത്ത് ഇതെല്ലാം ജസ്റ്റ് കുറേ തിയറീസ് ആണ് വായിച്ചു നോക്കുക. ചില ഇക്വേഷൻസ് വരുന്ന സെക്ഷൻ മാത്രം ഞാനൊന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ മോളിക്യൂൾസ് സിംഗിൾ ഒരു ആറ്റമുള്ള മോളിക്യൂൾ ഉണ്ടാവും അല്ലെ, ഡയറ്റോമിക് മോളിക്യൂൾസ് ഉണ്ടാവും, ട്രയറ്റോമിക് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. ഈ കേസിലൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഒരു മോണോ ആറ്റോമിക് ഒരു ആറ്റമുള്ള ഒരു മോണോ ആറ്റോമിക് മോളിക്യൂൾ ഒരു ആറ്റമേ ഉള്ളെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഒരു ആറ്റം ഒരു ഗ്യാസ് മോളിക്യൂളാണ്, അതിനകത്തൊരു ആറ്റം ഉണ്ട്. ഗ്യാസ് മോളിക്യൂളിനകത്ത് ഒരു ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റം ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം? എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡിറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇസഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. അതൊന്നുകിൽ എക്സ് ഡിറക്ഷനിൽ പോവാം, അല്ലെങ്കിൽ വൈ ഡിറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇസഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാം അല്ലേ. എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ കൈനറ്റിക് എനർജി, കാരണം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് എനർജി ആയിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ കൈനറ്റിക് എനർജി പൊസസ് ചെയ്യാം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പറഞ്ഞ മനസ്സിലായി? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഓരോ കേസസിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എന്ത് പഠിക്കാൻ പോവാം? പ്രൂഫ് പഠിക്കാൻ പോവാം. ഓക്കെ അല്ലേ. ജസ്റ്റ് ഞാൻ മെയിൻ ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് പോവാം. എന്നിട്ട് നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ബോക്സ് ചെയ്യാം, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഇത് കഴിയാൻ നമുക്കൊരു മീൻ ഫ്രീ പാത്തൂറ കഴിക്കുമ്പോൾ ആ സെക്ഷൻ തരും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസ് പഠിക്കാൻ പോവാം. ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഒരാറ്റമേ ഉള്ളൂ ആണല്ലോ. ഒരാറ്റമാണെങ്കിൽ ഏതൊക്കെ ഡിറക്ഷനിൽ മൂവ് ചെയ്യാം? എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡിറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് 3 ടൈപ്പ് ഓഫ് എനർജി പൊസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ജസ്റ്റ് ഞാനത് പറയുന്നത് മാത്രമല്ല, എത്ര നമ്പർ ഉണ്ടെന്ന് പറയുന്നത് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, ഇനി ആവറേജ് എനർജി, ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ വരുന്ന ആവറേജ് എനർജി എന്ന് പറയുന്നത് ½ kb × T ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക, ½ kb × T ആണ്. വേറെ kb നമ്മൾ എന്താ വിളിക്കുന്നത്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയും. എന്ത് പറയും? ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. kb നമ്മൾ പറയുന്ന പേരാണ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ടി എന്താണ്? ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോണോ അറ്റോമിക് കേസിൽ നിങ്ങൾ എങ്ങനെയാണ് കേസ് പഠിക്കുക? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ എനർജി നമുക്ക് U എന്ന് കൊടുക്കാം. U = എന്തായിരിക്കും? പറ 3 × എന്തെന്ന് വരും? ½ kb × T എന്ന് വരും. 3 × ½ kb × T, അല്ലെങ്കിൽ എന്ത് വരും? 3/2 kb × T എന്ന് വരും. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. ഇനി ഒരു ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ്. ഡയറ്റോമിക്ക് തന്നെ 2 കേസസ് വരും. ഡയറ്റോമിക് റിജിഡും ഉണ്ടാവും, ഡയറ്റോമിക് നോൺ റിജിഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം ഡയറ്റോമിക് റിജിഡ് ആണെങ്കിൽ, ഫസ്റ്റ് കേസ് എന്താണ്? ഡയറ്റോമിക് റിജിഡ് ആണെങ്കിൽ, ഓക്കെ, ഡയറ്റോമിക് റിജിഡ് ആണെങ്കിൽ അതിൽ 3 ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ 3 കൈനറ്റിക് എനർജി, 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അതിനകത്ത് 2 എന്തും ഉണ്ടാവും? റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 5 എണ്ണമാണ്. ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മോണോ അറ്റോമിക്കിൽ എത്രയാണ്? 3 ആണ്. അതുപോലെ ഡയറ്റോമിക് റിജിഡിൽ എത്രയാണ്? ഡയറ്റോമിക് നോൺ റിജിഡിൽ ഡയറ്റോമിക് റിജിഡിൽ എത്ര തന്നെയാണ്? 5 എങ്ങനെയാണ് വരുന്നത്? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും. ഓക്കെ അല്ലേ, ഇങ്ങനെ പഠിച്ചു വയ്ക്കാം. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ അല്ലേ, 3 ട്രാൻസ്ലേഷൻ 2 റൊട്ടേഷൻ. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും? U = നിങ്ങൾ പറയണേ 5 × ½ kb × T അല്ലേ. ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ആവറേജ് എനർജി എത്രയാണ്? ½ kb × T. ആ ഇക്വേഷൻ എളുപ്പത്തിൽ പഠിക്കാൻ ഞാൻ ഈ പറഞ്ഞിരുന്നേ. അപ്പോൾ ടോട്ടൽ എനർജി എന്തായിരിക്കും? 5/2 kb × T അല്ലേ. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. ഓക്കെ അല്ലേ. അപ്പോൾ ഡയറ്റോമിക് എന്തായി? റിജിഡായി. ടോട്ടൽ എനർജി എത്രയാണ്? 5/2 kb × T ആണ്. ഇനി അടുത്ത് എന്തായിരിക്കും വരുന്നത്? പറ. ഡയറ്റോമിക് നോൺ റിജിഡ് ആണ്. ഓക്കെ, അടുത്ത കേസ് എന്താ വരുന്നത്? ഡയറ്റോമിക് നോൺ റിജിഡ്. ഓക്കെ, ഡയറ്റോമിക് നോൺ റിജിഡ് ആണെങ്കിൽ, ഓക്കെ, ഇക്വേഷൻ എങ്ങനെ വരും? ഒരു ഡയറ്റോമിക് നോൺ റിജിഡ് ആണെങ്കിൽ ഇക്വേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരും? 7 എണ്ണം വരും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നോട്ട് ചെയ്ത് വരിക. 3 ട്രാൻസ്ലേഷണൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വരിക. 3 ട്രാൻസ്ലേഷണൽ, 2 റൊട്ടേഷണൽ, 2 റൊട്ടേഷണൽ ആൻഡ് 2 വൈബ്രേഷണൽ. ഓക്കെ അല്ലേ.
3 ട്രാൻസ്ലേഷണൽ, 2 റൊട്ടേഷണൽ ആൻഡ് 2 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി യു ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ എന്ന് പറഞ്ഞേ 7 × ½ kb × T. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി വരുന്നതാണ് 4ാമത്തെ കേസ്. എന്താണ്? പോളി അറ്റോമിക്. നമ്മൾ ഇനി ട്രൈ അറ്റോമിക് പറയുന്നില്ല, പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കേസ് അങ്ങ് പറയുകയാണ് കേട്ടോ. സോ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടുക. 3 ട്രാൻസ്ലേഷൻ ഉണ്ടാവും, 3 റൊട്ടേഷൻ ഉണ്ടാവും കേട്ടോ. 3 ട്രാൻസ്ലേഷണൽ നോട്ട് ചെയ്തിടുക, 3 ട്രാൻസ്ലേഷണൽ, അതുപോലെ 3 റൊട്ടേഷണൽ. ഇതൊക്കെ നിങ്ങൾ തിയറി പഠിക്കുക, ടെക്സ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. അതുപോലെ എഫ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആയിരിക്കും. അവിടെ എത്ര വൈബ്രേഷൻസ് ആയിരിക്കും? എഫ്, കാരണം പോളി അറ്റോമിക് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം മൊത്തവും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടോട്ടൽ എനർജി എത്രയായിരിക്കും? പറ. 3 + 3 + 6 എത്ര? ദറ്റ് ഈസ് 6 + F ഇൻറ്റു എന്ത് വരും? ½ kb × T. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നമ്പറാണ് ടോട്ടൽ എനർജി എന്ന് പറയാം. എഫ് എന്താണ്? എഫ് മോഡ് വൈബ്രേഷനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആവുന്നല്ലോ? ഓക്കെ ആണേ? അപ്പോൾ ഇക്വേഷൻസ് എല്ലാം ഞാനിപ്പോൾ ചോദിക്കും. അപ്പോൾ ഒന്നുകൂടെ വരും. നമ്മൾ അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഒരു പ്രൂഫ് വരുമ്പോൾ ഇനി അതൊന്നുകൂടെ വരും. ഓക്കെ മക്കളെ? ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനിലോട് വരുന്നത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ? ഞാൻ പഠിപ്പിച്ചായിരുന്നു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ΔQ/ΔT അല്ലേ? അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ, ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് റൈസ് ചെയ്യാൻ, ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് റൈസ് ചെയ്യാൻ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് റൈസ് ചെയ്യാൻ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ΔQ ഹീറ്റാണ്, /ΔT എന്താണ്? ടെമ്പറേച്ചർ. മറന്നു പോകരുത്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ബൈ 1 യൂണിറ്റ്. ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ക്ലിയർ ആണോ? അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് റൈസ് ചെയ്യാൻ, ഉയർത്താൻ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻറ്റ് പ്രഷറും ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം ഉണ്ട്. ആണല്ലോ? ക്ലിയർ ആണല്ലേ? ഓക്കെ ആണേ? ഇനി നോക്കുക, നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കണം? ഓരോ കേസിലും ഫസ്റ്റ് മോണോ അറ്റോമിക്കിൻ്റെ കേസ്. ഇക്വേഷൻസ് ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾ ഓർത്തിരിക്കും. മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. നമുക്കറിയാം എനർജി എത്രയാണ്? U = എനർജി ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ് നമുക്കറിയാം എത്ര കിട്ടിയായിരുന്നു? 3/2 kb × T എന്ന് കിട്ടി അല്ലേ? ഇനി എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്, ശ്രദ്ധിച്ചിരിക്കുക, എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്, 1 മോൾ ഓഫ് ഗ്യാസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇക്വേഷൻ അത് വേറെ ഒന്നുമില്ല, 3/2 kb × T ഇൻറ്റു ഒരു എന്തും വരും? ഒരു 6 വരും. ഇൻറ്റു എന്തോരം വരും? NA, അവഗാഡ്രോ നമ്പർ വരും. NA എന്താണ്? അവഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പോൾ എനർജി അസോസിയേറ്റഡ് വിത്ത് മോണോഅറ്റോമിക് ഗ്യാസ് എത്രയാണ്? 3/2 kb × T. ഇനി നമുക്ക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്, എത്രയാണ്? പറ. 3/2 kb × T ഇൻറ്റു എന്തെന്ന് വരും? NA എന്ന് വരും. ഇനി നിങ്ങൾ നോക്കിയ മക്കളെ, ഈ kb × NA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ kb എന്താണ്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. NA എന്താണ്? അവഗാഡ്രോ നമ്പർ. രണ്ടും നിങ്ങൾ പഠിക്കുന്നതല്ലേ? ആണോ? ഈ രണ്ടും കോൺസ്റ്റൻസ് അല്ലേ? ഈ 2 കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നൊരു സാധനമുണ്ട് മക്കളെ, R, ദാറ്റ് ഈസ് ഗ്യാസ് കോൺസ്റ്റന്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം അല്ലേ? നമുക്ക് KB എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് KB × NA എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്താണ്? R അഥവാ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് ആ KB × N എടുക്കുമ്പോൾ ആ ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടത്തില്ല. ദാറ്റ് ഈസ് എന്ത് വരും? 3/2 RT എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് എത്ര വരും? 3/2 × RT എന്ന് വരും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കും? ഇവിടുന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ആദ്യം നോക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കുക, എന്താണ് കോൺസ്റ്റന്റ് വോളിയം ആയാലും ഇക്വേഷൻ എന്ത് തന്നെയാണ്? പറ. du/dt ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ΔQ/ΔT അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ΔQ/ എന്താണ്? ΔT ആണ്. ഓക്കെ ആണല്ലോ? ഇനി ΔQ ഇതെന്താ പ്രോസസ്സാണ്? കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? ΔQ = ΔU + P ΔV എന്നല്ലേ?
ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ. ഇവിടെ നോക്കിയേ കോൺസ്റ്റന്റ് വോളിയം നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം ഈ 4 കേസസ് മോണോ അറ്റോമിക് ഡയറ്റോമിക് റിജിഡ് ഡയറ്റോമിക് നോൺ റിജിഡ് അത് പോളി അറ്റോമിക് 4ൻ്റെയും എന്ത് കണ്ടുപിടിക്കണം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ സി വി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം അല്ലേ അപ്പോൾ അവിടുന്ന് ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കത്തില്ലേ. നമുക്ക് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും 0 ആയിരിക്കത്തില്ലേ ഡെൽറ്റ വി 0 ആയിരിക്കത്തില്ല. സോ ഇക്വേഷൻ നമ്മൾ വി ക്യാൻ റൈറ്റ് എന്താണ് ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു എന്ന് എഴുതാം മക്കളെ ഡെൽറ്റ യു എന്ന് എഴുതിക്കൂടെ. സോ നിങ്ങൾ ഇക്വേഷൻ നോക്കിയേ സി വി സി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ നോക്കിയേ ഡെൽറ്റ ക്യൂവിന് പകരം നമുക്ക് ഡെൽറ്റ യു എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും മക്കളെ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് വരത്തില്ലേ. സെറ്റല്ലേ ക്ലിയർ ആണേ ഓക്കെ ആണ്. ഒരെണ്ണം പഠിച്ചാൽ മതി മക്കളെ ഒരൊറ്റൊരെണ്ണം പഠിച്ചാൽ മതി ഓക്കെ. ഞാൻ 100% ഷുവർട്ടി തരുന്നു ഓക്കെ. ഇനി ഡെൽറ്റ യു ബൈ ഡെൽറ്റ ഞാൻ അതിനെ ഡി യു ബൈ ഡി ടി എന്ന് എഴുതി ഡിഫറൻസിയേഷനിലോട്ട് മാറ്റി അല്ലേ. നിങ്ങൾ ലിമിറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഞാൻ ഡിഫറൻസിയേഷനിലോട്ട് മാറ്റി ഡി യു ബൈ ഡി ടി. ഇനി നമുക്ക് യുവിന് പകരം യു എത്ര ഇവിടെ യു എത്രയാണ് 3/2 ആർ ടി അല്ലേ. അപ്പോൾ നോക്കുക ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് 3/2 ആർ ടി എന്ന് വരും കണ്ടോ. ഇനി എന്താ കോൺസ്റ്റന്റ് 3/2 ആർ കോൺസ്റ്റന്റ് അല്ലേ ഓക്കെ. നമുക്കത് പുറത്തെടുക്കാം ദാറ്റ് ഈസ് 3/2 ആർ ഇൻറ്റു എന്ത് വരും ഡി ബൈ ഡി ടി ഓഫ് എന്തെന്ന് വരും ടി എന്ന് വരും അല്ലേ. 3/2 ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് വരും. എന്താ ഡി ബൈ ഡി ടി ഓഫ് ടി 1 അല്ലേ. അപ്പോൾ എന്ത് വന്നു ദാറ്റ് ഈസ് സി വി ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു 3/2 ആർ എന്ന് വന്നു ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം നമുക്ക് കിട്ടിയ എന്താണ് 3/2 ആർ ഓക്കെ അല്ലേ. ഇനി നമ്മൾ മേയേഴ്സ് റിലേഷൻ പഠിച്ചായിരുന്നല്ലോ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതായിരുന്നു. മേയേഴ്സ് റിലേഷൻ എന്തായിരുന്നു പറഞ്ഞിരുന്നേ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എന്താണ് ആർ ആണ് അല്ലേ. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ആണ്. അവിടെ നമുക്ക് സി പി ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം നമുക്ക് സി വി പ്ലസ് ആർ എന്ന് എഴുതാം അല്ലേ. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ആണ്. നമുക്ക് അവിടുന്ന് സി പി ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം സി വി പ്ലസ് ആർ. ഇനി സി വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ 3/2 ആർ പ്ലസ് ആർ എന്ന് കൊടുക്കാം അല്ലേ. ദാറ്റ് ഈസ് സി പി ഇസ് ഈക്വൽ ടു 3/2 ആർ പ്ലസ് ആർ എന്ന് കൊടുക്കാം. ഇനി നോക്കാം 3/2 ആർ പ്ലസ് ആർ എന്താണ് 5/2 അല്ലേ. 1.5 ഒന്നുകൂടെ എന്താവും 2.5 അല്ലേ. അപ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് 5/2 ആർ. അപ്പോൾ അവിടെ നമുക്ക് എന്തും കിട്ടി നമുക്ക് സി പി കിട്ടി അതുപോലെ നമുക്ക് എന്ത് അറിയാം സി വി അറിയാം കേട്ടോ. ഇതുപോലെ ഓരോന്നും ഞാൻ കണ്ടുപിടിച്ച് തരാം ഓക്കെ. ഇനി നമുക്കറിയാം ഗാമ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഒരുപാട് വട്ടം കേട്ടതാണ് അല്ലേ. ഗാമ എന്ന് പറയുന്ന ടേം എങ്ങനെയാണ് വിളിക്കും ഗാമ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വിളിക്കും സി പി ബൈ സി വിയുടെ റേഷ്യോ പഠിച്ചു വെച്ചിരിക്കുക. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ സി പി ബൈ സി വി ആണ് ഗാമ ഓക്കെ. സി പി ബൈ സി വി ഒന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. സി പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം ദാറ്റ് ഈസ് 5/2 ആർ ഡിവൈഡഡ് ബൈ സി വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം ദാറ്റ് ഈസ് 3/2 ആർ ഓക്കെ. ക്യാൻസൽ ചെയ്യാം 2 ക്യാൻസൽ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ദാറ്റ് ഈസ് 5/3 എന്ന് കിട്ടും ഓക്കെ അല്ലേ. അപ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു എവിടെ കിട്ടി 5/3. ഏതിൻ്റെ കേസാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസ് ഓക്കെ. ഇതുപോലെ 4 കേസും ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞുതരാം ഓക്കെ അല്ലേ മക്കളെ. അടുത്തത് ഡയറ്റോമിക് റിജിഡ് ഓക്കെ. അപ്പം നേരത്തെ നമ്മൾ എന്താ പിടിച്ചത് മോണോ അറ്റോമിക് ആയിരുന്നു. അടുത്ത ഡയറ്റോമിക് റിജിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എനർജി കുറച്ച് മുമ്പ് ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചതേ ഉള്ളൂ. എനർജി ഡയറ്റോമിക് റിജിഡിൻ്റെ എനർജി എത്രയായിരുന്നു 5/2 kb × T ആയിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് ഡയറ്റോമിക് റിജിഡിനകത്ത്. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു അല്ലേ. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഓക്കെ. ദാറ്റ് ഈസ് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്. അപ്പോൾ എന്തായിരിക്കും പറയാം ദാറ്റ് ഈസ് 5/2 ഇൻറ്റു കണ്ടോ പഴഞ്ഞ റിലേഷൻ പോലെ തന്നെയല്ലേ വരുന്നത് kBT ഇൻറ്റു എന്തെന്ന് വരും NA എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്. എനർജി ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് U ഓക്കെ ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ എനർജി 5/2 kb × T ആണ്. ഇനി എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് എന്ത് വരും U ഇസ് ഈക്വൽ ടു 5/2 kb × T × NA വരത്തില്ല. ഇനി നോക്കാം kb × NA എന്താണ് 6 അല്ലേ. കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു kb × NA 6 ആയിരുന്നു ഓക്കെ. ക്ലിയർ ആണേ. അപ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് U ഇസ് ഈക്വൽ ടു എന്ത് വരും ദാറ്റ് ഈസ് 5/2 എന്തെന്ന് വരും RT എന്ന് വരും ഓക്കെ അല്ലേ. ഇനി നമുക്ക് സി പി ഡയറക്റ്റ് കണ്ടുപിടിച്ചൂടെ. നേരത്തെ പറയണ്ടല്ലോ സി വി ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് ഡയറക്റ്റ് ഇനി ഫോമിൽ അപ്ലൈ ചെയ്തൂടെ ഡി യു ബൈ ഡി ടി അല്ലേ. ഓർമ്മയില്ലേ ഡെൽറ്റ ക്യൂ സീക്കൾ കുറച്ച് മുമ്പ് പറഞ്ഞതാ. ഇനി നമുക്ക് ഈ ഫോമിൽ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് എന്ത് വരും ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് യുവിന് വേറെ എന്ത് കൊടുക്കാം നമുക്ക് 5/2 RT എന്ന് കൊടുക്കാം ഓക്കെ അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 5/2 R പുറത്തെടുത്തു. ദാറ്റ് ഈസ് എന്ത് വരും ഡി ബൈ ഡി ടി ഓഫ് എന്തെന്ന് വരും ടി എന്ന് വരും
ഓക്കെ 5/2 r പുറത്തെടുത്തു. ദാറ്റ് ഈസ് എന്ത് വന്നു d/dt ഓഫ് ടി. എന്താണ് d/dt ഓഫ് ടി പറഞ്ഞാലേ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 5/2 r എന്ന് വരും. സി വി കിട്ടിയത് കണ്ടോ? ഓക്കെ ആണേ? ക്ലിയർ ആണേ? വളരെ പാടുണ്ടോ? അപ്പോൾ പഠിക്കുക, നല്ലപോലെ പഠിക്കുക ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിൽ ഒരു കോർ ടോപ്പിക്കാണ്, എൻട്രൻസിൽ വരുന്ന കോർ ടോപ്പിക്കാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് നല്ലപോലെ. ഓക്കെ ദാറ്റ് ഈസ് നോക്കുക. ദാറ്റ് ഈസ് നമുക്കറിയാം മേയേഴ്സ് റിലേഷൻ എന്താ പറയുന്നത്? സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റിട്ടൺ ആസ് സി പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? സി വി പ്ലസ് ആർ എന്ന് എഴുതാം. സി പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? സി വി പ്ലസ് ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് സി പി ഇസ് ഈക്വൽ ടു സി വിക്ക് പകരം നമുക്ക് എന്തെഴുതാം? 5/2 r. ദാറ്റ് ഈസ് 5/2 r പ്ലസ് ആർ എന്ന് പറയാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 7/2 r എന്ന് വരത്തില്ലേ? അപ്പോൾ സി പി ടി അല്ലാണ്ട് നോക്കട്ടെ 5.5യും 5.5യും സോറി 5.5 എത്ര? 5.5 5/2 എന്ന് പറഞ്ഞാൽ 2.5. 2.5യും 3 കൂടെ എത്ര? 3.5. ഓക്കെ ഓക്കെ ഇനി അടുത്ത് നമ്മളൊന്ന് ഗാമ കണ്ടുപിടിച്ചൂടെ? ഗാമ ഇസ് ഈക്വൽ ടു എന്താണ്? സി പി ബൈ സി വി ആണ്. ദാറ്റ് ഈസ് സി പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 7/2 r ഡിവൈഡഡ് ബൈ സി വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 5/2 r. ഓക്കെ ദാറ്റ് ഈസ് 7/2 r ബൈ 5/2 r. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 7/5. അപ്പോൾ ഈ 3 കാര്യങ്ങളൊക്കെ അല്ലേ? കണ്ടോ? ക്ലിയർ ആയിട്ട് പഠിക്കുക. വേണ്ട സാധനങ്ങളൊന്ന് ടോട്ടൽ എനർജി നടക്കുന്ന. ഓക്കെ ഇതൊക്കെ സി വിയുടെ ഫോമുല ഇമ്പോർട്ടൻ്റ്. ഓക്കെ സി പിയുടെ ഫോമുല ഇമ്പോർട്ടൻ്റ്. ദാറ്റ് ഈസ് ഗാമയുടെ ഫോമുല 7/5. ഞാൻ ഇതൊക്കെ ചോദിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഡയറ്റോമിക് നോൺ റിജിഡ് ആണ്. ഓക്കെ അപ്പോൾ ഡയറ്റോമിക് നോൺ റിജിഡിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ഡയറ്റോമിക് നോൺ റിജിഡിനകത്ത് എന്തൊക്കെ വരും? എത്ര? ഡയറ്റോമിക് നോൺ റിജിഡ് അതിനകത്ത് എത്രയൊക്കെ ഉണ്ടാവും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേ? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതുപോലെ 2 വൈബ്രേഷണൽ വെച്ച്. അപ്പോൾ മൊത്തം എത്രയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? മൊത്തം 7 അല്ലേ? ആണല്ലോ. അപ്പോൾ എനർജി എത്രയായിരിക്കും? എനർജി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 7 × ½ kb × t ആയിരിക്കത്തില്ലേ? ഓക്കെ അപ്പോൾ ഡയറ്റോമിക് നോൺ റിജിഡില്ല 7 × ½ kb × t ആയിരിക്കത്തില്ല എനർജി. ഇനി നോക്കാം എനർജി ഫോർ 1 മോൾ. എനർജി ഫോർ 1 മോൾ ഓഫ് ഗ്യാസ്. എനർജി ഫോർ 1 മോൾ ഓഫ് ഗ്യാസ് എന്തായിരിക്കും? 1 മോളുടെ എനർജി എത്രയായിരിക്കും എന്ന് പറഞ്ഞ്? ദാറ്റ് ഈസ് 7/2 kb × t ഇൻറ്റു എന്ത് വരും? NA എന്ന് വരും അല്ലേ? ഇനി നമുക്ക് അവിടെ നിന്ന് kb × NA എന്തായിട്ട് എടുക്കാം? അവഗാഡ്രോ നമ്പർ. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 7/2 RT എന്ന് വരും. ഓക്കെ അല്ലേ? kb × NA എന്താണ്? R അല്ലേ? ഗ്യാസ് കോൺസ്റ്റന്റ്. ഇനി പഴയ ഇക്വേഷൻ ദാറ്റ് ഈസ് UT. ഇനി എന്തായാലും നമുക്ക് സി വി ഇസ് ഈക്വൽ ടു എന്താണ്? du/dt ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 7/2 RT എന്ന് കൊടുക്കാമല്ലോ. സിമ്പിൾ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ കോൺസ്റ്റന്റ് എന്തുണ്ട്? 7/2 r കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? d/dt ഓഫ് എന്നു വരും? t എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 7/2 r എന്ന് വന്നു. ഓക്കെ അല്ലേ? സി വി കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? സി വി കണ്ടുപിടിക്കാമല്ലോ. സി വി കിട്ടി. അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സി പി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സി പി ഇസ് ഈക്വൽ ടു എന്താണ്? അല്ലെങ്കിൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റിട്ടൺ ആസ് സി പി ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം? സി വി പ്ലസ് ആർ എന്ന് എഴുതാം അല്ലേ? അവിടെ നോക്കാം സി വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് 7/2 r പ്ലസ് എന്ത് വരും? ആർ എന്ന് വരും. എന്താണ് മക്കളെ 7/2 r പ്ലസ് ആർ എന്ന് പറയുന്നത്? പറ 9/2 r എന്ന് വരും. ഓക്കെ സി പി സി ഈക്വൽ ടു എന്ത് വരും? 9/2 r. ഓക്കെ ഇനി അവിടെ നമുക്ക് ഗാമ കണ്ടുപിടിക്കാം. ഗാമ ഇസ് ഈക്വൽ ടു എന്ത് വരും? സി പി ബൈ സി വി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി പിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 9/2 r ബൈ എന്ത് വരും? 7/2 r. ആറ് ക്യാൻസൽ ചെയ്താൽ ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? 9/7 കിട്ടി. ഗാമ കിട്ടിയേണ്ടോ? അപ്പോൾ എന്തൊക്കെയായി? ഡയറ്റോമിക് നോൺ റിജിഡായി മോണോ അറ്റോമിക് ഗ്യാസായി. ഇനി ഒരു കേസ് കൂടെ ഉള്ളൂ. എന്താ? പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കേസ്. ഓക്കെ അല്ലേ? പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കേസാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി നമുക്കറിയാം. പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കേസിലെ ടോട്ടൽ എനർജി എത്രയാണ് വരുന്നത്? ടോട്ടൽ എനർജി എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി എന്താണ്? എഫ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലേ? അങ്ങനെയെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എനർജി ഈസ് ഈക്വൽ ടു ഏതൊക്കെ വരും? ദാറ്റ് ഈസ് 6 + F ഇൻറ്റു എന്നു വരും? kb × t എന്ന് വരത്തില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. നമുക്ക് എനർജി ഫോർ 1 മോൾ അങ്ങ് എഴുതാം. ദാറ്റ് ഈസ് എനർജി ഫോർ 1 മോൾ. എനർജി ഫോർ 1 മോൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഏതൊക്കെ വരും? 3 ട്രാൻസ്ലേഷനിലായി അല്ലേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 3 × RT
3 ഇൻറ്റു ഹാഫ് കെ ബി ഇൻറ്റു ടി ഇൻറ്റു എന്ത് വരും എൻ എന്ന് വരും. ഓക്കെ ഓക്കെ അല്ലെ വേണ്ട 3/2 RT എന്ന് എഴുതിക്കൂടെ. ദറ്റ് ഈസ് 3 ഇൻറ്റു 1/2 RT. ഓക്കെ പ്ലസ് അടുത്തയോ അടുത്ത 3 അല്ലേ, അപ്പോൾ എന്ത് വരും 3 ഇൻറ്റു പിന്നെയും ഒരു 1/2 RT. ഓക്കെ പിന്നെ അടുത്ത ഏതാ എഫ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ല, അപ്പോൾ എന്ത് വരും എഫ് ഇൻറ്റു RT വരും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഇത് കണ്ടോ 3 റൊട്ടേഷണൽ 3 ട്രാൻസ്ലേഷണൽ ആൻഡ് എഫ് മോഡ് ഓഫ് വൈബ്രേഷൻ. സിമ്പിളല്ല, ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതുക. കാരണം കെ ബി ഇൻറ്റു എൻ എ ഇൻറ്റു ടി എന്നൊക്കെ എഴുതി, കെ ബി ഇൻറ്റു എൻ എ ആർ എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് 3 3.5 എത്ര വരും, സോറി 1.5 വരും 3 വരും. ദാറ്റ് ഈസ് എത്ര വരും 3 പ്ലസ് എഫ് ഇൻറ്റു എന്താണെന്ന് എഴുതാം RT എന്ന് എഴുതിക്കൂടെ. ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ നോക്കുക. ഇത് 3/2 അല്ലേ, ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം, ദാറ്റ് ഈസ് RT കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എന്ത് വരും 3/2 പ്ലസ് എന്നത് വരും 1 എന്ന് വരും. ഓക്കെ അല്ലേ, 3/2 പ്ലസ് എന്നത് വരും എഫ് എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും 3/2 പ്ലസ് 3/2 എത്രയാണ് 1.5 പ്ലസ് 1.5 3 അല്ലേ. അപ്പോൾ എത്ര വരും ദാറ്റ് ഈസ് RT ഇൻറ്റു എന്നു വരും 3 പ്ലസ് എഫ് എന്ന് വരും. ഓക്കെ അല്ലേ, അപ്പം 3 പ്ലസ് എഫ് ഇൻറ്റു RT എന്ന് വരത്തില്ലേ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക് U ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി 3 പ്ലസ് എഫ് ഇൻറ്റു RT എന്ന് കിട്ടി. ഓക്കെ ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പറഞ്ഞോളൂ. ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് DU ബൈ എന്താണ് DT അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് D/dt ഓഫ് യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ദാറ്റ് ഈസ് 3 പ്ലസ് എഫ് എ ഇൻറ്റു എന്ത് കൊടുക്കാം RT എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് D/dt ഓഫ് 3 പ്ലസ് എഫ് കോൺസ്റ്റൻ്റ് അല്ലേ, നമുക്ക് 3 പ്ലസ് എഫ് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 3 പ്ലസ് എഫ് എ ഇൻറ്റു എന്ത് വരും 3 പ്ലസ് എഫ് ഇൻറ്റു ആർ ഇൻറ്റു എന്നു വരും D/dt ഓഫ് ടി എന്ന് വരും. ഓക്കെ അല്ലേ, നോക്കുക 3 പ്ലസ് എഫ് കോൺസ്റ്റൻ്റ് ആണ്, 6 ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3 പ്ലസ് എഫ് ഇൻറ്റു ആറ് നമ്മളിങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തോരും ബാലൻസ് D/dt ഓഫ് ടി എന്ന് വരും. ഓക്കെ അല്ലേ, ദാറ്റ് ഈസ് D/dt ഓഫ് ടി 1 അല്ലേ. ദാറ്റ് ഈസ് CV is equal to എത്ര വരും 3 പ്ലസ് എഫ് ഇൻറ്റു എന്തെന്ന് വരും 6 എന്ന് വരും. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയാം ഇപ്പോൾ CP is equal to ഞാൻ അങ്ങ് എഴുതുവാണ് എന്താണ് CV പ്ലസ് ആർ ആണ് അല്ലേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻ്റ് പ്രഷർ എന്ന് വെച്ചാൽ CV പ്ലസ് ആർ മേസ് റിലേഷൻ. ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ CVക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് 3 പ്ലസ് എഫ് എ ഇൻറ്റു ആർ പ്ലസ് എന്ത് വരും പ്ലസ് ആർ എന്ന് വരും അല്ലേ. ഓക്കെ ആണേ, ഇവിടെ നമുക്കൊരു 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എന്ത് വരും, ഇവിടെ ഒരു 3 പ്ലസ് എഫ് ഉണ്ട് പ്ലസ് എന്ത് വരും ഒരു 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 6 ഇൻറ്റു എന്തെന്ന് വരും 4 പ്ലസ് എഫ് എന്ന് വരും. ഓക്കെ അല്ലേ, പോളിയറ്റോമിക്കിൻ്റെ കേസിൽ അപ്പോൾ CP കിട്ടിയല്ലോ. അപ്പോൾ CP ആയി CV ആയി. ഓക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഗാമ കണ്ടുപിടിക്കാൻ. ഗാമ ഇസ് ഈക്വൽ ടു CP/CV ആണ് അല്ലേ. അപ്പോൾ CP/CV ചെയ്യുമ്പോൾ CP is equal to എത്ര, ദാറ്റ് ഈസ് 6 ഇൻറ്റു 4 പ്ലസ് എഫ് എ ഡിവൈഡഡ് ബൈ എന്ത് വരും 6 ഇൻറ്റു 3 പ്ലസ് എഫ് എന്ന് വരും. ഓക്കെ അല്ലേ, 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4 പ്ലസ് എഫ് എ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും 3 പ്ലസ് എഫ് എന്ന് വരും. ഓക്കെ അല്ലേ, അപ്പോൾ ഗാമ കിട്ടിയില്ലേ. അപ്പോൾ 4 കേസസിൽ നമുക്ക് എന്ത് കിട്ടി, CP കിട്ടി, CV കിട്ടി, ഗാമ കിട്ടി. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. ഇനി ഒരു ഇക്വേഷൻ മാത്രം വരാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡിൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. C is equal to 3R. നമ്മളിപ്പോൾ ഇത്ര ഇതൊക്കെ പഠിച്ചു, ഡയറ്റോമിക് റിജിഡ്, ഡയറ്റോമിക് നോൺ റിജിഡ്, മോണോ അറ്റോമിക് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ ഇതെന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 3R ആണ് കേട്ടോ. ഫോർമുല മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ C is equal to 9R ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് ദാറ്റ് ഈസ് C is equal to 9R. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് C is equal to 9R ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് ആണ്. ഓക്കെ, മീൻ ഫ്രീ പാത്ത് ആണ്. ഓക്കെ, മീൻ ഫ്രീ പാത്തിനെ ഓക്കെ ഇനി ഇവിടെ പഠിക്കാനുള്ള ഒരു കാര്യമാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. നോട്ട് ചെയ്ത് വെക്കുക മക്കളെ, മീൻ ഫ്രീ പാത്ത് ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ 2 സക്സസീവ് കൊളിഷൻ. നമുക്കറിയാം ഈ ഗ്യാസ് നമ്മൾ എവിടെ നിറച്ച് വെച്ചേക്കുന്നത്, ഒരു കണ്ടെയ്നറിലൊക്കെ ആയിരിക്കും ഗ്യാസ് നിറച്ച് വെക്കുക അല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ പോസ്റ്റുലേറ്റ്സ് പറയുമ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും എന്ത് മോഷനിലായിരിക്കും മക്കളെ, റാൻഡം മോഷനിലായിരിക്കും അല്ലേ. ഇത് അത് എന്ത് ചെയ്യും, ഓൾവേസ് റാൻഡം മോഷനിലാകുമ്പോൾ അത് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, തമ്മിൽ കൊളൈഡ് ചെയ്യും. അതുപോലെ കണ്ടെയ്നറിൻ്റെ വാൾസിൽ പോയി കൊളൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 സക്സസീവ് കൊളിഷൻ ഇടയ്ക്കുള്ള
കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് മീൻ ഫ്രീ പാത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സക്സസീവ് കൊളിഷൻസിനിടയ്ക്ക് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കാം മീൻ ഫ്രീ പാത്ത് ഇക്വേഷൻ. L is equal to 1/√2 n πd². അതിൽ d എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ. ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ, സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിക്യൂൾ അല്ലേ, ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ അല്ലേ. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. L is equal to 1/√2 n πd². ഓക്കെ അല്ലേ. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് രണ്ട് സക്സസീവ് കൊളിഷൻസ്, സ്ഫിയർ തമ്മിലുള്ള സക്സസീവ് കൊളിഷൻ ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പഠിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ. ക്വസ്റ്റൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ മക്കളെ, ഒരു ടോപ്പിക് കൂടെ ഞാൻ പറയാം, അതായത് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക, തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഒരു ബോഡി, ഇതൊരു ബോഡിയാണ്, ശ്രദ്ധിച്ചിരിക്കുക, ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ΔT എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ. ഒരു ബോഡിയിൽ നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ലെങ്ത്തിലോ ഏരിയയിലോ അല്ലെങ്കിൽ വോളിയത്തിലോ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ടെമ്പറേച്ചർ ഒരു ബോഡിയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ലെങ്ത് എക്സ്പാൻഡ് ചെയ്യും. ലെങ്ത് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുകയല്ലേ. ആണല്ലോ നമ്മൾ സോളിഡ്സിൽ പഠിക്കുന്നതല്ലേ. അതുപോലെ നമ്മൾ ചിലപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അവിടുത്തെ എന്ത് എക്സ്പാൻഡ് ചെയ്യും, ഏരിയ എക്സ്പാൻഡ് ചെയ്യും. സിമിലർലി നമ്മളവിടെ ടെമ്പറേച്ചർ ചേഞ്ച് കൊടുക്കുമ്പോൾ എന്ത് എക്സ്പാൻഡ് ചെയ്യും, വോളിയം എക്സ്പാൻഡ് ചെയ്യും. മനസ്സിലായോ. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. ഒരു ബോഡിയിൽ ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് എക്സ്പാൻഡ് ചെയ്യുന്നു, ഒന്നുകിൽ ലെങ്ത്തിൽ എക്സ്പാൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏരിയയിൽ എക്സ്പാൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വോളിയത്തിൽ എക്സ്പാൻഷൻ ഉണ്ടാവാം. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഓരോ കേസ് നോക്കാം. അപ്പോൾ ഒരു ബോഡിയിൽ എന്ത് ചെയ്തു, ഞാൻ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തു, ടെമ്പറേച്ചർ ചേഞ്ച് നോക്കുക. ആ എക്സ്പാൻഷൻ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അപ്പോൾ അതിന് എന്ത് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക, ലെങ്ത് ചേഞ്ച് ചെയ്തു വിചാരിക്കുക. അപ്പോൾ എന്താണ് ചേഞ്ച് ചെയ്തത്, ലെങ്ത് ആണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറി, ΔL. അപ്പോൾ എത്ര ചേഞ്ച്, ആ ചേഞ്ച് ഇൻ ലെങ്ത്തിനെ നമുക്ക് എന്തെടുക്കാം, ΔL എന്നെടുത്തൂടെ. ചേഞ്ച് ഇൻ ലെങ്ത്തിനെ നമുക്ക് എന്തെടുക്കാം, ΔL എന്നെടുക്കാം. ഓക്കെ, ഒറിജിനൽ ലെങ്ത് ആണ്, എല്ലാമാണ്. അപ്പോൾ പറയുന്നത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ വിച്ച് മീൻസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എപ്പോഴും എന്ത് പ്രപ്പോർഷണൽ ആയിരിക്കും, ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കറിയാം ഒരു ബോഡിയിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലെങ്ത്തിൽ ചേഞ്ചസ് ഉണ്ടാകാം, ഏരിയയിൽ ചേഞ്ചസ് ഉണ്ടാകാം, വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, ഇതെന്താ സംഭവം, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം മക്കളെ, സിമ്പിളായിട്ട് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് സോളിഡ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറയുന്നതാണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും, ടെമ്പറേച്ചർ ചേഞ്ചിന് പ്രപ്പോർഷണൽ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മാറ്റിക്കൂടെ, ദാറ്റ് ഈസ് ΔL/L is equal to, ആ കോൺസ്റ്റന്റിനെ ഞാൻ α/L എന്നെടുത്തു. കോൺസ്റ്റന്റ് ഞാൻ എന്താ എടുത്തു, α/L ഇൻറ്റു എന്നെടുത്തു, ΔT എന്നെടുത്തു. കണ്ടോ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോൺസ്റ്റന്റ് ഞാൻ എന്തെടുത്തു, α/L. α/L നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ എക്സ്പാൻസിവിറ്റി എന്ന് പറയും. എന്ത് പറയും, ലീനിയർ എക്സ്പാൻസിവിറ്റി, or it is otherwise called a coefficient of thermal expansion. Coefficient of thermal expansion എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ ലെങ്ത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്തായിരിക്കും, എപ്പോഴും പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഈ കോൺസ്റ്റന്റ് ഓക്കെ അല്ലേ. അവിടെ നമുക്ക് α/L is equal to എന്ന് എഴുതാം. ഈ ΔT ഇപ്പുറത്ത് വരുമ്പോൾ ദാറ്റ് ഈസ് ΔL/L ΔT. ഇക്വേഷൻ നോട്ട് ചെയ്തെടുക്കുക. പ്രോബ്ലത്തിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഇക്വേഷനാണ്. ഓക്കെ അല്ലേ. α/L നമ്മൾ എന്താ വിളിക്കുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് വേണ്ട, ലീനിയർ എക്സ്പാൻഷൻ. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ലെങ്ത്തിലല്ലേ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് പറയാം നമുക്ക്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്തിലാ ചേഞ്ച് വന്ന, ലെങ്ത്തിലല്ലേ. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ
അതുപോലെ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഏരിയയിലും ചേഞ്ച് ഉണ്ടാകത്തില്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കണ്ടോ? അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നു. നേരത്തെ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇവിടെയോ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ വിച്ച് മീൻസ് ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദാറ്റ് ഇസ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മാറ്റാം. ദാറ്റ് ഇസ് ഡെൽറ്റ എ ബൈ എ സി ഈക്വൽ ടു ദാറ്റ് ഇസ് ആൽഫ എ ഇൻറ്റു എന്തെന്ന് വരും? ഡെൽറ്റ ടി എന്ന് വരും. അപ്പോൾ ആൽഫ എ എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഏരിയ എക്സ്പാൻസിവിറ്റി. ആൽഫ എ നമ്മൾ എന്താ പറയുന്നത്? ഏരിയ എക്സ്പാൻസിവിറ്റി ഓർ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. ഓക്കെ അല്ലേ? വേർ ആൽഫ എയുടെ ഇക്വേഷൻ എന്താ പറയുക? ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എ ബൈ എന്ത് വരും? എ ഡെൽറ്റ ടി എന്ന്. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എന്ത് വരും? എ ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ? അപ്പോൾ ഇതുപോലെ എന്തും വരും? വോളിയം എക്സ്പാൻഷൻ വരത്തില്ലേ? അപ്പോൾ ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ മക്കളെ ഒന്ന് നോക്കിയേ, ആ വോളിയം എക്സ്പാൻഷൻ അപ്പോൾ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്താ മക്കളെ? ഫ്രാക്ഷണൽ. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ അല്ലേ? അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷനിൽ പ്രൊപ്പോർഷണൽ ടു എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് ഇത് മാറ്റാൻ വേണ്ടി ദാറ്റ് ഈസ് ഡെൽറ്റ വി സി ബൈ വി സി ഈക്വൽ ടു ആൽഫ വി ഇൻറ്റു എന്ത് വരും? ഡെൽറ്റ ടി എന്ന് വരും. ദിസ് അവിടുന്ന് ആൽഫ വി സി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ഡെൽറ്റ എ ബൈ എന്ത് വരും? ഡെൽറ്റ വി ബൈ എന്ത് വരും? വി ഡെൽറ്റ ടി എന്ന് വരും. വേറെ ആൽഫ വി നമുക്ക് എന്ത് പറയാം? വോളിയം എക്സ്പാൻസിവിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അവിടെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് അല്ലേ? എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് റൈസ് ചെയ്യാൻ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലേ? 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് റൈസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിലൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി അവിടെ നിന്ന് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ഉണ്ട്. അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വരുമ്പോൾ ഒരു സോളിഡ് ലിക്വിഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ലിക്വിഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. അതുപോലെ ലിക്വിഡിൽ നിന്ന് എന്തിലോട്ട് പോകുമ്പോൾ വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമുക്ക് എന്ത് വിളിക്കുക? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്തു തുടങ്ങാം? ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള തിയറീസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫോർ ഐസോതെർമൽ പ്രോസസ്സ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. ഒരു ഐസോതെർമൽ പ്രോസസ്സല്ല ഡെൽറ്റ ടി 0 എന്ന് പറയുന്നു. ശരിയല്ലേ? കാരണം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് നമ്മൾ ഈ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ ഇ നോക്കുക. ഫോർ സൈക്ലിക് പ്രോസസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 ഇല്ലേ? അതാണ് അവിടെ ഡോ. ഒരു സൈക്ലിക് പ്രോസസ്സിൽ ടോട്ടൽ വർക്ക് 0 ആണോ? അല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ആ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ ഇ ആണ്. നോട്ട് ചെയ്യുക, ഓപ്ഷൻ ഇ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്നല്ലോ? ഓക്കെ മക്കളെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. The partition wall has 2 layers of different materials A and B. Okay, they have the same thickness, but the thermal conductivity of layer A is twice that of layer B. Okay, at steady state, if the temperature difference between the layer B is 50 Kelvin ആണല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് അങ്ങ് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് T മൈനസ് TB ഇസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കുക? 50 Kelvin എന്ന് എടുക്കുക. ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് വിത്ത് B. ഓക്കെ അല്ലേ? ഇനി പറയുന്ന കാര്യം എന്താണ്? ദെൻ ദ കറസ്പോണ്ടിങ് ഡിഫറൻസ് അക്രോസ് എ, അവിടെ എയിലുമായിട്ട് വരുന്ന ആ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക. ഓക്കെ, ഇത് എ ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് ടി എന്ന് എടുക്കാം. ഇത് ബി ആണ്. നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ ഒന്ന് എടുക്കാം, ടി ബി എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ലെയർ ഇവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്നാൽ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി
ഇക്വേഷൻ എന്താണ്? ഓക്കെ മക്കളെ, ഇനി ഇവിടെ പറയുന്നത് ഇതിന് ലെങ്ത് എല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് എല്ലാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇനി അവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ലെയർ എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ലെയർ ബി എന്ന് പറയുന്നുണ്ടല്ലേ. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കെ എ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ദറ്റ് ഈസ് 2 ഇൻറ്റു എന്നത് വരും കെ ബി എന്ന് വരും. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കെ എ എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം ഇനി എന്താ ചോദിച്ചിരിക്കുന്നവർ? then the corresponding difference between layer A അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോട്ട് ചെയ്തുകൊള്ളുക. ദറ്റ് ഈസ് കെ എ ഇൻറ്റു എ ഇൻറ്റു എന്ത് വരും ടി മൈനസ് ടി എ. ഓക്കെ, ഡിവൈഡഡ് ബൈ എൽ ഇസ് ഈക്വൽ ടു ഇത് തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ അല്ലേ, തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് കെ ബി ഇൻറ്റു എന്ത് വരും എ ഇൻറ്റു ടി ബി മൈനസ് ടി. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് വരും ടി ബി മൈനസ് ടി അല്ല, ദറ്റ് ഈസ് ടി മൈനസ് ടി ബി ഇസ് ഈക്വൽ ടു എന്ത് വരും എൽ എന്ന് വരും. ഓക്കെ, ഇക്വേഷൻ നോട്ട് ചെയ്യുക. ഇക്വേഷൻ മനസ്സിലായോ? ഓക്കെ, കെ എ ഇൻറ്റു എ ഇൻറ്റു ടി മൈനസ് ടി എ ബൈ എൽ ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എ ഇൻറ്റു ടി മൈനസ് ടി ബി ബൈ എൽ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? നമുക്ക് കെ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എൽ ക്യാൻസൽ ചെയ്തു. കെ എക്ക് പകരം നമുക്ക് 2 കെ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 കെ ബി ഇൻറ്റു നമുക്കിവിടെ എയും ക്യാൻസൽ ചെയ്തൂടെ? എ ക്യാൻസൽ ചെയ്ത് എന്തിൻ്റെ ഇക്വേഷനാണ്? നിങ്ങൾ ആ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ദറ്റ് ഈസ് 2 കെ ബി ഇൻറ്റു എന്തെന്ന് വരും ദറ്റ് ഈസ് ടി മൈനസ് ടി എ ഇസ് ഈക്വൽ ടു എന്ത് വരും കെ ബി ഇൻറ്റു എന്തെന്ന് വരും ടി മൈനസ് ടി ബി എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ കെ ബി ക്യാൻസലായി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടി മൈനസ് ടി എ അല്ലേ? നോക്കുക, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ദ കറസ്പോണ്ടിങ് ഡിഫറൻസ് അക്രോസ് എ അല്ലേ. അപ്പോൾ ബിയുമായിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? 50 കെൽവിനാണ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ടി അല്ലേ. അപ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് ടി മൈനസ് ടി എ ഇസ് ഈക്വൽ ടു എന്നത് വരും ദറ്റ് ഈസ് ടി മൈനസ് ടി ബി ബൈ 2 എന്ന് വരത്തില്ലേ. ഓക്കെ അല്ലേ? എന്താണ് ടി മൈനസ് ടി ബി? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 50 കെൽവിനാണ്. ദറ്റ് ഈസ് 50 ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 25 കെൽവിൻ എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ അറിയേണ്ട കേസ് ആ തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ ആണ്. ദറ്റ് ഈസ് കെ എ ഇൻറ്റു എ ഇൻറ്റു ടി മൈനസ് ടി എ ഇത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ ആണ്. അത് വളരെ നല്ല രീതിയിൽ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? ഓക്കെ ആണല്ലോ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 25 കെൽവിൻ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. 25 കെൽവിൻ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി ഉണ്ട് അല്ലേ? അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 cc ഓഫ് വാട്ടർ ബിക്കം 1681 cc. ഓക്കെ, ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 cc-യിൽ നിന്നും എങ്ങോട്ട് പോയി? 1681 പോയി. ഓഫ് സ്റ്റീം വെൻ ബോയിൽഡ് അറ്റ് എ പ്രഷർ ഓഫ് 10⁵5 Newton per meter square. ഓക്കെ, ദ ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ക്ലിയർ ആണെന്നല്ലോ? ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ് 1 cc ഓഫ് വാട്ടർ ബിക്കം 1081 cc അല്ലേ? അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ് മക്കളെ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അല്ലേ? ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അവിടെ നമുക്ക് എന്താ വർക്ക് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്? അതേ ഇൻക്രീസിങ് ഇന്റേണൽ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ദറ്റ് ഈസ് ഡെൽറ്റ ക്യൂ മൈനസ് എന്താ എഴുതാം? ദറ്റ് ഈസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആ ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കണം, അതുപോലെ എന്തും കണ്ടുപിടിക്കണം? ഡെൽറ്റ ഡബ്ല്യുവും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നോട്ട് ചെയ്യുക. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഓക്കെ പി ഇൻറ്റു പി തന്നിട്ടുണ്ടോ? ക്വസ്റ്റനിൽ പി തന്നിട്ടുണ്ടോ? പ്രഷർ തന്നിട്ടില്ലേ? പ്രഷർ തന്നിട്ടുണ്ടല്ലോ. 10⁵5 പി ഇൻറ്റു എന്ത് വരും? വി ജി മൈനസ് എന്ത് വരും? വി ടി എന്ന് വരും. ഓക്കെ അല്ലേ? പി ഇൻറ്റു വി ജി മൈനസ് വി ടി എന്ന് വരും. പിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 10⁵5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നോക്കാം, വി ജിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1681 അല്ലേ? മൈനസ് 1 cc. വി ടി എത്രയാണ്? 1 c അല്ലേ? 1 അല്ലേ? ഇൻറ്റു എന്ത് വരും? ക്യൂബിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇൻറ്റു എന്ത് വരും? 10⁻⁻6 എന്ന് വരും. കണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇതെത്ര വരും? മൈനസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 10⁵5 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു എന്ത് വരും? 1080 എന്ന് വരത്തില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? a⁻m ഇൻറ്റു a⁻n അല്ലേ? ഇക്വേഷൻ നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് വേണ്ട ഇക്വേഷൻസാണ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കുക. ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ആണ്. ഓക്കെ അല്ലേ? ആ ഡിഫറൻസ് ആണ്. ഓക്കെ,
അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻1 ഇൻറ്റു എന്തെന്ന് വരും? 1680 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 168 എന്ന് വരത്തില്ലേ? അത്രയും എന്ത് വരും? ജൂൾ എന്നാണ് വരുന്നത്. ഓക്കെ ആണേ? 168 ജൂൾ എന്നാണ് വരുന്നത്. ഈ ജൂളിനെ എന്തിലോട്ട് മാറ്റണം? നമുക്ക് കലോറിയിലോട്ട് മാറ്റണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കലോറി എന്ന് പറയുന്നത് എത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്? 4.2 ജൂൾ എന്ന് പഠിച്ചു അല്ലേ? അവിടെ നമുക്ക് 1 ജൂൾ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/4.2 കലോറി അല്ലേ? ആണല്ലോ. കാരണം ഇവിടെ നമ്മൾ കലോറിയിൽ കണ്ടുപിടിച്ചേക്കാം. ഓക്കെ അല്ലേ? ഓപ്ഷൻസ് എല്ലാം തന്നിരിക്കുന്നത്, ആൻസർ എല്ലാം തന്നിരിക്കുന്നത് കലോറിയിലാണ്. ഓക്കെ ആണേ? അപ്പോൾ ഈ 168 ജൂളിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? കലോറിയിലോട്ട് മാറ്റണം. അപ്പോൾ നോക്കുക, 168 ജൂളിനെ എങ്ങനെ മാറ്റുന്നത്? നമുക്കറിയാം ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് അല്ലേ? അവിടെ നമുക്ക് 1 ജൂൾ ഇസ് ഈക്വൽ ടു എന്ന് പറയാം 1/4.2 കലോറി എന്ന് പറഞ്ഞൂടെ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ മാറ്റും നമുക്ക്? ദാറ്റ് ഈസ് 168 ഇൻറ്റു എന്ന് വരും 1 എന്തെന്ന് വരണം? 4.2 എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. എന്ത് വരും? ദാറ്റ് ഈസ് 42 എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് 40 വരും. ഓക്കെ അല്ലേ? 40 കലോറി എന്ന് വരും. ഒന്ന് ഡിവൈഡ് ചെയ്തൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 40 കലോറി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഡെൽറ്റ ഡബ്ല്യു കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? ഡെൽറ്റ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെങ്കിലും ഡേറ്റാസ് തന്നിട്ടുണ്ടോ? നമുക്ക് ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കാൻ ഇല്ല. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് LT ഓഫ് എന്ത് തന്നിട്ടുണ്ട്? സ്റ്റീം തന്നിട്ടുണ്ട്. 540 കലോറി പെർ ഗ്രാം തന്നിട്ടുണ്ട് അല്ലേ? ആണല്ലോ. ദാറ്റ് ഈസ് നോക്കുക, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ? M ഇൻറ്റു L നോക്കുക കേട്ടോ. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു M ഇൻറ്റു L ആണ്. എമ്മിന് പകരം 1 ഗ്രാം ഇൻറ്റു L എത്രയാ? 540 കലോറി പെർ ഗ്രാം അല്ലേ പറയുന്നത്? ഓക്കെ. അപ്പോൾ എത്ര തന്നെ വരും? ഗ്രാം ക്യാൻസൽ ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 540 കലോറി എന്ന് വരും. അപ്പോൾ ഡെൽറ്റ ക്യൂ ആയി. ക്വസ്റ്റൻസ് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, M ഇൻറ്റു L. ഓക്കെ അല്ലേ? M ഇൻറ്റു L. ഓക്കെ ആണേ? ഇനി നോക്കാം മക്കളെ. അപ്പോൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ യു ആണ് കാണേണ്ടത്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? ഇച്ചിരി ലെങ്തി പ്രോബ്ലം ആണ്. വളരെ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇക്വേഷൻസ് ഒന്ന് നോക്കുക. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വി ജി മൈനസ് വി ടി കൊണ്ട് ഒരു ഇക്വേഷൻ നോക്കുക. അതുപോലെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം എൽ. ഓക്കെ. അപ്പോൾ ഡെൽറ്റ ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ ക്യൂവിന് പകരം 540 മൈനസ് എന്ത് വരും? 40. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ എത്ര വരും? 500 കലോറി എന്ന് വരും ഡെൽറ്റ യു. നോക്കുക ഓപ്ഷൻസിൽ 500 കലോറി ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. അപ്പോൾ നോക്കുക ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ല? അപ്പോൾ ഇക്വേഷൻസ് എല്ലാം നോക്കുക. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. അത് ശ്രദ്ധിക്കുക. ഇതെന്ത് ഇക്വേഷൻ ആണ്? ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ? എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് ഇന്റേണൽ എനർജി ആൻഡ് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ലെഡ് ബുള്ളറ്റ് സ്ട്രൈക്ക് a steel plate with a velocity 200 meter per second. If the impact is perfectly inelastic and the heat produced is equally shared between bullet and the target, okay, then the rise in temperature of the bullet ആ ചൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം MS ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ന് എഴുതാം? ഹാഫ് ഓഫ് എന്ന് എഴുതാം. ഹാഫ് MV സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഈ MS ഇൻറ്റു ഡെൽറ്റ ടി എന്താണ്? എനർജി അല്ലേ? ഹീറ്റ് എനർജി അല്ലേ? MS ഇൻറ്റു ഡെൽറ്റ ടി. ഇനി നോക്കുക ഗിവൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കുക. വെലോസിറ്റി ഉണ്ട് 200. ദെൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്ര തന്നിട്ടുണ്ട്? 125 തന്നിട്ടുണ്ട്. സ്പെസിഫിക് കപ്പാസിറ്റി 125 തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക ദാറ്റ് ഈസ് S ഇസ് ഈക്വൽ ടു 125. ദാറ്റ് ഈസ് V ഇസ് ഈക്വൽ ടു എത്രയാണ്? 200 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ടല്ലേ? ഡെൽറ്റ ടി തന്നിട്ടുണ്ടോ? മാസ് തന്നിട്ടുണ്ടോ? സോ M തന്നിട്ടുണ്ടോ നോക്കുക. M ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? ഓക്കെ മക്കളെ, ഇവിടെ നോക്കുന്നത് M ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് S ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/4 V സ്ക്വയർ എന്ന് വരും. നമുക്ക് ഡെൽറ്റ ടി കാണണ്ട. ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ 4S എന്ന് വരും. ക്വസ്റ്റൻസ് എല്ലാം നോട്ട് ചെയ്തിട്ടേക്കാം. ഓക്കെ അല്ലേ? ക്വസ്റ്റൻ അങ്ങ് നോട്ട് ചെയ്തിട്ടേക്കാം. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ 4S എന്ന് വരും. വിക്ക് പകരം നമുക്ക് 200. ദാറ്റ് ഈസ് 200 സ്ക്വയർ ബൈ എന്ത് വരും? 4 ഇൻറ്റു S എത്ര? S 125 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. എത്ര കിട്ടും നോക്കുക. 125 ഇൻറ്റു 4 വരുമ്പോൾ ദാറ്റ് ഈസ് 200 സ്ക്വയർ ബൈ എന്ത് വരും? 500 എന്ന് വരും. ഓക്കെ മക്കളെ, ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമ്മുടെ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ 80 ഡിഗ്രി സെൽഷ്യസ് ആൻസർ കിട്ടും കേട്ടോ. ഫോർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, 80 ഡിഗ്രി സെൽഷ്യസ്.
വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നോട്ട് ചെയ്തിടുക. നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ MS × ΔT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നല്ല വലിയ നോക്കിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് a thermodynamic process in which no work is done on it or by the gas, isothermal, adiabatic, acyclic, isobaric and isochoric അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു ഐസോകോറിക് പ്രോസസ്സിൽ നമുക്കറിയാം വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് സീറോ ആയിരിക്കും? ചേഞ്ച് ഇൻ വോളിയം സീറോ ആയിരിക്കത്തില്ലേ? ഒരു ഐസോകോറിക് പ്രോസസ്സ് ആണെങ്കിൽ അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ വോളിയം എന്ത് വരും? സീറോ വരും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ is equal to delta W is equal to നമ്മൾ P delta V അല്ലേ എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? സീറോ അല്ലേ? അപ്പോൾ ഏത് പ്രോസസ്സിലാണ് വർക്ക് ഡൺ സീറോ വരുന്നത്? ഐസോകോറിക് പ്രോസസ്സ് അല്ലേ? ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും മക്കളെ? വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഐസോകോറിക് പ്രോസസ്സ് അല്ല, എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? ആൻസർ ഓക്കെ അല്ലേ? ഇനി നോക്കും മക്കളെ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. സിക്സ്ത് ക്വസ്റ്റ്യനിൽ ദ റേഷ്യോ ഓഫ് മോളാർ ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഡയറ്റോമിക് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടു ഡയറ്റോമിക് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഡയറ്റോമിക് ആണ്, ഓക്കെ അല്ലേ? ഡയറ്റോമിക് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടു കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ? നമുക്കറിയാം ഡയറ്റോമിക് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വാല്യൂ എത്രയാണ്? 7/2 R അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്ത് പഠിച്ചതല്ലേ? ഡയറ്റോമിക് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്താ ഇക്വേഷൻ? 5/2 R അല്ലേ? ഇനി അതിൻ്റെ റേഷ്യോ അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്? ദറ്റ് ഈസ് ഗാമ ഇസ് ഈക്വൽ ടു എന്താണ്? CP/CV അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പ്രൂവ് ചെയ്തതാണ്. CPക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദറ്റ് ഈസ് 7/2 R ഡിവൈഡഡ് ബൈ എന്ത് വരും? 5/2 R എന്ന് വരും. ഓക്കെ അല്ലേ? 6 ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 7/5. ഓക്കെ, അപ്പോൾ ഗാമ 7/5 വരും. ഓപ്ഷൻ നോക്കുക, 7/5 ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ബ്ലോക്ക് ചെയ്യാം? ഓപ്ഷൻ ഡി ബ്ലോക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ഓക്കെ, ഇതൊക്കെ ഉണ്ടോ നമ്മൾ പഠിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ എല്ലാം ഒന്ന് ബോക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം മക്കളെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദ കാർനോട്ട് എൻജിൻ ഹൂസ് എഫിഷ്യൻസി ഈസ് 40% റിസീവ്സ് ഹീറ്റ് അറ്റ് 500 Kelvin. അപ്പം ഹീറ്റ് റിസീവ് ചെയ്യുന്ന എത്ര? 500 Kelvin ആണ്. ഇഫ് ദ എഫിഷ്യൻസി ഈസ് ടു ബി 50%, എഫിഷ്യൻസി എത്രയായി? 50% ആയാൽ 50% ആയാൽ അപ്പോൾ 40% ആയിരുന്നപ്പോൾ റിസീവ് ചെയ്യുന്ന എനർജി ടെമ്പറേച്ചർ എത്രയാണ്? ടെമ്പറേച്ചർ എത്രയാണ്? ഹീറ്റ് എത്രയാണ്? 500 Kelvin ആണ്. If the efficiency is to be 50%, okay, the source temperature for the same exhaust temperature, source temperature എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി 40%. ഇറ്റ് റിസീവ്സ് ഹീറ്റ് അറ്റ് 500 Kelvin അല്ലേ? ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ എന്താണ്? അത്ര പറയുന്നത് ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1 ആണ്. എഫിഷ്യൻസി എത്രയെന്ന് പറയുന്നുണ്ട്? 40% എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നോക്കി, ഇവിടുന്ന് ഈ 40 ഇസ് ഈക്വൽ ടു അല്ലേ 40% എന്ന് പറയുകയാണ്. ദറ്റ് ഈസ് 40% അല്ലേ? അപ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് 40 എന്ത് വരും? 100 എന്ന് വരത്തില്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 - T2/T1 എന്ന് വരും അല്ലേ? 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40/100. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണേ? ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ T2/T1 ഇപ്പുറത്ത് കൊണ്ടുവരാം. ദറ്റ് ഈസ് T2/T1 ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 - 40/100 എന്ന് വരത്തില്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ചെയ്തത്? ഈറ്റ എന്ന് പറയുന്നത് 40% ആണ്. നോക്കുക, ഞാനൊന്ന് ജസ്റ്റ് മാറ്റി വരച്ചു തരാം. ദറ്റ് ഈസ് ഈറ്റ എന്ന് പറയുന്നത് 40% ആണ്. സോ 40% നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ദറ്റ് ഈസ് 40 എന്ന് എഴുതാം, 100 എന്ന് എഴുതാം. 40% ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 40/100. ഓക്കെ, അപ്പോൾ ദറ്റ് ഈസ് 1 - 40. എന്താണ് 1 - 40/100 എത്ര വരും? ഓക്കെ, 40/100 പോകുമ്പോൾ ദറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 60/100 എന്ന് വരും. ഓക്കെ അല്ലേ? ദറ്റ് ഈസ് T2/T1 ഇസ് ഈക്വൽ ടു എത്ര വരും? ദറ്റ് ഈസ് T2/T1 ഇസ് ഈക്വൽ ടു 60/100 എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ? ഓക്കെ മക്കളെ, അപ്പോൾ T2/T1 ഇസ് ഈക്വൽ ടു എന്ത് വരും? 60/100 എന്ന് വരും. ഒന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര വരും? ദറ്റ് ഈസ് 2. അപ്പോൾ ഇവിടെ എത്ര വരും? 3 വരും. 3 × 20 ആണ് അല്ലേ? 3 എത്ര വരും? 5 വരത്തില്ലേ? അപ്പോൾ നമുക്ക് T2/T1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? 3/5 എന്ന് കിട്ടും അല്ലേ? അവിടെ നമുക്ക് T2 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? നമുക്ക് 3/5 × T1 എന്ന് എഴുതിക്കൂടെ? T1 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ആ T1 അറിയാമല്ലോ. T1 എത്ര കെൽവിനാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? T1 എത്ര കെൽവിൻ തന്നിട്ടുണ്ട്? 500 കെൽവിൻ തന്നിട്ടില്ലേ?
ഓക്കെ. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് T1 is equal, that is T1 is equal to 500 Kelvin ആണ്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് T2 is equal to 3/5 ഇൻറ്റു എന്ത് വരും? 500 എന്ന് വരത്തില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 5 ക്യാൻസൽ ആയി, ഇവിടെ 100 ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 300 Kelvin എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടുത്തെ T2 is equal to എന്ത് കിട്ടും നമുക്ക്? 300 Kelvin. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി അവർ പറയുന്നത് എന്താ? എഫിഷ്യൻസി എത്രയായാൽ 50% ആയാൽ the source temperature for the same exhaust temperature, സെയിം ടെമ്പറേച്ചറുള്ള സോഴ്സ് ടെമ്പറേച്ചർ ആ ചോദിച്ചേക്കുന്നത്. അപ്പോൾ മക്കളെ ഒന്ന് നോക്കുക, സോഴ്സ് ടെമ്പറേച്ചർ സെയിം ടെമ്പറേച്ചറുള്ള സോഴ്സ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ എഫിഷ്യൻസി എത്രയാണ്? ഈറ്റ ഇസ് ഈക്വൽ ടു എത്രയാണ്? 50% ആണ്. സോ 50% നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 50/100 എന്ന് എഴുതാം അല്ലേ? 50/100 എഴുതാം. നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഫോർമുല എന്താ? ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1 അല്ലേ? ഓക്കെ അല്ലേ? അവിടെ നമുക്ക് T2/T1 ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. 1 - θ എന്ന് എഴുതി കൂടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു വരും 1 - 50/100 അല്ലേ? എന്താ 50/100 എന്ന് പറയുന്നത്? 1/2 അല്ലേ? എന്താണ് 1 - 1/2 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് T2/T1 ഇസ് ഈക്വൽ ടു എന്ന് വരും. ദാറ്റ് ഈസ് 1/2 എന്ന് വരും. ഓക്കെ അല്ലേ? പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? ദ സോഴ്സ് ടെമ്പറേച്ചർ ഫോർ ദ സെയിം എക്സോസ്റ്റ്. സോഴ്സ് ടെമ്പറേച്ചർ ആണ്. നമ്മൾ സോഴ്സ് ടെമ്പറേച്ചർ തരണ T1 എന്നല്ലേ എടുക്കാറ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് T1/T2 ഇസ് ഈക്വൽ ടു എന്ന് വരും 2 എന്ന് വരും അല്ലേ? അതായത് ഇവിടെ റെസിപ്രോക്കൽ എടുത്തു, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ റെസിപ്രോക്കൽ എടുത്തു. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് T1/2 ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, അവിടുന്ന് T1 ഇസ് ഈക്വൽ ടു എന്ന് വരും 2 × T2 എന്ന് വരും. ഓക്കെ അല്ലേ? T2 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? T2 എത്രയാണ്? 300 Kelvin അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 300 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 600 Kelvin എന്ന് വരും. ഓക്കെ അല്ലേ? നോക്കുക. അപ്പോൾ 600 Kelvin എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ബി. ഓക്കെ, ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം 40% എഫിഷ്യൻസി ആയിരുന്നു. എഫിഷ്യൻസി എത്രയായിരുന്നു? 40% ആയിരുന്നു. 40% ആയിരുന്നപ്പോൾ നമ്മൾ കണ്ടീഷൻ എഴുതി ഈറ്റ എഫിഷ്യൻസി 1 - T2/T1 ആണ്. ദാറ്റ് ഈസ് 40%നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 40/100 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 40/100 ഇസ് ഈക്വൽ ടു 1 - T2/T1 ആണ്. ഓക്കെ, നമ്മളത് സോൾവ് ചെയ്ത് വന്ന് T2/T1 നമുക്ക് എത്ര കിട്ടി? 3/5. അവിടെ നമ്മൾ T2 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എക്സോസ്റ്റ് ടെമ്പറേച്ചർ T2. എക്സോസ്റ്റ് ടെമ്പറേച്ചർ ആണ് T2. ഇതാണ് എക്സോസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, എക്സോസ്റ്റ് ടെമ്പറേച്ചർ T2 ഇസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടി? 300 Kelvin എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ പറയുന്നത്? എഫിഷ്യൻസി എത്രയായാൽ 50% ആയാൽ അവിടെ ഉള്ളാവുന്ന സോഴ്സ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോഴ്സ് ടെമ്പറേച്ചർ നമ്മൾ T1 ആണ്. സോഴ്സ് അല്ലേ T1 ആണ്. സോഴ്സ് ടെമ്പറേച്ചർ നമ്മൾ T1 എന്നല്ലേ എടുക്കുന്നത്. ഇതെങ്ങനെ അറിയാൻ പറ്റുന്നത്? നമ്മൾ ഒരു ഹോട്ട് റിസർവോയറിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് അല്ലേ Q1. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ടെമ്പറേച്ചർ അല്ലേ T1. അതുകൊണ്ടാണ് സോഴ്സ് ടെമ്പറേച്ചർ T1 കണ്ടുപിടിക്കുക. അപ്പോൾ എഫിഷ്യൻസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? T1 ആണ് സോഴ്സ്. T2 എന്താണ് അവിടുത്തെ എക്സോസ്റ്റ് ടെമ്പറേച്ചർ? അത് എത്രയാണ്? 300 Kelvin. ഓക്കെ അല്ലേ മക്കളെ? ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇതേ മോഡൽ പ്രോബ്ലംസ് ഇനി ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ ഇതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് മക്കളെ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ഓഫ് വാട്ടർ ആർ. ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ഓഫ് വാട്ടർ, ലിക്വിഡിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. പ്രൂഫ് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് അറിയാം. C ഇസ് ഈക്വൽ ടു എന്താണ്? 9R. ഓക്കെ അല്ലേ? അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഫോർ എ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ എത്രയാണ്? 9R. ഓക്കെ, C ഇസ് ഈക്വൽ ടു 9R. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്തു. 8 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കുക 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ റെഫ്രിജറേറ്റർ വിത്ത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എത്രയാണ്? 1/3 ആണ്. റിലീസസ് 200 ജൂൾ ഓഫ് ഹീറ്റ് ടു എ ഹോട്ട് റിസർവോയർ. അപ്പോൾ ഒരു ഹോട്ട് റിസർവോയറിലോട്ട് 200 ജൂൾ കൊടുത്തു. ദെൻ ദ വർക്ക് ഡൺ ഓൺ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ഒരു റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു Q2/W ആണ് അല്ലേ? ക്ലിയർ ആണേ? ഇനി നമുക്ക് അവിടെ നിന്ന് അറിയാം W ഇസ് ഈക്വൽ ടു വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ എഴുതാം? W ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് Q1 - Q2 എന്ന് എഴുതാം അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആൽഫ ഇസ് ഈക്വൽ ടു Q2/, എന്നത് കിട്ടും നമുക്ക് Q1 - Q2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. ഇനി എഫിഷ്യൻസി എഫിഷ്യൻസി എത്രയും തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. എഫിഷ്യൻസി എത്രയും തന്നിട്ടുണ്ട്? എഫിഷ്യൻസി എത്രയും തന്നേക്കുന്നത്? 1/3 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടോ? എസ്. ഹോട്ട് റിസർവോയറിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് തന്നിട്ടുണ്ട്. ഹോട്ട് റിസർവോയറിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് എത്രയാണ്? 200 ജൂൾ. അത് Q1 അല്ലേ? ദാറ്റ് ഈസ് Q1 ഇസ് ഈക്വൽ ടു എന്താണ്? 200 ജൂളാണ്.
ഓക്കെ മക്കളെ, അങ്ങനെ Q1 ഇതാണെങ്കിൽ നമുക്കിതൊന്ന് കണ്ടുപിടിച്ചൂടെ. ദാറ്റ് ഈസ് ആൽഫയ്ക്ക് പകരം ഞാൻ 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് Q1 മൈനസ് Q2 ആണ് അല്ലേ. അപ്പോൾ Q1 മൈനസ് Q2 ആണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട് മക്കളെ? Q2 കണ്ടുപിടിക്കണ്ടേ. Q2 കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, that is alpha efficiency 1/3 is equal to that is Q2 divided by Q1 minus Q2. Q1 എത്രയാണ്? That is 200 minus എന്ത് വരും? Q2 എന്ന് വരും. ഇക്വേഷൻ ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഇതങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 200 മൈനസ് Q2 is equal to എന്ത് വരും? 3Q2 എന്ന് വരും. സിമ്പിൾ അല്ലേ? 200 മൈനസ് Q2 is equal to 3Q2. ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ, അവിടുന്ന് ദാറ്റ് ഈസ് 200 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് 3Q2. ഈ മൈനസ് Q2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് Q2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4Q2 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 4Q2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 200 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, അവിടുന്ന് Q2 ഇസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 200/4 എന്ന് വരും. Q2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 200/4. ദാറ്റ് ഈസ് ഈക്വൽ ടു Q2 ഇസ് ഈക്വൽ ടു എത്ര വരും? 50 ജൂൾ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് Q2 ഇസ് ഈക്വൽ ടു 50 വന്നോ? ഓക്കെ, നമുക്ക് Q2 ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, അല്ല വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഫോമുല എന്താ മക്കളെ? W ഇസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 പകരം നമുക്ക് എത്ര കൊടുക്കാം? Q1 ക്വസ്റ്റ്യൻ തന്നോ 200. ഓക്കെ, 200 മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 150 ജൂൾ. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കുക. 150 ജൂൾ ഉണ്ടോ? ഓക്കെ, ഉണ്ടല്ലോ ഓപ്ഷനിൽ 150 ജൂൾ. ഓക്കെ, ഡീത്ത് ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഏത് ഓപ്ഷൻ നോക്കാം? നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ മെയിൻ ഇക്വേഷൻ നോക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു Q2/W ആണ്. ഓക്കെ, നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമുക്കിനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് മീൻ ഫ്രീ പാത്ത് ഓഫ് ഗ്യാസ് മോളിക്യൂൾ. നമ്മൾ ഇക്വേഷൻ പഠിപ്പിച്ചതല്ലേ? എന്താ ഇക്വേഷൻ? ലാംഡ ഇസ് ഈക്വൽ ടു 1/√2 πd²n അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ, ലാംഡയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ആദ്യം തന്നെ കിടപ്പുണ്ടല്ലോ ഓപ്ഷൻ. അപ്പോൾ ഏത് കൊടുക്കാം? നമുക്ക് ഓപ്ഷൻ എ തന്നെ നോക്കാമല്ലോ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 11 വിട്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കേട്ടോ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയും. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹോട്ട് വാട്ടർ കൂൾസ് ഫ്രം 60 ഡിഗ്രി ടു 50 ഡിഗ്രി ഇൻ ഫസ്റ്റ് 10 മിനിറ്റ്സ് അല്ലേ. 60 നിന്നും 50 ഡിഗ്രിയിലോട്ട് ഫസ്റ്റ് 10 മിനിറ്റ്സിലും ദെൻ ആൻഡ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ഇൻ ദ നെക്സ്റ്റ് 10 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഫോമുല നോക്കുക. ദാറ്റ് ഈസ് θ1 മൈനസ് θ2/T ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, θ1 മൈനസ് θ2 ആൻഡ് ദെൻ ഈസ് K ഇൻറ്റു θ1 പ്ലസ് θ2/2 മൈനസ് എന്ത് വരും? θ0 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, θ1 θ2 രണ്ട് ടെമ്പറേച്ചേഴ്സ് ആണ്. θ0 എന്ന് പറഞ്ഞാൽ എന്താണ്? സറൗണ്ടിങ് ടെമ്പറേച്ചർ. നോട്ട് ചെയ്തിടുക. θ1 θ2 രണ്ട് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ നമ്മൾ 60 to 50 എന്നൊക്കെ പറയുന്നില്ലേ, അവിടുന്ന് θ0 എന്ന് പറയുന്നത് എന്താണ്? സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. θ0 എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? θ0 അഥവാ സറൗണ്ടിങ് ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ആദ്യത്തെ കേസ് എന്താ പറയുന്നത് മക്കളെ? ഒന്ന് ശ്രദ്ധിച്ചേ. ഹോട്ട് വാട്ടർ കൂൾസ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 50 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്ര മിനിറ്റ് ആണ്? 10 മിനിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് 60 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് θ1 ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി സെൽഷ്യസ് ടു θ2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ്. അന്നേ കൂളിയല്ലേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കി? ദാറ്റ് ഈസ് θ1 ദാറ്റ് ഈസ് 60 മൈനസ് 50 ബൈ ടി എത്രയാണ്? സമയം എത്ര മിനിറ്റ് എന്ന് പറയാം? 10 മിനിറ്റ്സ്. ഞാൻ കട്ട് ചെയ്യുന്നില്ല, അതുപോലെ ഇട്ടേക്കാണ്. ഓക്കെ, ബൈ 10 ഇസ് ഈക്വൽ ടു K ഇൻറ്റു എന്തെന്ന് വരും? θ1 പ്ലസ് θ2 ദാറ്റ് ഈസ് 60 പ്ലസ് 50 ഡിവൈഡഡ് ബൈ 2 മൈനസ് എന്ത് വരും? θ0 എന്ന് വരും. സിമ്പിൾ അല്ലേ? എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? 60 മൈനസ് 50. ഓക്കെ, 60 മൈനസ് 50 വരും 10 വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് 10/10 ദാറ്റ് ഈസ് 1 ഇസ് ഈക്വൽ ടു, ഓക്കെ, 60 മൈനസ് 50 10 വരത്തില്ലേ, ദാറ്റ് ഈസ് 10 1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഇപ്പുറത്ത് K ഇൻറ്റു എന്തെന്ന് വരും? ഇതെത്ര വരും? 60 പ്ലസ് 50 എത്രയാണ്? 110. 110 പേര് എത്രയാണ്? 55. ദാറ്റ് ഈസ് 55 മൈനസ് എന്ത് വരും? θ0 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്നല്ലോ? ഇക്വേഷൻ എങ്ങനെ വന്നു? 1 ഇസ് ഈക്വൽ ടു
അത് നോക്കാം 60 + 50 എത്രയാണ് 110 അല്ലേ 110/2 വരുമ്പോൾ എത്ര വരും 55 ദാറ്റ് ഈസ് 55 മൈനസ് θ0 ഫസ്റ്റ് കേസ് ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ കേസ് ഓക്കെ രണ്ടാമത്തെ കേസിൽ എവിടെ നിന്ന് എങ്ങോട്ടാന്ന് പറയുന്നത് ആൻഡ് ടു 40 ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാ 50 നിന്നും 42 50 നിന്നും എങ്ങോട്ടാക്കെ പോവുക 42 ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് പോവുക ഓക്കെ 50 നിന്ന് 42 അപ്പോൾ എന്ത് വരും അടുത്ത കേസിൽ സെക്കൻഡ് കേസിൽ θ1 = 50 ഡിഗ്രി സെൽഷ്യസ് ആണ് മനസ്സിലായി അവിടുന്ന് θ2 = എത്രയാണ് 46 അല്ലേ ഡിഗ്രി എത്രയിലോട്ടാണ് പോകുന്നത് 42 പോകുന്നത് അല്ലേ അപ്പോൾ 42 ഡിഗ്രി സെൽഷ്യസ് ഓക്കെ അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഒന്ന് മാറ്റി പറഞ്ഞ് എത്ര മിനിറ്റ് ആണ് നെക്സ്റ്റ് 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ടൈം ഇൻ്റർവെൽ സെയിം ആണ് 10 തന്നെയാണ് അപ്പോൾ നോക്കിയ മക്കളെ ഇവിടെ എന്ത് വരും സെക്കൻഡ് സൈഡിൽ 50 ഫോർമുല നോക്ക് θ1 - θ2 ദാറ്റ് ഈസ് 50 - 42 ബൈ എന്ത് വരും 10 ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് വരും ദാറ്റ് ഈസ് k ഇൻറ്റു 50 + 42 ബൈ 10 ബൈ 2 മൈനസ് എന്ത് വരും θ0 നമുക്ക് എന്താ സറൗണ്ടിങ് ടെമ്പറേച്ചർ അടുത്ത θ0 ആണ് നമ്മൾ എന്ത് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് θ0 നമ്മൾ എന്ത് വിളിക്കുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ ഓക്കെ ദാറ്റ് ഈസ് θ0 ഈസ് കോൾഡ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ഓക്കെ ഒന്ന് നോക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ എന്ത് വരും 50 - 42 8 ആണ് അപ്പോൾ 8/10 എന്ന് വരും ഓക്കെ ദാറ്റ് ഈസ് 8/10 8/10 ഈസ് ഈക്വൽ ടു എന്ത് വരും ദാറ്റ് ഈസ് k ഇൻറ്റു നോക്കുക 50 + 42 എത്രയാണ് 92 ആണ് 92 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 46 വരത്തില്ലേ 50 + 42 92 ആണ് 92/2 എത്രയാണ് 46 അപ്പോൾ 46 മൈനസ് ദാറ്റ് ഈസ് k ഇൻറ്റു എന്തെന്ന് വരും 46 മൈനസ് എന്ത് വരും θ0 എന്ന് വരും ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ എന്തെന്ന് കൊടുക്കാം 2 എന്ന് കൊടുക്കാം ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഓക്കെ നമുക്ക് θ0 കണ്ട 1/2 ചെയ്താലും മതി അല്ലെങ്കിൽ 2/1 ദാറ്റ് ഈസ് 2/1 ചെയ്യുമ്പോൾ എന്ത് വരും 2 എത്രയാണ് 8/10 ഈസ് ഈക്വൽ ടു k ഇൻറ്റു 46 മൈനസ് θ0 ഡിവൈഡഡ് ബൈ ഇവിടെയോ 1 ഈസ് ഈക്വൽ ടു എന്ത് വരും k ഇൻറ്റു 55 മൈനസ് θ0 എന്ന് വരും ഓക്കെ അല്ലേ എന്താ ക്യാൻസൽ ചെയ്ത് പോയി k ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് 8/10 ഈസ് ഈക്വൽ ടു 46 മൈനസ് θ0 ബൈ എന്ത് വരും 55 മൈനസ് θ0 എന്ന് വരും സിമ്പിൾ അല്ലേ ഇതുവരെ ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതൊന്ന് ക്രോസ് ചെയ്യാം മക്കളെ അപ്പോൾ നോക്കിയാൽ ദാറ്റ് ഈസ് 8 ഇൻറ്റു എന്ത് വരും 55 മൈനസ് θ0 ഇസ് ഈക്വൽ ടു എന്ത് വരും ദാറ്റ് ഈസ് 10 ഇൻറ്റു എന്ത് വരും 46 മൈനസ് എന്ത് വരും θ0 എന്ന് വരും ഓക്കെ അല്ലേ അപ്പോൾ നോക്കാം 8 ഇൻറ്റു 55 എത്ര വരും 8 ഇൻറ്റു 55 8 ഇൻറ്റു 55 എത്ര വരും ദാറ്റ് ഈസ് 500 ആയിട്ട് 40 ദാറ്റ് ഈസ് 440 അല്ലേ ദാറ്റ് ഈസ് 440 മൈനസ് 8 θ0 ഈക്വൽ ടു ഇവിടെ എത്ര വരും 460 മൈനസ് എന്ത് വരും 10 θ0 അത് വരും ഓക്കെ അല്ലേ ഇനി 10 θ0 അപ്പുറത്ത് പോകുമ്പോൾ ദാറ്റ് ഈസ് 10 θ0 അവിടെ ഉണ്ട് ഓക്കെ ആണേ ഇവിടെ എന്തുണ്ട് ഒരു 440 ഉണ്ട് ഓക്കെ ഈ ക്ലിയർ ആണോ നമുക്ക് 10 θ0 ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ എന്തുണ്ട് ഒരു -10 θ0 ഉണ്ട് അവിടുന്ന് 10 θ0 അപ്പുറത്ത് വരുമ്പോൾ 10 θ0 ഇസ് ഈക്വൽ ടു അപ്പുറത്ത് ഓൾറെഡി 460 ഉണ്ട് 40 അപ്പുറത്ത് പോകുമ്പോൾ എന്താ ഈ -440 ആവും ഓക്കെ അല്ലേ ശ്രദ്ധിക്കുക ഞാൻ എന്താ ഇവിടെ ചെയ്തത് ഇവിടെ ഓൾറെഡി -8 θ0 താത്തി ഇറക്കി അപ്പുറത്തുനിന്ന് ഒരു -10 θ0 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുമ്പോൾ എന്താവും 10 θ0 ഇസ് ഈക്വൽ ടു എന്ത് വരും അപ്പുറത്ത് ഓൾറെഡി 460 ഉണ്ട് ഇവിടുന്ന് 440 റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താവും -440 ആവും ഓക്കെ അല്ലേ നമുക്ക് 10 നിന്ന് 8 പോയാൽ ദാറ്റ് ഈസ് എത്ര വരും 2 θ0 ഇസ് ഈക്വൽ ടു എത്ര വരും 20 എന്ന് വരത്തില്ലേ ഓക്കെ അവിടെ θ0 ഇസ് ഈക്വൽ ടു വരും 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരത്തില്ലേ ഓപ്ഷൻ നോക്കുക 10 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോ θ0 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ സോ ദ ആൻസർ ഈസ് ഓക്കെ സോ ദ ആൻസർ ഈസ് എന്താണ് 10 ഡിഗ്രി സെൽഷ്യസ് ഓക്കെ കാൽക്കുലേഷൻസ് നോക്കുന്നത് വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ മക്കളെ നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇൻ എ കാർനോട്ട് എഞ്ചിൻ ദ ടെമ്പറേച്ചർ ഓഫ് റിസർവോയർ ഈസ് 927 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സിങ്ക് എത്രയാണ് 27 അല്ലേ അപ്പോൾ റിസർവോയർ ടെമ്പറേച്ചർ എത്രയാണ് T1 ഇസ് ഈക്വൽ ടു 927 ഡിഗ്രി സെൽഷ്യസ് ആണ് കെൽവിനിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും നമുക്കറിയാം 927 പ്ലസ് എന്ത് വരും 273 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 1200 കെൽവിൻ എന്ന് വരും ഇനി നോക്കുക T2 സിങ്കിൻ്റെ ടെമ്പറേച്ചർ ഓക്കെ ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്ന ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ ആണ് അവർ ഉദ്ദേശിക്കുന്ന സോഴ്സിൻ്റെ ടെമ്പറേച്ചർ അതാണ് T1 എന്ന് എടുക്കുന്നത് ഇനി സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ കോൾഡ് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ ആണ് T2 അത് എത്രയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി പിന്നെ എന്താ തന്നിരിക്കുന്നവർ ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ എഞ്ചിൻ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ റിസർവോയർ ടു സിങ്ക് ഈസ്
12.6 വർക്ക് ഡണ്ട ഫോമുല തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 12.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ആണ് അല്ലേ. 12.6 ഇൻറ്റു 6 ജൂൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ എഞ്ചിൻ അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് എന്താണ്? Q1 അല്ലേ, ആണല്ലോ. നമ്മൾ ഹോട്ട് റിസർവോയറിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഹീറ്റ് എത്ര? Q1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് Q1 എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ആണേ. ഇനി നമുക്കറിയാം എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു എത്രയാണ് പറ? T2/T1 ആണ്, ആണല്ലോ. ഇനി എവിടുന്ന T2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അവിടെ നിന്ന് 1 മൈനസ് T2ന് പകരം നമുക്ക് എത്ര കൊടുക്കാം? 1200 ബൈ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിന് നമുക്ക് 27 പ്ലസ് എന്ത് കൊടുക്കാം? 273 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് വരും? 1200 ബൈ എന്ത് വരും? 300 എന്ന് വരും. 2 0 വെട്ടി. ഓക്കെ, 12/3 എത്രയാണ്? ഓക്കെ ആണേ. ദാറ്റ് ഈസ് T2 വന്ന് 300 അല്ലേ, തിരിഞ്ഞു പോയി. ദാറ്റ് ഈസ് T2 ആണ് 300. ദാറ്റ് ഈസ് എന്ത് വരും? 300/1200 അത് വരും. സോറി, ഒരു മിസ്റ്റേക്ക് പറ്റി. 300/1200 കുഴപ്പമില്ല. 0 ക്യാൻസൽ ചെയ്തു. 312 വെട്ടുമ്പോൾ 1/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തോന്നു? 1 - 1/4 വരും. ഓക്കെ അല്ലേ. ഈറ്റ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 1 - 1/4 ആണ്. ഓക്കെ, എന്താണ് 1 - 1/4 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? 3/4 വരും. ഓക്കെ അല്ലേ. ഈറ്റ നമുക്ക് 3/4 വന്നു. ക്ലിയർ അല്ലേ. ഇനി നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു ജനറൽ ഇക്വേഷൻ W/Q1 എന്ന് പഠിച്ചല്ലേ. എഫിഷ്യൻസി ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പഠിച്ചു നമ്മൾ? W/Q1. ഈറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? 3/4 എന്ന് കൊടുത്താൽ 3/4 ഇസ് ഈക്വൽ ടു Wന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 12.6 ഇൻറ്റു 10⁻⁶ ബൈ എന്ത് കൊടുക്കാം? Q1 എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? Q1 കാൽക്കുലേറ്റ് ചെയ്ത് ക്രോസ് ചെയ്താൽ പോരെ. അവിടുന്ന് ദാറ്റ് ഈസ് Q1 ഇസ് ഈക്വൽ ടു Q1 ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇതെല്ലാം അപ്പുറത്തും ഉണ്ട്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 12.6 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 എന്ന് വരും. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഒന്ന് Q1 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഉദ്ദേശം എത്ര വരും നോക്കുക. ഓപ്ഷൻ Q1 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശം നമുക്ക് 16.8 ഇൻറ്റു 10⁻⁶ വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, 16.8 ഇൻറ്റു 10⁻⁶. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. കാൽക്കുലേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര വരും? 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 16.8 ഇൻറ്റു 10⁻⁶ ആണ്. ഓക്കെ അല്ലേ. ക്ലിയർ ആണല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 ഒന്ന് നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒന്ന് വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 പറയുന്നത് the coefficient of linear expansions of brass and 16 ആണ്. An ideal gas at 27 degrees Celsius is compressed adiabatically to 8/27 of its original volume. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അത് കംപ്രസ് ചെയ്ത് എന്നോട്ട് മാറ്റി 8/27 ഓഫ് ദ ഒറിജിനൽ വോളിയം ആക്കി. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ദ ഫൈനൽ ടെമ്പറേച്ചർ വെൻ ഗാമ ഇസ് ഈക്വൽ ടു എത്രയാണ്? 5/3 ഫൈനൽ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് നോക്കുക. ഗാമ എത്രയാണ് തന്നിരിക്കുന്നത്? ദറ്റ് ഈസ് ഗാമ ഇസ് ഈക്വൽ ടു എത്രയാണ്? 5/3 ആണ്. ഓക്കെ അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനിഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് T1 ഇസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാനത് കൺവേർട്ട് ചെയ്ത് കെൽവിനിലോട്ട് മാറ്റാം. ദാറ്റ് ഈസ് 27 + 273 എന്ത് വരും? 300 കെൽവിൻ അത് വരും. ഓക്കെ, ഇനി വോളിയം എന്ന് പറയുന്നത് 8/27 ഓഫ് ഇനിഷ്യൽ അല്ലേ. അതായത് ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയത്തിൻ്റെ എത്രയെന്നാണ് പറയുന്നത്? 8/27 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ V2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 8/27 ഓഫ് V1 എന്ന് വരത്തില്ലേ? വരുമല്ലോ. ക്ലിയർ ആണേ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്? എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? ഫൈനൽ ടെമ്പറേച്ചർ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്കറിയാം ഒരു അഡയാബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ, സോ ഇവിടെ നടക്കുന്ന ഒരു അഡയാബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് T1 V1 raised to gamma minus 1 is equal to എന്ന് പറയാം നമുക്ക് T2 V2 raised to gamma minus 1 എന്ന് പറഞ്ഞൂടെ. നമുക്കറിയാം TV raised to gamma minus 1 ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ എന്ത് പറയാം? T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1 അല്ലേ. അപ്പോൾ T1 അല്ലേ ഇനിഷ്യൽ ടെമ്പറേച്ചർ, നമുക്ക് T2 കണ്ടുപിടിച്ചൂടെ. ഓക്കെ, അപ്പോൾ നോക്കാം മക്കളെ T2. അപ്പോൾ ഞാൻ ചെയ്യണം. അപ്പോൾ T2 അവിടെ ഇട്ടു. ഓക്കെ, T1 ഇവിടെ ഇട്ടേക്കുക. ദാറ്റ് ഈസ് ഇവിടെ ഓൾറെഡി T1 ഉണ്ട് ഇൻറ്റു ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു V1 raised to gamma minus 1 ഉണ്ട്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഈ V2 raised to gamma minus 1 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിനോമിനേറ്ററിൽ ഒരു V2 raised to gamma minus 1 വരും. ഓക്കെ, സെറ്റ് അല്ലേ.
ക്ലിയർ ആണെന്നല്ലോ. ഇനി ചെയ്യണം ഇത് രണ്ടോടെ നോക്കുമ്പോൾ ഒരുമിച്ചാക്കാം. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് T1 ഇൻറ്റു ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? V1/V2 ദ ഹോൾ റൈസ് ടു എന്ത് വരും? ഗാമ -1 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? T2 എന്ന് വരും. ഓക്കെ അല്ലേ? ക്വസ്റ്റൻ ഓക്കെ അല്ലേ? ഇനി നോക്കുക V1/V2 നമുക്കറിയാം V2 ഇസ് ഈക്വൽ ടു 8/27 V1 ആണ്. ഓക്കെ, ഫ്രം ദെയർ നമുക്ക് V1/V2 ഇസ് ഈക്വൽ ടു, അപ്പോൾ V1/V2 ഇസ് ഈക്വൽ ടു നമുക്ക് ഇതിങ്ങ് ഇപ്പുറത്ത് വരത്തില്ലേ? അപ്പം V2 ഇപ്പുറത്ത് കൊണ്ടുവരാം, ഇത് രണ്ടും അപ്പുറത്തുണ്ട്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 27 എന്ത് വരും? 8 എന്ന് വരും. ക്വസ്റ്റൻ ഓക്കെ ആണോ? ദാറ്റ് ഈസ് V1/V2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 27/8 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ V1/V2 പകരം 27/8 കൊടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് T2 ഇസ് ഈക്വൽ ടു T2 is equal to T1 into അല്ലേ? That is T1 into T1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, V1/V2 that is V1 എത്രയാ? V1/V2 എത്രയാ? 27/8 ദ ഹോൾ റൈസ് ടു ഗാമ എത്രയാ തന്നേക്കുന്ന? 5/3 അല്ലേ? ഗാമ തന്നേക്കുന്ന 5/3. ഗാമ -1 വരുമ്പോൾ എന്ത് വരും? 5/3 -1 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക V2 ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയത്തിൻ്റെ എത്രയേ ഉള്ളൂ? 8/27 ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയേ? V2 is equal to 8/27 ഓഫ് V1 എന്ന് എഴുതി. അവിടുന്ന് V1/V2 is equal to നമുക്ക് എന്ത് എഴുതാം? 27/8. സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ മക്കളെ, ഇവിടെ നോക്കുക ദാറ്റ് ഈസ് T1 is equal to T1 എത്ര തന്നേക്കുന്നത്? 300 കെൽവിൻ. ദാറ്റ് ഈസ് 300 ഇൻറ്റു ഇവിടെ നോക്കിയ 5/3 -1 ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. 5/3 -1 ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 5 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു വരും 2/3 എന്ന് വരും അല്ലേ? 5/3 -1 എന്താ വരുന്നത്? 2/3. ഞാൻ ഇക്വേഷനിലോട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് 27/8 ദ ഹോൾ റൈസ് ടു എന്ത് വരും? 2/3 എന്ന് വരത്തില്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ മക്കളെ, അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് ശ്രദ്ധിക്കുക. 300 ഇൻറ്റു മക്കളെ ഞാൻ ഇതിനെ 27/8 ദ ഹോൾ റൈസ് ടു 1/3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. കറക്റ്റ് അല്ലേ? അതായത് 27/8 ദ ഹോൾ റൈസ് ടു 2/3 ഞാൻ 27/8 ദ ഹോൾ റൈസ് ടു 1/3 ദ മൊത്തത്തിൽ എന്ത് കൊടുത്തു? ഒരു സ്ക്വയർ കൊടുത്തു. ഇക്വേഷൻ ഓക്കെ ആണേ? സിമ്പിൾ ഇക്വേഷൻ അല്ലേ? 27/8 ദ ഹോൾ റൈസ് ടു 1/3 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഇതെന്ന് പറഞ്ഞാൽ എന്താ? A/m ദ ഹോൾ റൈസ് ടു n എന്ന് തന്നെ A/m തന്നെ അല്ലേ? പഴയ ഫോമിലോട്ട് വരത്തില്ലേ? ഇനി നോക്കാം മക്കളെ, ഈ 1/3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 2/1/3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ക്യൂബിക് റൂട്ട് ഓഫ് 2 എന്നല്ലേ മീനിങ്? അപ്പോൾ 27ൻ്റെ ക്യൂബിക് റൂട്ട് എത്രയാണ്? അപ്പോൾ നോക്കുക 300 ഇൻറ്റു ശ്രദ്ധിക്കുക 27ൻ്റെ ക്യൂബിക് റൂട്ട് എത്രയാണ്? 3 അല്ലേ? 3 ഇൻറ്റു 3 അല്ലേ? 27 ഡിവൈഡ് ബൈ ഇവിടെ എന്ത് വരും? റൂട്ട് 8 ക്യൂബിക് റൂട്ട് ഓഫ് 8 എത്രയാണ്? 2 അല്ലേ? ദാറ്റ് ഈസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരത്തില്ലേ? ക്ലിയർ അല്ലേ? നോക്കുക, അപ്പോൾ 27ൻ്റെ ക്യൂബിക് റൂട്ട് 3 ആണ്, അതുപോലെ 8ൻ്റെ ക്യൂബിക് റൂട്ട് 2 ആണ്. ഇനി മൊത്തത്തിൽ ഒരു സ്ക്വയറല്ലേ കിടക്കുന്നത്? അപ്പോൾ ഇതങ്ങ് പോയി. ഓക്കെ, അടുത്ത സ്ക്വയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 300 ഇൻറ്റു എന്തെന്ന് വരും? 9 എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ആൻസർ എത്ര വരും നോക്കാം. ഓക്കെ, ഒന്ന് സോൾവ് ചെയ്തേ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ 675 കെൽവിനാണ് നമുക്ക് കിട്ടുന്നത്. ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 402 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. നിങ്ങൾ തന്നെയും ചെയ്ത് നോക്കാം. 402 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 675 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇതിന് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? 673 - 273 ചെയ്യാം. ഓക്കെ, എത്ര കിട്ടും നോക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഏത് ബ്ലോക്ക് ചെയ്യാം? ഓപ്ഷൻ 402 വരുന്ന ഓപ്ഷൻ ഏതാണ്? 402 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം നല്ല രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. വേറെ എവിടെ നിന്നും നമ്മൾ ഇക്വേഷൻസ് എടുത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നല്ലപോലെ നോക്കുക. ഓക്കെ അല്ലേ?